good evening. Welcome to 90 Plus India's first animated live tuition. Hello guys, welcome to the ONATHON session of Basic Science. Everyday എല്ലാവരും ഇത് യൂട്യൂബ് ലൈവ് ആണ്. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും മാർക്ക് വാങ്ങട്ടെ. അറിവ് പകർന്നു കൊടുക്കും തോറും ആണല്ലോ കൂടുക. നിങ്ങൾ മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും മാർക്ക് മേടിക്കട്ടെ, എല്ലാവരും ഉയരങ്ങളിലോട്ട് എത്തട്ടെ. എല്ലാവർക്കും ഹായ്, വെൽക്കം ടു ദി ഓണത്തോൺ. സുഖമാണോ? സുഖമാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? കഴിഞ്ഞു പോയ പരീക്ഷകളൊക്കെ എളുപ്പമായിരുന്നില്ലേ? സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയതൊന്നും ഞങ്ങൾക്കൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞിട്ടാണ് കുറെ പേരൊക്കെ എന്ത് ചെയ്യുന്നത്, എക്സാം എഴുതിയിട്ട് വരുന്നത്. സോ നാളെയും അത് അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചാൽ മാത്രം കാര്യമില്ലല്ലോ. എന്ത് ചെയ്യണം? നിങ്ങൾ പരിശ്രമിക്കും കൂടി വേണ്ടേ? ഇന്നത്തെ ഈ സെഷൻ കഴിയുമ്പോഴത്തേനും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും എന്നർത്ഥം. സാർ ക്ലാസ് ലിങ്ക്, ലൈവിന്റെ ലിങ്ക് ഒന്ന് പിള്ളേർക്ക് കൊടുത്തേ, പിള്ളേര് അടിച്ചു പൊളിക്കട്ടെ. ഇത് ആരാണ്? ഒരു സെഷൻ മാത്രം കമന്റ് ഒന്നും ചെയ്യണില്ലല്ലോ, അതെന്താണ്? അത് ശരി, കമന്റ് ബോക്സ് കമന്റ് ചെയ്യാത്ത ആൾക്കാരനൊക്കെ ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഗുഡ് ഈവനിങ്. അപ്പൊ നാളെ എന്ത് ചെയ്യണം? പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെസ്സേജുകൾ ഇങ്ങനെ പോരട്ടെ. ആരൊക്കെ മെസ്സേജ് അയച്ചു എന്നുള്ളത് ഞാൻ നോക്കും. എക്സാം ഈസിയാണെന്നുള്ള മെസ്സേജ് ആയിരിക്കും എന്തായാലും വരാൻ പോണേ, എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മൾ അത്രയും സെറ്റ് ആയിട്ടാണ് ഇന്ന് പോവുക. ഇന്നല്ല, റിവിഷൻ കുറെ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ഓണത്തോൺ സെഷൻ കൂടി ആവുന്ന സമയത്ത് എന്താണ്, സാധനം അതിന്റെ ഉന്നതിയിലേക്ക് എത്തും. അപ്പോ എല്ലാവർക്കും ഓണത്തോണിലേക്ക് സ്വാഗതം. നമുക്ക് പഠിക്കാനുള്ളത് 3 ചാപ്റ്റർ ആണ് അല്ലെ? 3 ചാപ്റ്റർ ആണ്. ഇതേ സക്സസിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഓടാണ് സക്സസിലേക്ക്. എന്ത് ചെയ്യാണ്? ഓടാണ്. ഓടി നാളെ എങ്ങടെ എത്തും? നാളെ സക്സസിലോട്ട് എത്തട്ടെ. സോ യെസ്, ഫസ്റ്റ് ചാപ്റ്റർ ടുവേർഡ്സ് എ 100-fold yield. ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ, ടുവേർഡ്സ് എ 100-fold yield. ഒരുപാട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. സോ എന്ത് ചെയ്യണം? നമുക്ക് അവിടുത്തെ ആക്ടിവിറ്റീസ് നോക്കാം. വേഗമാവാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ഫീച്ചേഴ്സ് ഓഫ് 2 chilli plants are given below. 2 ചില്ലി പ്ലാന്റ്സിന്റെ എന്ത് തന്നിട്ടുണ്ട്? ഫീച്ചറുകൾ തന്നിട്ടുണ്ട്. ഐറ്റം 1, ലോങ് ചില്ലി പക്ഷെ ലോ ഈൽഡ്. നല്ല നീളമുള്ള ചില്ലിയാണ്, ലോ ഈൽഡ് ആണ്. രണ്ടാമത്തതോ ഷോർട്ട് ചില്ലിയാണ്, പക്ഷെ എന്താ, ഹൈ ഈൽഡ് കിട്ടും. നല്ല വിളവാണ് അല്ലെ, നല്ല വിളവാണ്, കുറെ കിട്ടും. പക്ഷെ എന്താ, ചെറിയ മിളക. ഇപ്പുറത്ത് നീളമുള്ള മിളകാണ്, പക്ഷെ എന്താ, അധികം ഒന്നും കിട്ടില്ല എന്നേ, ലോ ഈൽഡ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ സാപ്ലിംഗ് വിത്ത് ലോങ് ചില്ലി ആൻഡ് ഹൈ ഈൽഡ്? നോക്കിയേ. ലോങ് ചില്ലി ആയിരിക്കണം, ഹൈ ഈൽഡും ആയിരിക്കണം. ഏതാണ്? ചില്ലിയാണ്. അങ്ങനെയാണെങ്കിൽ ഏതാ നമ്മൾ എടുക്കുക? കണ്ണും പൂട്ടി ഉത്തരം പറയാം. ഏതാണ്? ഹൈബ്രിഡൈസേഷൻ ആണല്ലേ. ഹൈബ്രിഡൈസേഷൻ ആണ് നടത്തുക. എന്താണ് ഹൈബ്രിഡൈസേഷൻ? ആർട്ടിഫിഷ്യലി നമ്മൾ പോളിനേറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് അല്ലെ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴി പുതിയ സീഡ്, രണ്ടിന്റെയും ക്വാളിറ്റി ഉള്ള പുതിയ സീഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ്. നമ്മൾക്ക് ഡിസൈഡ് ആയിട്ടുള്ള, നമ്മുടെ ഡിസൈഡ് ക്വാളിറ്റിയിലുള്ള സീഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുക. അപ്പൊ കണ്ണും പൂട്ടി ഉത്തരം എഴുതാൻ പറ്റണം. ഏതാണത്? ഹൈബ്രിഡൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലെയറിംഗ് ഈസ് അനദർ മെത്തേഡ് ടു പ്രൊഡ്യൂസ് ന്യൂ സാപ്ലിംഗ്സ്. റൈറ്റ് ഡൗൺ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ദ പ്ലാന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മെത്തേഡ്. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വന്നൂടെ? അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചൂടെ? ഡിസഡ്വാൻറ്റേജ്, ഫീച്ചർ എല്ലാം നമുക്ക് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോ ലെയറിംഗ് ചെയ്ത പ്ലാന്റിന്റെ 2 ഫീച്ചേഴ്സ് ആണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം 2 ഡിഫറെന്റ് ലെയറിംഗ് മെത്തേഡ്. വേറെ 2 ലെയറിംഗ് മെത്തേഡിന്റെ പേരും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വേറെ അല്ല, കൈൻഡ് ഓഫ് എത്ര ടൈപ്പ് ലെയറിംഗ് മെത്തേഡ് ഉണ്ട്? ഏതൊക്കെയാണ് ആ 2 ലെയറിംഗ് മെത്തേഡ്? 2 ടൈപ്പ് ലെയറിംഗ് മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാ? എയർ ലെയറിംഗും സെർപെന്റൈൻ ലെയറിംഗും. എയർ ലെയറിംഗ് ഉണ്ട്, സെർപെന്റൈൻ ലെയറിംഗ് ഉണ്ട്. എക്സാമ്പിൾ അറിയാലോ, എയർ ലെയറിംഗിന്റെയും സെർപെന്റൈൻ ലെയറിംഗിന്റെയും. നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് ലെയറിംഗ് ചെയ്ത പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സ്? പോസസ് ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്. മദർ പ്ലാന്റിന്റെ അതേ ക്വാളിറ്റി ഉള്ള എന്തായിരിക്കും? ഓഫ്സ്പ്രിങ്ങുകളായിരിക്കും ഉണ്ടാവുന്നത്. സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ. ചെറിയ സൈസ് ആണ്, ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. അതായത് വളരെ എന്താ പറയാ, ചുരുങ്ങിയ നാൾ കൊണ്ട് ഇതിന്റെ ലൈഫ് സ്പാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈൽഡൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്. പെട്ടെന്ന് തന്നെ പൂക്കും, പെട്ടെന്ന് തന്നെ കായ്ക്കും. ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, റിക്വയർ മോർ കെയർ. ഇതൊക്കെയാണ് എന്തിന്റെ ഫീച്ചർ? ലെയറിംഗ് ചെയ്തിട്ടുള്ള പ്ലാന്റിന്റെ ഫീച്ചർ. സെറ്റ് ആണല്ലോ, പഠിച്ചിട്ടില്ലേ? ലെയറിംഗിന്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിച്ചിട്ടല്ലേ ഇരിക്കുന്നേ? തലയാട്ടണ ഒന്ന്. എന്താണ് ഒരു ഉഷാറില്ലാത്ത?
ഗുഡ് ഈവനിങ്. ചായ കുടിച്ചു സുഖമാണ്. റിപ്ലൈ തരുന്നു അർജുനെ. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. മാരത്തോൺ ആയതുകൊണ്ടാണ് നമ്മൾ ഓടുന്നത്. എന്താ സാർ ലാഗ് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ലാഗ് ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ലാഗ് ഉണ്ടോ നിങ്ങൾക്ക്? നോ സാർ. ഓക്കെ സെറ്റാണ്. നോ ഓക്കെ സെറ്റ്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓർഗാനിക് ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസർ വിത്ത് എക്സാമ്പിൾ. ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നാളെ വരും പരീക്ഷയ്ക്ക്. എന്താണ് ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് എന്തിനു വരും? നാളത്തെ എക്സാമിന് വരും. പഠിച്ചു വെച്ചിട്ടാണല്ലോ വിത്ത് എക്സാമ്പിൾ ചോദിച്ചേക്കണേ. വിത്ത് എക്സാമ്പിൾ ആണ്. എന്താണ് ഓർഗാനിക് ഫെർട്ടിലൈസർ? ഒബ്റ്റെയിൻഡ് ഫ്രം ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫെർട്ടിലൈസേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? ഓർഗാനിക് ഫെർട്ടിലൈസർ. ഓർഗാനിക് ആണ് അല്ലെ, പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അടുത്തത് പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് ഇൻഡസ്ട്രിയലി. ഇത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്? ഇൻഡസ്ട്രിയലി. നമ്മള് വ്യാവസായികപരമായിട്ട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ്. ഏത്? കെമിക്കൽ ഫെർട്ടിലൈസർ. റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി. ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ കുറേ വേണം. നല്ല ഈൽഡ് കിട്ടണമെങ്കിൽ ഒരുപാട് ഓർഗാനിക് ഫെർട്ടിലൈസർ വേണം. കെമിക്കൽ ഫെർട്ടിലൈസറോ റിക്വയർ ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി. വളരെ കുറവ് മതി. എന്താണ്? ഹായ് അൻറീറ്റ. വളരെ കുറവ് മതി. എന്ത്? കെമിക്കൽ ഫെർട്ടിലൈസർ. നോട്ട് ഹാംഫുൾ ടു സോയിൽ. സോയിലിന് എന്തില്ല? ഇതിനെ കൊണ്ടൊരു ദ്രോഹമില്ല. നോ ഹാംഫുൾ. എക്സസ് യൂസ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. ഇപ്പുറത്തോ കെമിക്കൽ ഫെർട്ടിലൈസർ എക്സസ് ആയി കഴിഞ്ഞാൽ, അധികമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞേക്കണേ? സോയിലിന്റെ സ്ട്രക്ചറിനെ അത് ബാധിക്കും. സോയിൽ സ്ട്രക്ചറിനെ ബാധിക്കും. ഹായ് മരിയുമ്മ വർക്കി. ഹലോ. cannot be supplied as a single component. ഓർഗാനിക് ഫെർട്ടിലൈസർ ഓരോന്നൊന്നും പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? നൈട്രജൻ ഇത്, ഹൈഡ്രജൻ ഇത്, സൾഫറിന് ഇത്, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. cannot be supplemented as a single component. സിംഗിൾ കമ്പോണന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസറിൽ പറ്റും. ഓരോന്നായിട്ട് കൊടുക്കാൻ പറ്റും. കമ്പോണന്റ്സ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെന്റ്. റിക്വയർമെന്റിനനുസരിച്ച് നമുക്ക് എന്ത് കൊടുക്കാം? കമ്പോണന്റ്സ് കൊടുക്കാം. ഏതാണോ കുറവുള്ളത് അവനെന്നാ ഇന്ന നൈട്രജൻ ആണോ വേണ്ടത്? ഇന്ന നൈട്രജന്റെ. സൾഫറിന്റെ ആണോ വേണ്ടത്? സൾഫറിന്റെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. ലൈവ് ആണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ ലിങ്ക് കേട്ടാ. യൂട്യൂബ് ലൈവ് ആണ്. യൂട്യൂബിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഇനി ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ എക്സാമ്പിൾ നോക്കിയേ. കൗഡങ്, ബോൺ മീല്, അതായത് എല്ലുപൊടി, കൗഡങ്, ചാണകം, കമ്പോസ്റ്റ്, ഗോഡ് ഡ്രോപ്പിംഗ്, സാട്ടിൻ കാഷ്ടം, എർത്ത് വേം കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, ഗ്രീൻ മാന്യൂർ, പച്ചിലവളം, ഫിഷ് മീല്, ഇതെല്ലാം എന്താണ്? ഓർഗാനിക് ഫെർട്ടിലൈസറുകളാണ്. ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ എക്സാമ്പിൾ ആണ്. കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ എക്സാമ്പിൾ എന്താ? യൂറിയ, NPK മാന്യൂർ, ഹായ് അഞ്ജലി, അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം സൾഫേറ്റ്, അമോണിയം നൈട്രേറ്റ്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസർ. അപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും തമ്മിലുള്ള ഡിഫറൻസ് നാളെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ച് പോവണം. അടുത്തത്, ദി സ്റ്റെപ്സ് ഫോർ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആസ് പാർട്ട് ഓഫ് ഹൈബ്രിഡൈസേഷൻ ആർ ഗിവൻ ബിലോ ഇൻ ആൻ ഇൻകറക്റ്റ് ഓർഡർ. ആർട്ടിഫിഷ്യൽ പോളിനേഷന്റെ സ്റ്റെപ്പ് ഇൻകറക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അറേഞ്ച് ദം ഇൻ കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡു ദ സ്റ്റാമൻസ് റിമൂവ് ഫ്രം ദ ഫ്ലവർ ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഫ്ലവറിൽ നിന്ന് സ്റ്റാമൻ റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത്? ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ആർട്ടിഫിഷ്യൽ പോളിനേഷന്റെ സ്റ്റെപ്പുകൾ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. സാർ ഹെയർ കട്ട് സോ നൈസ്, നന്ദി, താങ്ക് യു. അപ്പോ എന്താണ്? ആർട്ടിഫിഷ്യൽ പോളിനേഷന്റെ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് എഴുതുക. പിന്നെയോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എന്തുകൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്ന ഫ്ലവറിൽ നിന്ന് സ്റ്റാമൻ റിമൂവ് ചെയ്ത് കളയുന്നതെന്ന്? രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ആർട്ടിഫിഷ്യൽ പോളിനേഷന്റെ സ്റ്റെപ്പ് നോക്കാം നമുക്ക്. എന്താണ്? റിമൂവ് സ്റ്റാമൻ ഫ്രം ദ ഫ്ലവർ ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. എന്താണ്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്ന ഫ്ലവർ ഏതാണോ അതിൽ നിന്ന് സ്റ്റാമൻ റിമൂവ് ചെയ്ത് കളയുന്നു. എന്നിട്ടോ ഫ്ലവർ റാപ്പിഡ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫ്ലവർ പൊതിഞ്ഞു വെക്കണം അല്ലെ? ഫ്ലവർ എന്ത് ചെയ്യണം? റാപ്പ് ചെയ്ത് വെക്കണം, പൊതിഞ്ഞു വെക്കണം. പോളൻ ഗ്രെയിൻസ് ഫ്രം ഫ്ലവേഴ്സ് ഓഫ് പ്ലാന്റ് ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷീസ് ബട്ട് ഹാവിംഗ് ഡിഫറെന്റ് ക്വാളിറ്റീസ് ആർ കളക്റ്റഡ്. എന്താണ്? അത് ആദ്യം ഒന്ന് പൊതിഞ്ഞു വെക്കുക, വേറെ ആളും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ഫ്ലവേഴ്സിൽ നിന്ന് അത് എടുത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്യണം. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തണം. എന്തിനാണ് സ്റ്റാമൻ റിമൂവ് ചെയ്യുന്നത്? ടു പ്രിവെന്റ് ദ സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് എന്ത്?
സ്റ്റാമൻ റിമൂവ് ചെയ്യുന്നത്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തിന് സ്റ്റാമൻ റിമൂവ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടു പ്രിവെന്റ് ദ സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്റ്റാമൻ റിമൂവ് ചെയ്ത് കളഞ്ഞത്. സ്റ്റാമൻ റിമൂവ് ചെയ്ത് കളഞ്ഞത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഇൻക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ? ഹായ് ശ്രീയ ലക്ഷ്മി, ഹലോ. അപ്പൊ എന്താണ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ കൂട്ടാൻ എന്താണ് സഹായിക്കുക? ഞാൻ ലിങ്ക് അയച്ചു തന്നില്ല എന്ന് വേണ്ട, ലൈവിന്റെ ലിങ്ക് ദേ എടുക്കണ്. എല്ലാരും ഷെയർ എല്ലാരും എന്നെ കാണട്ടെ, ഫേമസ് ആക്കന്നെ. മനീഷ് സാർ ഫേമസ് ആവട്ടെ അങ്ങോട്ട് നിങ്ങളിലൂടെ. യെസ്, എന്താണ് ഫെർട്ടിലിറ്റി, സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടുന്ന ആക്ടിവിറ്റി? ഇതിൽ ഏതാണ്? റിപ്പീറ്റിംഗ് ദ സെയിം കൾട്ടിവേഷൻ, ലീവിംഗ് അഗ്രികൾച്ചറൽ റിമൈൻസ് ഓൺ സോയിൽ, ബേണിംഗ് അഗ്രികൾച്ചറൽ റിമൈൻസ് ആഫ്റ്റർ ഡ്രൈയിങ്, റിമൂവിംഗ് അഗ്രികൾച്ചറൽ റിമൈൻസ് ആൻഡ് ക്ലീനിങ് ദ ലാൻഡ്. ഏതാണ്? റിപ്പീറ്റിംഗ് ദ സെയിം കൾട്ടിവേഷൻ നടക്കുവോ? എപ്പോഴും ഒരേ സാധനം തന്നെ ചെയ്തുകൊണ്ടിരുന്ന മണ്ണിന്റെ ഫെർട്ടിലിറ്റി കൂടില്ല. ലീവിംഗ് അഗ്രികൾച്ചറൽ റിമൈൻസ് ഓൺ സോയിൽ കൂടില്ലേ? എന്താണ്? അഗ്രികൾച്ചറൽ റിമൈൻസ് അവിടെ തന്നെ ഇട്ടോട്ടെ, വേസ്റ്റുകളല്ലേ, അത് അവിടെ ഇങ്ങനെ എന്ത് ചെയ്യും? ഓരോന്ന് ചെയ്ത് ഡീഗ്രഡേഷൻ ഒക്കെ നടന്ന് എന്താണ്? ഹായ് പ്രഹർഷ, ഹലോ. അപ്പോ എന്ത് ചെയ്യും? മണ്ണിന്റെ ഫെർട്ടിലിറ്റി കൂടും. ബേണിംഗ് അഗ്രികൾച്ചറൽ റിമൈൻസ് ആഫ്റ്റർ ഡ്രൈയിങ്, ഡ്രൈ ചെയ്തതിന് ശേഷം അത് കത്തിച്ച് കളയുക. അതും എന്താണ്? ഫെർട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കും. കാരണം എന്താ? അവിടെ തന്നെ വേസ്റ്റ് ആയിരിക്കും കേട്ടാ, അല്ലാണ്ട് പ്ലാസ്റ്റിക് ഒന്നല്ല. അഗ്രികൾച്ചറൽ റിമൈൻസ് തന്നെ എന്ത് ചെയ്യുക? പൊടിയാക്കിയതിന് ശേഷം കത്തിക്കാം. റിമൂവിങ് അഗ്രികൾച്ചറൽ റിമൈൻസ് ആൻഡ് ക്ലീനിങ് ദ ലാൻഡ്, അത് നടക്കോ? ഇല്ല, അത് പറ്റില്ല അല്ലെ. അവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഡീഗ്രഡേഷൻ നടക്കില്ല. അപ്പൊ ഈ രണ്ട് ആക്ടിവിറ്റീസ് ആണ് എന്ത്? മണ്ണിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് സഹായകമാകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓഫ് ഗ്രാഫ്റ്റഡ് മാംഗോ ട്രീ? ഗ്രാഫ്റ്റ് ചെയ്ത മാംഗോ ട്രീയുടെ ഫീച്ചർ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? ഹാസ് ഗ്രേറ്റർ ലൈഫ് സ്പാൻ, റിക്വയർ ലെസ് നർച്ചറിങ്, yield in a short span of time, has high disease resistance. ഏതാണ് ഗ്രാഫ്റ്റ് ചെയ്തതിന്റെ ഗുണം? ഗ്രാഫ്റ്റ് ചെയ്ത മാംഗോ ട്രീയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? റിക്വയർ ലെസ് നർച്ചറിങ് ആണോ? കുറവ് നോക്കിയാൽ മതിയോ? നല്ലോണം നോക്കണ്ടേ? മോർ കെയർ വേണ്ടേ? ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം നോക്കണം. അപ്പൊ അതില്ല. ഗ്രേറ്റർ ലൈഫ് സ്പാൻ, കുറേ നാൾ നിൽക്കുവോ? പെട്ടെന്നുണ്ടായിട്ട് അത് വേഗം ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് അല്ലേ, വേഗം തന്നെ ഉണ്ടാവില്ലേ? കുറേ നാൾ നിൽക്കില്ല. yield in a short span of time, അത് കറക്റ്റ് ആണ്. ഹൈ ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ? ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മാംഗോ ട്രീ ആയിരിക്കും അത്. ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മാംഗോ ട്രീ ആയിരിക്കും. അഫ്രീന കമന്റ് ചെയ്യൂട്ടോ, മാരത്തോൺ, ഇറ്റ്സ് മാരത്തോൺ. സോ കമന്റ് യുവർ ഡൗട്ട്സ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 6. വാട്ട് ഈസ് പിസികൾച്ചർ? എന്താണ് പിസികൾച്ചർ? നമ്മൾ അവസാനം കുറേ കൾച്ചറിന്റെ പേര് പഠിച്ചിട്ടുണ്ട്. പിസികൾച്ചർ, എപ്പികൾച്ചർ, ക്യൂണികൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിസി എന്നുള്ള വാക്ക് വന്നാൽ അത് എന്താണ്? പിസികൾച്ചർ എന്താണ്? ഫിഷിനെ അല്ലെ, കൾട്ടിവേഷൻ ഓഫ് ഫിഷ് അല്ലെങ്കിൽ ഫാമിംഗ് ഓഫ് ഫിഷ് ആണ് ഇത് പിസികൾച്ചർ. നെയിം ദി അഗ്രികൾച്ചറൽ സെക്ടർ ഇൻവോൾവ് ഇൻ ദ റിയറിംഗ് ഓഫ് കാറ്റിൽ. കാറ്റിലിന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കാറ്റിൽ ഉണ്ടാക്കുന്ന ഫാമിംഗ് ടെക്നിക്കിനെ നമ്മൾ പറയുന്ന പേര് ലിവ് സ്റ്റോക്ക് മാനേജ്മെന്റ്, ലൈവ് സ്റ്റോക്ക് റിയറിംഗ് എന്നാണ്, അനിമൽ ഹസ്ബൻഡറി. പിസികൾച്ചർ ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫാമിംഗ് ദാറ്റ് ഇൻവോൾവ് റിയറിംഗ് ഓഫ് ഫിഷ് ആൻഡ് പ്രോൺസ് ഓൺ എ കൊമേഴ്ഷ്യൽ ബേസിസ് ബൈ അഡോപ്റ്റിംഗ് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ മീൻസ് അല്ലേ? കറക്റ്റ് അല്ലേ? എന്താണ് പിസികൾച്ചർ? നന്ദഗോപൻ ഡൗട്ട് കമന്റ് ചെയ്യാം കേട്ടോ. പിസികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻവോൾവ്സ് റിയറിംഗ് ഓഫ് ഫിഷ് ആൻഡ് പ്രോൺസ്, ഫിഷിനെയും പ്രോണിനെയും റിയർ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് എന്തെന്ന് പറയാ? പിസികൾച്ചർ എന്ന് പറയാ. അപ്പോ കാറ്റിൽസിനെ റിയർ ചെയ്യുന്നത് എന്താണ്? എന്താ? ലൈവ് സ്റ്റോക്ക് റിയറിംഗ് ആണ് അല്ലെ? ലൈവ് സ്റ്റോക്ക് റിയറിംഗ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? പിസി. പിന്നെ ക്യൂണികൾച്ചർ ഏതാണ്? മൊയലാണ് ക്യൂണികൾച്ചർ, റിയറിംഗ് ഓഫ് റാബിറ്റ്. എപ്പികൾച്ചറോ? റിയറിംഗ് ഓഫ് ഹണി ബി ആണ് എപ്പികൾച്ചർ. പോൾട്രി ഫാമിംഗോ? ബേർഡ്സ് അല്ലേ, നമ്മുടെ കോഴി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ക്യൂണികൾച്ചർ, മഷ്റൂം കൾച്ചർ അല്ലേ? മഷ്റൂം കൾച്ചർ എന്താണ്? മഷ്റൂംസിനെ. ഓക്കെ, സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. Prepare a questionnaire for conducting an interview with the agricultural officer. Minimum 6 question എങ്കിലും വേണം related to crop management. ക്രോപ്പ് മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ട് ഒരു അഗ്രികൾച്ചറൽ ഓഫീസറിനോട്, ഒരു കൃഷി ഓഫീസറിനോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ളത്
അഗ്രികൾച്ചർ റിമൈൻസ് ബേൺ ചെയ്യുന്നതിന്റെ ഗുണം. അഗ്രികൾച്ചർ റിമൈൻസ് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലത് ശരിക്കും അത് അത്ര നല്ലതാണോ? ശരിക്കും അത് നല്ലതാണ്. ഇനി കൺഫ്യൂഷൻ ആണോ നിങ്ങൾക്ക്? എന്നുവെച്ചാൽ വേണ്ട, വിട്ടേക്ക്. എന്ത് ചെയ്താൽ മതി? അഗ്രികൾച്ചറൽ റിമൈൻസ് അവിടെ നിൽക്കണു എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി കേട്ടാ. ഓക്കെ, ബേണിങ്സ് ഞാൻ പറയുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ നല്ലതാണ്. പുനംകൃഷി എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് കൃഷി ഉണ്ട്. അവിടെ ഈ സംഭവം ചെയ്യുന്നത് ഫെർട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കും. ഈ കൺഫ്യൂഷൻ ആണെങ്കിൽ വേണ്ട, വിട്ടേക്ക്. ഏത് മാത്രം എഴുതാൽ മതി? അഗ്രികൾച്ചർ റിമൈൻസ് സോയിലിൽ ലീവ് ചെയ്യുക, അത് മാത്രം മതി കേട്ടാ. അത് മാത്രം മതി. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ എന്താണ്? പ്രിപ്പയർ എ ക്വസ്റ്റ്യനർ. 6 ക്വസ്റ്റ്യൻ വേണം. അഗ്രികൾച്ചറൽ ഓഫീസറിനോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ? നമുക്ക് തന്നെ ചോദിക്കാം. നമ്മൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അയാളുടെ അടുത്ത് നേരിട്ട് ചോദിച്ചൂടെ? കൃഷി ഓഫീസറിന്റെ അടുത്ത്. വാട്ട് ഈസ് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ? എന്താണ് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് ചോദിക്കാം. ഈ എന്താ അഗ്രികൾച്ചറൽ ഓഫീസറിനോട് ക്രോപ്പ് മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത്. അല്ലാണ്ട് സാറ് വല്ലതും കഴിച്ചോ, എന്നോട് ചോദിക്കുന്ന പോലെ ചായ കുടിച്ചോ, സാറ് വല്ലതും കഴിച്ചോ, മുടി വെട്ടിയിലോ, സുന്ദരനായില്ലോ എന്നൊക്കെ അഗ്രികൾച്ചറൽ ഓഫീസറിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ? അപ്പോ ക്രോപ്പ് മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്ത് ചെയ്യാൻ? അവരോട് ചോദിക്കാൻ. അപ്പൊ എന്തൊക്കെ എഴുതാം നമുക്ക്? വാട്ട് ഈസ് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ? ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ക്യാൻ വി പ്രിപ്പയർ എ ബയോപെസ്റ്റിസൈഡ്? ഹായ് ആഷിഷ് സർ, ഹായ് ഹലോ. ഹൗ ക്യാൻ വി പ്രിപ്പയർ എ ബയോപെസ്റ്റിസൈഡ്? ബയോപെസ്റ്റിസൈഡ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? വാട്ട് ആർ ബയോപെസ്റ്റിസൈഡ്? എന്താണ് ബയോപെസ്റ്റിസൈഡ്? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീഡ്സ്? യെസ്, ചോദിക്കാം. അങ്ങനെ ചോദിക്കാം. വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീഡ് എന്ന് ചോദിക്കാം. കറക്റ്റ് ആണ് അന്നാറോസ്. പിന്നെ വാട്ട് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസ് യു യൂസ് ഇൻ പ്ലാന്റ്സ്? ചോദിക്കാം. ആൻഡ്രിയ ചോദിക്കാം. അങ്ങനെ ചോദിക്കാം. പിന്നെ വിച്ച് ക്രോപ്പ് വിൽ അഫക്ട് ദ ഡിസീസ് മണ്ടരി? മണ്ടരി രോഗം ബാധിക്കുന്ന ക്രോപ്പ് ഏതാണെന്ന് ചോദിക്കാം. എന്തൊക്കെ വളങ്ങൾ ഉപയോഗിക്കാം? അത് തന്നെയാണല്ലോ ഇത്. വിച്ച് ഫെർട്ടിലൈസേഴ്സ് ക്യാൻ ബി യൂസ്ഡ്? ഹൗ ക്യാൻ വി ബെറ്റർ yield ബൈ യൂസിങ് ബയോ ഫെർട്ടിലൈസർ? എന്താണ് ബയോ ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് yield കൂട്ടാൻ പറ്റുക എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? മനസ്സിലായല്ലോ? ഹൗ ടു മെയിൻറ്റെയിൻ പ്ലാന്റ്സ്? യെസ്, ചോദിക്കാം. ഹൗ ഇസ് ടു ഡു ഗ്രാഫ്റ്റിംഗ്? ചോദിക്കാം. എങ്ങനെയാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുക? ഹായ് സാര, ഹായ് ഹലോ. യെസ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് എനി വൺ ഓഫ് ദ ബയോപെസ്റ്റിസൈഡ്. ഏതെങ്കിലും ഒരു ബയോപെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് നമുക്കറിയാലോ. മറ്റേ പുകയില കഷായം, ടൊബാക്കോ ഡെക്കോക്ഷൻ ഉണ്ടാക്കാൻ നമുക്കറിയാലോ. നമുക്ക് അത് ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ. അത് ഉണ്ടാക്കുന്ന മെത്തേഡ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കാം നമുക്ക്. ചോപ്പ് 100 gram of tobacco and soak it in 1.5 liters of water for a day. എന്താണ്? 1.5 ലിറ്റർ വെള്ളത്തില് 100 ഗ്രാം പുകയില, 100 ഗ്രാം ടൊബാക്കോ എന്ത് ചെയ്യുക? ഒരു ദിവസം മുക്കി വെക്കുക. ആൻഡ് ഫിൽട്ടർ ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞുമ്പോൾ എന്ത് ചെയ്യുക? അത് ഫിൽട്ടർ ചെയ്യുക. ഡിസോൾവ് 10 gram of washing soap in it. അതിലേക്ക് എന്ത് ചെയ്യുക? 10 gram വാഷിംഗ് സോപ്പ് ആഡ് ചെയ്യുക. Tobacco decoction is ready now. അതാണ് എന്ത്? ടൊബാക്കോ ഡിക്കോക്ഷൻ. ഡൈല്യൂട്ട് ഇറ്റ് ബൈ ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റിൽ. എന്താണ്? അതിലേക്ക് അതിന്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം? സ്പ്രേ ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ട് കേട്ടാ. ഓക്കെ, യൂട്യൂബിൽ ഈ കമന്റ് ഇട്ട് നിൽക്കുന്നത് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇടയ്ക്ക് ക്ലാസ്സും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? ആദ്യം 1.5 ലിറ്റർ വെള്ളം എടുക്കുക. അതിലേക്ക് എന്ത് ചെയ്യണം? 100 ഗ്രാം എന്താ? പുകയില അല്ലെ? ടൊബാക്കോ മുക്കി വെക്കുക ഒരു ദിവസത്തേക്ക്. ഫോർ എ ഡേ, ഒരു ദിവസം മുഴുവൻ എന്ത് ചെയ്യണം? മുക്കി വെക്കണം. ആൻഡ് ഫിൽട്ടർ ഇറ്റ്. സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിങ്ങനെ പിഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു ദിവസം കഴിഞ്ഞിട്ട് അത് സ്ക്യൂസ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഫിൽട്ടർ ചെയ്യുക. വെള്ളം മാത്രം എടുക്കുക. ഡിസോൾവ് 10 gram of വാഷിംഗ് സോപ്പ് ഇൻ ഇറ്റ്. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുക? 10 gram വാഷിംഗ് സോപ്പ് ആഡ് ചെയ്യുക. ടൊബാക്കോ ഡെക്കോക്ഷൻ ഇസ് റെഡി നൗ. അവിടെ എന്തായി? ടൊബാക്കോ ഡെക്കോക്ഷൻ റെഡിയായി. ഡൈല്യൂട്ട് ബൈ ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. 2 ലിറ്റർ വെള്ളം, 2 ഇരട്ടി ലിറ്റർ വെള്ളം എന്ത് ചെയ്യുക? കൂടുതൽ ഒഴിക്കുക. വാട്ട് ഈസ് ടൊബാക്കോ? പുകയില. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ദിയ മരിയ, ഹായ് ദിയ മരിയ. എന്നിട്ട് എന്ത് ചെയ്യുക? അത് സ്പ്രേ ചെയ്യുക. അത് പ്ലാന്റിലേക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റെഡി? പുകയില കഷായം റെഡി. ഇത് കുടിക്കാനുള്ളത് നല്ലതാണോ? നമുക്കുള്ളതാണോ? രാവിലെ എനിക്ക് കുടിക്കാനുള്ളത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാ? അല്ലാട്ടാ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ചെടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? ചെടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. റബ പറഞ്ഞു ഞാൻ 3 പേർക്ക് ഷെയർ ചെയ്തു. നല്ല കുട്ടി. ഒരാൾ 3 പേർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കുട്ടികളെ കുറേ പിള്ളേർ ഇവിടെ ഇരിക്കുന്നതല്ലേ? അപ്പൊ എനിക്ക് എത്ര വ്യൂ കിട്ടും? എത്ര പേരെന്നെ കാണും? അപ്പൊ എല്ലാവരും 3 പേർക്ക് വീതം ഷെയർ ചെയ്യും. എല്ലാവരും ഓരോ ക്ലാസ്സിലൊക്കെ പോയി പറയാറില്ലേ ഞങ്ങൾക്കൊരു മനീഷ് സാർ ഉണ്ട് എന്നൊക്കെ? ആ മനീഷ് സാർ ഉണ്ട് എന്ന് പറയുന്ന കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്ക്. എല്ലാവരും കണ്ടിട്ട് തന്നെ. അത് ശരി. സാർ ഒന്നും കൂടി കാണിച്ചു തരുമോ? എന്നാ വേഗം കണ്ടോളൂ. ഓക്കെ, ക്ലിയർ?
ഞാൻ 10 പേർക്ക് അയച്ചു. എൻ്റെ ദൈവമേ, ലോകം മുഴുവൻ എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണോ? അപ്പോ ഇത്രയും അധികം ആൾക്കാർ കാണുന്നുണ്ടോ എൻ്റെ ലൈവ്? ആ യെസ്. ആക്ടിവിറ്റി 8 നോക്കിയത് ഒരു ചേട്ടൻ നിന്ന് സ്പ്രേ ചെയ്യാണ്. ഡിയർ ഫ്രണ്ട്സ്, പെസ്റ്റ് വിൽ നോട്ട് ഡിസ്ട്രോയ് യുവർ ക്രോപ്സ് ബട്ട് വിൽ ദ സോയിൽ ബി ലിവ് ഇൻ ഫ്യൂച്ചർ. എന്താണ് ഒരാൾ പറയാണ്, എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഈ പെസ്റ്റുകളൊന്നും നിങ്ങളുടെ ക്രോപ്പ് നശിപ്പിക്കില്ല, പക്ഷേ ഭാവിയിലേക്ക് നമുക്ക് എന്ത് വേണ്ടേ, മണ്ണ് വേണ്ടേ എന്ന് ചോദിക്കുകയാണ് ചേട്ടൻ. How does the overuse of chemical pesticide and chemical fertilizers affect the soil, men and other living things? Okay. Okay. അപ്പോൾ നമ്മൾ ഒരുപാട് കെമിക്കൽ പെസ്റ്റിസൈഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മണ്ണിനെയും മനുഷ്യന്മാരെയും മറ്റ് ലിവിങ് തിങ്സിനെയും എങ്ങനെയൊക്കെയാണ് ബാധിക്കാൻ പോണേന്ന് നല്ലൊരു ചോദ്യമല്ലേ, നല്ല ചോദ്യമല്ലേ? ഇങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിലെ പ്രകൃതി സ്നേഹം വരിഞ്ഞൊഴുകണം. നിങ്ങളൊരു പ്രകൃതി സ്നേഹി അല്ലെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രകൃതി അമ്മയാണ്, പെങ്ങളാണ്, അച്ഛനാണ്, ഏട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയണം. ഞാനൊരു എന്താ പറയുക, ഭയങ്കര നേച്ചർ ലവറാണെന്ന് ടീച്ചർക്ക് തോന്നിയിട്ട് ടീച്ചർ അങ്ങനെ ഇട്ടരണം മാർക്ക്. അങ്ങനെ എന്ത് ചെയ്യണം? അജാതി പ്രകൃതി സ്നേഹമാണ് ഒഴുകേണ്ടത്. അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ? അവരുദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങനെയുള്ള ഒരു ആൻസർ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല പ്രകൃതി സ്നേഹമായിട്ട് അങ്ങോട്ട് ഒരു മറുപടി എഴുതുക. റൈറ്റ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് എ ബയോ പെസ്റ്റിസൈഡ്. അത് നമ്മൾ ഓൾറെഡി ബയോ പെസ്റ്റിസൈഡ് ഒരെണ്ണം ഉണ്ടാക്കി. ഏത്? ടൊബാക്കോ ഡെക്കോക്ഷൻ ഉണ്ടാക്കി. നെയിം എനി ടു ബയോ ഫെർട്ടിലൈസർ. അത് നമുക്കറിയാലോ. ബയോ ഫെർട്ടിലൈസർ ഏതൊക്കെയാ? കൗഡങ്ക്, ഗോഡ് ഡ്രോപ്പിംഗ്സ്, മണ്ണിര കമ്പോസ്റ്റ്, എർത്ത് വേം കമ്പോസ്റ്റ്, എല്ലാം എന്താണ് നമ്മുടെ ബയോ ഫെർട്ടിലൈസർ ആണ്. ഗ്രീൻ മാന്യൂർ. അപ്പൊ നമുക്ക് നോക്കാം കെമിക്കൽ പെസ്റ്റിസൈഡ് എങ്ങനെയാണ് ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നത്. ഫെർട്ടിലൈസേഴ്സ് ബൂസ്റ്റ് ക്രോപ്പ് yield. സംശയമൊന്നുമില്ലല്ലോ. ഫെർട്ടിലൈസർ ഇട്ട് കഴിഞ്ഞാൽ അത് കെമിക്കൽ ആണെങ്കിലും ബയോ ഫെർട്ടിലൈസർ ആണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും. അത് ഏതാണെങ്കിലും കിട്ടും അല്ലേ? ബട്ട് their excessive usage has hardened the soil. അല്ലേ? ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞ ഇല്ല. എന്ത് ചെയ്യരുത്? എക്സസീവായിട്ട് യൂസ് ചെയ്യരുത്, അത്രേ പറഞ്ഞുള്ളൂ അല്ലെ? എക്സസീവായിട്ട് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹാർഡൻ ദ സോയിൽ. എന്താണ്? സോയിൽ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും അല്ലെ? കല്ലും കട്ട പോലെ ഹാർഡൻ ആയി മാറും. റെഡ്യൂസ് ഫെർട്ടിലിറ്റി കുറയും. പൊല്യൂട്ടഡ് എയർ ആൻഡ് വാട്ടർ. എയറും വാട്ടറും പൊല്യൂട്ടഡ് ആവും. എമിറ്റഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. എന്താണ്? ഒരുപാട് പൊല്യൂഷൻ ഉള്ള, ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എമിറ്റ് ചെയ്യും. ക്രിയേറ്റിംഗ് ഹെൽത്ത് ആൻഡ് എൻവിറോൺമെന്റൽ റിസ്ക് അല്ലെ? അപ്പൊ എന്താണ്? അത് നമ്മളെല്ലാരെയും ബാധിക്കില്ലേ? അത് എന്താണ്? ഇങ്ങനത്തെ ഒരുപാട് ഹാംഫുൾ ആയത് പ്ലാന്റ്സിന് മാത്രമാണോ പ്രശ്നം? എല്ലാവർക്കും പ്രശ്നമല്ലേ? പ്ലാന്റിന് പ്രശ്നം പറ്റി കഴിഞ്ഞാൽ അത് കഴിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം, അത് കഴിക്കുന്ന ആൾക്ക് പ്രശ്നം പറ്റി കഴിഞ്ഞാൽ അതിനെ കഴിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം. മൊത്തം ഫുഡ് ചെയിൻ തകരും. 6ാം ക്ലാസ്സിൽ നമ്മളൊരു ഫുഡ് ചെയിൻ ഡിസ്ട്രോയ് ചെയ്യേണ്ട സാധനം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? നമ്മളൊരു പാടം നികത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മുടെ പ്രകൃതി സ്നേഹം ഉണരാറില്ലേ? അവിടെ പാടം നശിച്ചാൽ എൻ്റെ ചെടികൾ, എൻ്റെ കിളികൾ, എൻ്റെ തവള, എൻ്റെ പാമ്പ്. ഇത് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അതേ സാധനം തന്നെ അല്ലേ? അതേ സാധനം തന്നെ. ഓക്കെ, യെസ് സാർ കുറച്ച് സീന് പറയുന്നു. പിന്നെ വോയിസ് സാറ് ചില സമയത്ത് സ്ലോ മോഷൻ. ശരി സാർ, സ്ലോ മോഷനാണ്. ചെക്ക് ചെയ്യാം കേട്ടോ ഞങ്ങള്. ഓക്കെ, യെസ്. അപ്പൊ ഒരു ടൊബാക്കോ ഡെക്കോക്ഷന്റെ പേരാണ് എന്ത്? ഒരു ബയോ പെസ്റ്റിസൈഡിന്റെ പേരാണ് ടൊബാക്കോ ഡെക്കോക്ഷൻ. ഒരു 2 എന്തിന്റെ ബയോ ഫെർട്ടിലൈസറിന്റെ പേര് ചോദിച്ചിരുന്നു. അതിന്റെ പേരാണ് എന്ത്? എർത്ത് വേം കമ്പോസ്റ്റ് ആൻഡ് ഫിഷ് മീൽ. ഏത് വേണമെങ്കിലും എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ. Important agricultural centers are given in column A and the researches taking place there are given in column B. Match them suitably. Match ചെയ്തോളൂ. കേരള അഗ്രികൾച്ചറൽ. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? സൗണ്ട് കഴിഞ്ഞിട്ടാണോ ആക്ഷൻ കാണുന്നത്? അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്, സെറ്റ് ആണ്. ഓക്കെ, ഡൺ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എവിടെയാണ്? എന്റെയും നമ്മുടെ മെർലിന്റെ ഒക്കെ വീടിന്റെ ഭാഗത്ത് അല്ലെ? എന്റെയും മെർലിന്റെയും വീട് എവിടെയാണ്? ഞാൻ പറഞ്ഞേക്കണേ. എവിടെയാ പറഞ്ഞേക്കണേ? മനീഷ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനീഷ് സാറിന് ഓർക്കുക. മനീഷ് സാറിന്റെ വീട് എവിടെയാണെന്നുള്ളത് ഓർക്കുക.
തൃശ്ശൂർ എവിടെ? മണ്ണുത്തിയിൽ അല്ലേ? മണ്ണുത്തി എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ എന്താണ്? റിസർച്ച് ഓൺ വാരിയസ് ക്രോപ്സ്, ആനിമൽസ് ആൻഡ് ബേർഡ്സ് അല്ലെ. ഓരോ ക്രോപ്സിനെ പറ്റിയിട്ട്, ആനിമൽസിനെ പറ്റിയിട്ട്, ബേർഡ്സിനെ പറ്റിയിട്ടൊക്കെയാണ് എവിടെ റിസർച്ച് നടക്കുന്നത്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI എവിടെയാണ്? CTCRI എവിടെയാ? സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാ? കോട്ടയത്താ? തിരുവനന്തപുരത്താ? കാസർഗോഡാ? എവിടെയാ? തിരുവനന്തപുരം. സെൻട്രൽ ട്യൂബർ റിസർച്ച് എവിടെയാണ്? സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്താണ്. എന്താണ് അവിടെ നടക്കുന്നത്? ട്യൂബർ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ തന്നെ ഉണ്ടല്ലോ റിസർച്ച് ഓൺ ട്യൂബർ ക്രോപ്സിന്റെ കിഴങ്ങുവിളകളെ പറ്റിയിട്ടുള്ളത് അല്ലെ. കിഴങ്ങുവിളകളെ പറ്റിയിട്ട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? റബ്ബർ എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? കോട്ടയം. റബ്ബർ എന്ന് പറഞ്ഞാൽ കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പൊ എവിടെയാണ്? കോട്ടയത്ത്. ഡെവലപ്പ് വെറൈറ്റീസ് ഓഫ് റബ്ബറിന്റെ പല വെറൈറ്റീസിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുക. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI എവിടെയാണ്? അത് നമ്മുടെ കാസർഗോഡ്. ഓക്കെ, അവിടെ എന്താ? കോക്കനട്ട്, അരിക്കാനട്ട്, കൊക്കോ അങ്ങനെയുള്ള പ്ലാന്റേഷൻ ക്രോപ്സിന്റെ ഒക്കെ റിസർച്ച് ആണ് എവിടെ നടക്കുന്നത്? നമ്മുടെ CPCRIയിലെ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിട്ടില്ല ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ ഫംഗ്ഷനും എവിടെയാണ് സ്ഥലം എന്നുള്ളതും? നാളത്തെ ചോദ്യമാണ് കേട്ടാ. നാളെ ചോദിക്കുമ്പോ കിട്ടണം. ദി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റഡ് ഇൻ എവിടെയാണ്? കേരള അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാന്നാ പറഞ്ഞ ഞാൻ? മെർലിനെ പറഞ്ഞു കൊടുക്ക്. മണ്ണുത്തിയില് തൃശ്ശൂര് മണ്ണുത്തിയില്. അടുത്തത് The seeds received by Sonu and Meenu from their school is given below. സോനു മീനും സ്കൂളിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള സീഡുകൾ താഴെ തന്നിട്ടുണ്ട്. ടൊമാറ്റോന്റെ, ലേഡീസ് ഫിംഗറിന്റെ, പംകിന്റെ, സ്പിനാച്ചിന്റെ, ബിറ്റർ ഗോഡിന്റെ, ചില്ലിയുടെ, പീയുടെ, ബ്രിഞ്ചലിന്റെ ഒക്കെ. മണ്ണുത്തി മനീഷ് സാർ. അതെ, അങ്ങനെ പഠിച്ചാൽ മതി കേട്ടാ. മണ്ണുത്തി മനീഷ് സാർ. എന്നിട്ട് എല്ലാം കിട്ടി. മണ്ണുത്തിയിലാണ് മനീഷ് സാറിന്റെ വീടെന്ന് അറിയാം. പക്ഷെ മണ്ണുത്തിയിലുള്ള സാധനം ഏതാണെന്ന് അറിയില്ല അത്ര. എന്തുട്ട മണ്ണുത്തിയിലുള്ള KAU അങ്ങനെയും പഠിക്കണം. മണ്ണുത്തി മനീഷ് സാർ KAU അങ്ങനെ തന്നെ പഠിച്ചോട്ടെ കേട്ടാ. ഇനി അവസാനം വീട്, എന്റെ വീട് മണ്ണുത്തിയാണ്. ഏബലിന്റെ വീട് മണ്ണുത്തിയ ശരിയാ. They wrote the method of planting these seeds in their science diary. Complete the table. Seeds that are planted directly. Pumpkin. Seeds അപ്പൊ മുകളില് വേറെ എന്തോ ഡാഷ് തന്നിട്ടുണ്ട്. ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഫില്ല് ചെയ്യാം. എന്താ? ഡയറക്ട്ലി പ്ലാൻ ചെയ്തതുണ്ട്. ഏതൊക്കെയാണ്? പംകിൻ. പിന്നെ ഏതൊക്കെ അങ്ങനെ ഡയറക്ട്ലി പ്ലാൻ ചെയ്യാൻ പറ്റുക? ലേഡീസ് ഫിംഗർ, ബിറ്റർ ഗോഡ്. ഇതൊക്കെ നമുക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യാം? പ്ലാൻ ചെയ്യാം. ബാക്കിയുള്ള അതിന്റെ വിത്തുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ഇപ്പൊ പയറിന്റെ ഒരു വിത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരെണ്ണാണ്. അത് ഒരെണ്ണായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ട് കുഴിച്ചിടാം. പംകിന്റെ വിത്തും അങ്ങനെ തന്നെയാണ്, വലുതാണ് അല്ലെ. ലേഡീസ് ഫിംഗറിന്റെ അത് ഓരോന്ന് സെപ്പറേറ്റ് ആണ്. പക്ഷെ സ്പിനാച്ച്, ബ്രിഞ്ചൽ, ചില്ലി, ടൊമാറ്റോ ഇവരുടെയൊക്കെ സീഡ് കണ്ടിട്ടുണ്ടോ? ഇവരുടെയൊക്കെ സീഡ് കണ്ടിട്ടുണ്ടോ? കുറേ ഇല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യാ? വെതർ ആണ് ചെയ്യുക അല്ലെ. എന്താണ്? സോയിങ്. സീഡ്സ് ദാറ്റ് ആർ സോയിങ് എന്ത് ചെയ്യാണ്? വെതർ ആണ്, വിതയ്ക്കാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ വിതയ്ക്കുക ചെയ്യാ. ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇതിന്റെയൊക്കെ ഈ സ്പിനാച്ച് എന്ന് പറഞ്ഞ എന്താ? ചീരയുടെ ഒരു വിത്ത് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ? ഒരു വിത്തിന്റെ ചീരയുടെ വിത്ത് കണ്ടിട്ടുണ്ടാ? മണല് പോലെയൊക്കെ എടുക്കണം അല്ലെ. അതിന് എങ്ങനെയാ ഒരെണ്ണായിട്ട് എടുക്കാൻ പറ്റുക? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? അതിങ്ങനെ വെതറും. അപ്പൊ സോയിങ് ചെയ്തിട്ടില്ലേ? വിതച്ചിട്ട് അല്ലെങ്കിൽ പ്ലാന്റഡ് ഇൻഡയറക്ട്ലി, എന്ത് വേണമെങ്കിലും പറയും. ഇൻഡയറക്ട്ലി എന്നുള്ളതിനെക്കാട്ടിലും സോയിങ്. സ്പിനാച്ച്, ബ്രിഞ്ചൽ, ചില്ലി, ടൊമാറ്റോ ഒക്കെ അങ്ങനെയാണ് നമ്മൾ വിതയ്ക്കുക. മീനു ഗോട്ട് എ ബെറ്റർ yield than സോനു. മീനുവിന് എന്താണ്? സോനുവിനെക്കാട്ടിലും നല്ല എന്ത് കിട്ടി? yield കിട്ടി. റൈറ്റ് എനി 2 factors that might have helped Meenu in getting better yield. എന്തുകൊണ്ടാണ് നല്ല സാധനങ്ങൾ, നല്ല മണ്ണും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ബെറ്റർ yield കിട്ടാൻ സഹായിച്ച കാര്യങ്ങൾ? അപ്പൊ ചോദ്യം നമ്മൾ പഠിച്ചതാണല്ലേ. ബെറ്റർ yield കിട്ടാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളത് നമ്മൾ പോയിന്റ് ആയിട്ട് പഠിച്ചതാണ്. എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ്? എന്തൊക്കെയാണ്? ക്ലൈമറ്റ്,
proper irrigation, favorable climate, fertile soil important, quality seeds നല്ല quality ഉള്ള seeds ആയിരിക്കണം, planting materials നല്ലതായിരിക്കണം, pesticide proper use of pesticideകൾ, proper use of biofertilizeറുകൾ എല്ലാം ഏതിക്കൂടെ നല്ല വിളവ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. proper irrigation, fertile soil ചോദിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കും എങ്ങനത്തെ സീഡ് എടുക്കണ്ടേ മിഡിൽ അല്ലേ, ആ ലൈഫ് സ്പാന്റെ മിഡിൽ ഉണ്ടാവുന്ന ഫ്രൂട്ടിൽ നിന്നുള്ള സീഡ് എടുക്കണം. പിന്നെ ഒരുപാട് മെച്ചൂർഡ് ആയിട്ടുള്ള എടുക്കരുത്, ഒരുപാട് ഏർലി ആയിട്ട് ഉണ്ടാവുന്ന എടുക്കരുത്, നടുക്ക് നിന്നിട്ട് എടുക്കണം. പിന്നെ എന്താണ് റൈപ്പൻഡ് ആയി എടുക്കണം, റൈപ്പൻഡ് ആയിട്ടുള്ള ഫ്രൂട്ടിൽ നിന്ന് വേണം എടുക്കാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബെറ്റർ ഈൽഡ് കിട്ടും. അടുത്തത് എക്സാമിൻ ദ ഗിവൺ ടേബിൾ ഇൻഡിക്കേറ്റിംഗ് ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് 2 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്. 2 പ്ലാന്റ്സിന്റെ പെക്യൂലിയാരിറ്റി തന്നിട്ടുണ്ട്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എക്സസീവ് ആയിട്ട് യൂസ് ചെയ്താൽ സോയിൽ ഹാർഡ് ആവുമോ? ഇല്ല കേട്ടോ, സോയിൽ ഹാർഡ് ആവില്ല. ദെൻ ആദ്യത്തെ വെറൈറ്റി നോക്കിയേ, ആദ്യത്തെ പ്ലാന്റിൽ എന്താ സംഭവിക്കണേ, ലോ ഈൽഡ്, വലിയ വിളവൊന്നുമില്ല. ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, പക്ഷെ നമ്മുടെ മണ്ണിൽ അത് നന്നായി വളരുന്നുണ്ട്. ലോങ് ലൈഫ് സ്പാൻ, കുറേ നാൾ നീണ്ടു നിൽക്കും. നീഡ് ലെസ് നർച്ചറിങ്, അധികം എന്ത് ചെയ്യണ്ട, നർച്ചറിങ് ഒന്നും വേണ്ട. ഇങ്ങനെ വെറുതെ നോക്കിയില്ലെങ്കിലും ഉണ്ടാവുന്നു അല്ലേ, ഉണ്ടാവും. 3 ലിറ്റർ 2.5 2 2 ടൈംസ് അല്ലെങ്കിൽ 3 അതെന്തെങ്കിലും ആവാം. ഓക്കെ, 2 ടൈംസ് 2 or 3 ടൈംസ് എന്നിരിക്കോ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ദെൻ വെറൈറ്റി 2 എന്താണ്, ഹൈ ഈൽഡ്, നല്ല വിളവുണ്ട്. പൂവർ ഗ്രോത്ത് ഇൻ അവർ സോയിൽ, പക്ഷെ നമ്മുടെ മണ്ണിൽ അത് അങ്ങനെ വളരണില്ല. ഷോർട്ട് ലൈഫ് സ്പാൻ, വളരെ പെട്ടെന്ന് തന്നെ പൂത്ത് കായ്ച്ച് അങ്ങനെ പോവാണ്. നീഡ് മോർ നർച്ചറിങ്, പക്ഷെ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പൊ ഇതാണ് 2 വെറൈറ്റി പ്ലാന്റ്. വിച്ച് വെറൈറ്റി ക്യാൻ ബി സെലക്ടഡ് ആസ് സ്റ്റോക്ക് ആൻഡ് വിച്ച് വൺ ആസ് സിയോൺ ടു പ്രൊഡ്യൂസ് ഗുഡ് സാപ്ലിംഗ് വിത്ത് ഹൈ ഈൽഡ്? നല്ല സാപ്ലിംഗ് വിത്ത് ഹൈ ഈൽഡ് കിട്ടാൻ സിയോൺ ആയിട്ട് ഏതെടുക്കണം, സ്റ്റോക്ക് ആയിട്ട് ഏതെടുക്കണം? സിയോണും സ്റ്റോക്കും നമ്മൾ പഠിച്ചത് എവിടെയാണത്? ഗ്രാഫ്റ്റിംഗിലും ബഡ്ഡിങ്ങിലുമാണ് നമ്മൾ അത് പഠിച്ചത് അല്ലേ? ഗ്രാഫ്റ്റിംഗിലും ബഡ്ഡിങ്ങിലുമാണ് പഠിച്ചത്. റൂട്ട് അടക്കം നമ്മൾ എടുക്കുന്നതിനെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുക. സിയോൺ എന്ന് പറഞ്ഞാൽ എന്താ, കട്ട് ചെയ്തെടുക്കുന്ന ബഡിനെ അല്ലെങ്കിൽ ആ സ്റ്റെമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സിയോൺ എന്ന് വിളിക്കുന്നത്. ആ കട്ട് ചെയ്തെടുക്കുന്ന സാധനമാണ് എന്ത്, സിയോൺ. ഏത് സാധനത്തിനെയാണോ കൊണ്ടുവന്ന് വെക്കുന്നത് അതാണ് എന്ത്, സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ഇവിടുത്തെ സിയോൺ, ഏതാണ് സ്റ്റോക്ക്? പറഞ്ഞോ, സിയോണും സ്റ്റോക്കും ഏതായിരിക്കും? ഇവൻ സിയോൺ ആണ്. സോറി ഇവനാണ് സ്റ്റോക്ക്. ഇവനാണ് എന്ത്, അവിടത്തെ സ്റ്റോക്ക്. കാരണം എന്താ, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ റൂട്ടാണ്, റൂട്ട് സ്റ്റോക്ക് ആണ്. അത് നമ്മുടെ മണ്ണിൽ നന്നായി വളരണ്ടേ, നമ്മുടെ മണ്ണിൽ നന്നായി വളരുന്ന ആളിനല്ലേ അവിടെ നമ്മൾ നോക്കേണ്ടത് അല്ലേ? അവനെ നമ്മൾ എന്താക്കി എടുക്കണം, റൂട്ട് സ്റ്റോക്ക് ആക്കിയിട്ട് എടുക്കണം. അവനെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആക്കി എടുക്കണം. കാരണം എന്താ, റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നല്ല കിടിലനായിട്ട് വളരണം. കിടിലനായിട്ട് വളരണമെങ്കിൽ എന്താവണം, അവൻ നമ്മുടെ മണ്ണിൽ ആക്റ്റീവ് ഗ്രോ ചെയ്യുന്ന ആളായിരിക്കണം. അതുകൊണ്ട് അവനെ നമ്മൾ എന്താക്കി എടുത്തു, റൂട്ട് സ്റ്റോക്ക് ആക്കി എടുത്തു. ഇനി നമുക്ക് കിട്ടേണ്ടത് ഹൈ ഈൽഡ് ആണ്. ഹൈ ഈൽഡ് വേണം, ഷോർട്ട് ലൈഫ് സ്പാനും വേണം. അങ്ങനെയാണെങ്കിൽ മുകളിൽ വന്നുണ്ടാവേണ്ടത് എന്താ, ഹൈ ഈൽഡ് അല്ലേ? അപ്പൊ അതിനെ നമ്മൾ എന്താക്കി എടുത്തു, സിയോൺ ആക്കി എടുത്തു. അതിനെ നമ്മൾ എന്താക്കി മാറ്റി, സിയോൺ ആക്കി എടുത്തു. നിങ്ങൾക്ക് അതിന്റെ പിന്നിലുള്ള ലോജിക്ക് മനസ്സിലായ? റൂട്ട് സ്റ്റോക്ക് നന്നാവണം അല്ലേ, നമ്മുടെ റൂട്ട് നന്നാവണം. റൂട്ട് നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മണ്ണിൽ വളരുന്ന സാധനം വേണം റൂട്ടാക്കി എടുക്കണമെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വെറൈറ്റി 1 റൂട്ട് സ്റ്റോക്ക് ആക്കി എടുത്തു. വെറൈറ്റി 2 ആണ് ഹൈ ഈൽഡ് തരുന്നത്, ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. അതാണ് നമ്മുടെ ആഗ്രഹം, അത് നമ്മുടെ ആഗ്രഹത്തിൽ പെട്ടതാണ്. അപ്പൊ ആ ആഗ്രഹം സാധിക്കാൻ നമ്മൾ അത് എന്താക്കി മാറ്റി, സിയോൺ ആക്കി മാറ്റി. അഫ്രീന കമന്റ് ചെയ്യാട്ടാ, സാർ ഐ കാൺ ഹിയർ യുവർ വോയിസ്. ഒട്ടും കേൾക്കുന്നില്ലേ? വേറെ ആർക്കെങ്കിലും ഈ ഇഷ്യൂസ് ഉണ്ടോ? പറയണത് ഓഡിബിൾ അല്ലേ, കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അഫ്രീന എന്ന് നെറ്റ്വർക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. ഡൗട്ട്സ് ഉള്ളവര് കമന്റ് ചെയ്യുക. വാട്ട് ആർ ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ടു പ്രൊഡ്യൂസ് ഗുഡ് സാപ്ലിംഗ് വിത്ത് ഹൈ ഈൽഡ്? ഗുഡ് സാപ്ലിംഗ് വിത്ത് ഹൈ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളൊക്കെ ഏതൊക്കെയാ? എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ? ഹൈബ്രിഡൈസേഷൻ അതൊരു ടെക്നിക്കാണ്. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ് എല്ലാം എഴുതാം അല്ലെ? ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ് ഇതൊക്കെ എന്താണ്? ഗുഡ് സാപ്ലിംഗ് വിത്ത് ഹൈ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ്. ഓക്കെ സാർ,
ഹോം മെയ്ഡ് ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റുമോ? എന്ത് ഹൈഡ്രജനോ? ഇല്ല കേട്ടോ. പറ്റുമൊക്കെ ചെയ്യും, പക്ഷെ നമുക്കില്ല. Group the following varieties of seeds suitably. Annapurna, Bhagyalakshmi, Anugraha, Anamika, Jwalamukhi, Kiran, Lola, Hraswa. എന്തൊക്കെ ഏതൊക്കെ നമ്മൾ ഒരുപാട് ഹൈബ്രിഡ് സീഡുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് അറിയണ്ടേ? വേഗം കമന്റ് ചെയ്തോ. അന്നപൂർണ എന്താണ്? അന്നപൂർണ ഏത് വെറൈറ്റിയാ? പറ. അനുഗ്രഹ ഈസ് മൈ അന്നപൂർണ പാഡി ആണല്ലേ? പാഡിയാണ് അന്നപൂർണ പാഡി. ഭാഗ്യലക്ഷ്മി ഏതാണ് ഭാഗ്യലക്ഷ്മി? ഉറപ്പാണോ? പി ആണോ? പയറാണോ? പയറല്ലേ? ഉറപ്പല്ലേ? യെസ്. അപ്പോ ഭാഗ്യലക്ഷ്മി ഏതാണ്? പയറാണല്ലേ ഭാഗ്യലക്ഷ്മിയാണ് ഏത്? പയറ് പി. അടുത്തത് അനുഗ്രഹ ഏതാ? നല്ലൊരു അനുഗ്രഹമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനുഗ്രഹ ഏതാ? ചില്ലിയാണോ? ചില്ലി ആണോ? ചേടാ, അനുഗ്രഹ ഏതാ? നിങ്ങൾ പറ. ചില്ലി, ബ്രിഞ്ചൽ, ബിറ്റർ ഗോഡ്. അത് ശരി. അനാമിക ഏതാ? അനാമിക ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ, പല പേരുകളാണ് വരുന്നത്. അനുഗ്രഹം ഞാൻ അവിടെ മാറ്റി വെച്ചേക്കാട്ടാ, നിങ്ങൾ പറയുമെന്നറിയാൻ വേണ്ടിയിട്ട്. ഏതാ അനാമിക? പോട്ടെ. ജ്വാലാമുഖി അതെനിക്ക് അറിയാം, അത് നിങ്ങൾ പറയുന്നു. ജ്വാലാമുഖി ഏതാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏതാ? അത് ചില്ലിയാണ് അല്ലേ? തീ പോലെയാണ്, ജ്വാല പോലെയാണ്, ചില്ലിയാണ്. ഇനി അത് കഴിഞ്ഞാൽ കിരൺ ഏതാണ്? കിരൺ ലേഡീസ് ഫിംഗർ. ഉറപ്പിച്ചാ? ബിറ്റർ ഗോഡ് ലേഡീസ് ഫിംഗർ. കിരൺ ഏതാ? കിരൺ ലേഡീസ് ഫിംഗർ. ഇനി ലോല ഏതാണ്? ലോല ലോലയും ലേഡീസ് ഫിംഗർ ആണോ? പി ആണോ? കോക്കനട്ട് ആണോ? ഏതാണ്? പി ആണോ? ബ്രിഞ്ചല, കോക്കനട്ടാ? നിങ്ങൾ പറ. ഇത് ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി പോണ്ടു. ഇത് സെറ്റ് ചെയ്തിട്ട് പോണ്ടൂട്ടാ മനീഷ് സാർ. ഞാനല്ല എന്തായാലും. പയറല്ലേ? ലോല പയറാണോ? ആണോ സാർ? കമന്റ്. പയറാണ്. അടുത്തത് ഹ്രസ്വ ഏതാ? ഹ്രസ്വ നോക്കട്ടെ നിങ്ങളുടെ കമന്റ്. പാഡി അല്ലേ? പാഡിയാണ്, കറക്റ്റാണ്, പാഡിയാണ്. ഓക്കെ. അപ്പോൾ ഓരോ ഐറ്റമും ഇതെന്താണ് സാർ ഇത്? ഓരോ ഐറ്റവും അതിന്റെ ഹൈബ്രിഡ് സീഡും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കറക്റ്റായിട്ട് പഠിച്ചിട്ട് പൊക്കോളൂ കേട്ടാ. കറക്റ്റായിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവാ. ടെക്സ്റ്റ് ബുക്കിലുള്ളത് എന്ത് ചെയ്യാ? കറക്റ്റായിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ. ഓരോ ഹൈബ്രിഡ് സീഡും അതിന്റെ വെറൈറ്റികളും. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ടു ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് ആർ ഗിവൻ ബിലോ. 2 ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് ഇവിടെ തന്നിട്ടുണ്ട്. മെത്തേഡ് 1 എന്താണ്? മേക്സ് ഇറ്റ് ഓൺ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഫ്രം എ സുപ്പീരിയർ പ്ലാന്റ്. എന്താണ്? ഒരു സുപ്പീരിയർ പ്ലാന്റിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒരു പ്ലാന്റിംഗ് അതിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അടുത്തത് പിന്നെ മെത്തേഡ് 2 എന്താ പറയണേ? The bud of a plant bearing quality fruit is embedded onto the branch of an indigenous one of the same species. ഒരു പ്ലാന്റിന്റെ ബഡ് എടുത്തിട്ട് അതേ സ്പീഷീസിലുള്ള വേറൊരു പ്ലാന്റിന്റെ ബ്രാഞ്ചിൽ കൊണ്ടുവെക്കുന്നു. 2 തന്നിട്ടുണ്ട്. അനാമിക പറഞ്ഞില്ലേ? അനാമിക ലേഡീസ് ഫിംഗർ ട്ടാ.
അനാമിക എന്താണ്? ലേഡീസ് ഫിംഗർ ആണ്. ലേഡീസ് ഫിംഗർ. ഓക്കെ. മെത്തേഡ് 1 and 2 ആർ വിച്ച് ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്? ഏതാണ് മെത്തേഡ് 1ഉം 2 എന്നും പറയുന്നത്? ഏതാ മെത്തേഡ് 1 എന്ന് പറഞ്ഞ ഏതാ? സുപ്പീരിയർ പ്ലാന്റിൽ നിന്ന് ഓൺ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നു. ഒരെണ്ണമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതാ? ലെയറിംഗ് അല്ലേ? ഏതാണ്? ലെയറിംഗ് ആണ്. മദർ പ്ലാന്റിൽ നിന്ന് അതേ സാധനം എടുക്കുന്നു, ലെയറിംഗ്. അടുത്തത് ബഡാണ് എടുക്കുന്നത്. അപ്പൊ ഏതാ? ബഡ്ഡിംഗ് ആണ് അല്ലേ? ബഡ്ഡിംഗ് ആണ്. സുപ്പീരിയർ പ്ലാന്റിൽ നിന്ന് നമ്മൾ ഓൺ പ്ലാന്റ് മെറ്റീരിയൽ, അതാണ് അതിന്റെ സ്വന്തം, അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് പറയണത് അല്ലെ, അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് പറഞ്ഞത്? അനുഗ്രഹ ചില്ലി. ഓക്കെ. ദെൻ റൈറ്റ് 1 അഡ്വാൻറ്റേജസ് ഓഫ് ലെയറിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. ലെയറിംഗിന്റെയും ഗ്രാഫ്റ്റിംഗിന്റെയും അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞിട്ടുള്ളത്. ലെയറിംഗിന്റെ അഡ്വാൻറ്റേജ് എടുത്തേക്കണു. ലെയറിംഗ് ഈസ് പോസിബിൾ ഇൻ മെനി പ്ലാന്റ്സ്. ഒരുപാട് പ്ലാന്റുകളിൽ ലെയറിംഗ് ചെയ്യാൻ പറ്റും. സാപ്ലിംഗ് വിത്ത് ദ ക്വാളിറ്റീസ് ഓഫ് ദ പാരന്റ് പ്ലാന്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഗീവ്സ് ഏർലി yield. എന്തൊക്കെയാണ്? പാരന്റിന്റെ അതേ ക്വാളിറ്റിയുള്ള പ്ലാന്റിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്ലാന്റിങ്ങുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗീവ് ഏർലി yield അല്ലെ, പെട്ടെന്ന് തന്നെ വിളവുകൾ കിട്ടും. ലെയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിളവുകൾ കിട്ടും. മെനി സാപ്ലിംഗ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഷോർട്ട് പീരീഡ്. വളരെ ചെറിയ പീരീഡിനുള്ളിൽ ഒരുപാട് സാപ്ലിംഗ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് സാപ്ലിങ്ങുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗ്രാഫ്റ്റിംഗിന്റെ മെച്ചം എന്തൊക്കെയാ? ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്. പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യും, ഫ്രൂട്ട് ചെയ്യും. റിക്വയർ ലിറ്റിൽ കെയർ. വളരെ കുറവ് കെയർ കൊടുത്താൽ മതി. ഗ്രാഫ്റ്റഡ് സീഡ്ലിങ്സ് ആർ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ. നമ്മുടെ സോയിലിൽ നന്നായി വളരും. ഫ്രൂട്ട് വിൽ ഹാവ് ദ ക്വാളിറ്റി ഓഫ് സിയോൺ. സിയോണിന്റെ അതേ ക്വാളിറ്റി ആയിട്ട് ആണ് ഉണ്ടാവുക. സിയോണിന്റെ അതേ ക്വാളിറ്റിയാണ് ഫ്രൂട്ടിന് ഉണ്ടാവുക. റൈറ്റ് ദ നെയിം ഓഫ് എനി ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് പാഡി. പാഡിയുടെ വെറൈറ്റികൾ നമുക്കറിയാം. പവിത്ര, അന്നപൂർണ്ണ. നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ടെണ്ണം പവിത്രയും അന്നപൂർണ്ണയുമാണ്. അത് അതുപോലെ തന്നെ എഴുതുക. ഓക്കെ. യെസ്. Then ഭാഗ്യലക്ഷ്മി ഏതാണ്? പയറല്ലേ? Some of the things that is to be done on a flower that needs to be artificially pollinated for hybridization are given. Find its reason and complete the table. ഓരോ കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ റീസൺ ആണ് ഇപ്പുറത്ത് ചോദിച്ചിട്ടുള്ളത്. റിമൂവ് ദ സ്റ്റാമൻ ഫ്രം ദ ഫ്ലവർ ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്ന ഫ്ലവറിൽ നിന്ന് സ്റ്റാമൻ റിമൂവ് ചെയ്ത് കളയുന്നു. അതൊന്നാമത്തെ കാര്യം. ദ ഫ്ലവർ ഈസ് റാപ്ഡ് ആഫ്റ്റർ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഫ്ലവർ നമ്മൾ പൊതിഞ്ഞു വെക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. ഇനി ഇതിന്റെ റീസൺ ആണ് അറിയേണ്ടത്. എന്താണ്? സ്റ്റാമൻ മുറിച്ച് കളയുന്നതിന്റെ റീസൺ ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ ഫ്രം ദ സെയിം പ്ലാന്റ്. ആ സെയിം പ്ലാന്റിൽ നിന്ന് എന്തുണ്ടാവാതിരിക്കാൻ? സെൽഫ് പോളിനേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടു പ്രിവെന്റ് ദ സെൽഫ് പോളിനേഷൻ അല്ലേ? ടു പ്രിവെന്റ് ദി സെൽഫ് പോളിനേഷൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് സ്റ്റാമൻ അവിടെ കട്ട് ചെയ്ത് കളയുന്നത്. അത് കഴിഞ്ഞാൽ ഫ്ലവർ ഈസ് റാപ്ഡ് ആഫ്റ്റർ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ശേഷം പൊതിഞ്ഞു വെക്കാൻ കാരണം എന്താ? ടു പ്രിവെന്റ് ദ റീച്ചിങ് ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം അതർ പ്ലാന്റ്. മറ്റേത് അവനവന്റെ ആണെങ്കിൽ ഇതെന്താ? വേറൊരാളുടെ എന്ത് വരാതിരിക്കാൻ? പോളിനേഷൻ നടക്കാതിരിക്കാൻ. സ്റ്റാമൻ കട്ട് ചെയ്തത് സെൽഫ് പോളിനേഷൻ ഉണ്ടാവാതിരിക്കാൻ. സെൽഫ് പോളിനേഷൻ ആണ്. മറ്റേതോ റീച്ചിങ് ഓഫ് ഗ്രെയിൻ ഫ്രം അതർ പ്ലാന്റ്. വേറെ പ്ലാന്റിൽ നിന്ന് എന്ത് വരാതിരിക്കാൻ? പോളൻ ഗ്രെയിനുകൾ വന്ന് പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഫ്ലവർ നമ്മൾ പൊതിഞ്ഞു വെക്കുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? മനസ്സിലായല്ലോ? യെസ്. വെൻ ഷുഡ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഡൺ? വൈ? എപ്പോഴാണ് ചെയ്യേണ്ടത്? ആസ് സൂൺ ആസ് ദ ഫ്ലവർ ബ്ലൂംസ്. ഫ്ലവർ വിരിഞ്ഞ അപ്പം തന്നെ എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തണം. അല്ലാണ്ട് അതൊക്കെ വിരിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമുണ്ടാ? വിരിഞ്ഞ അപ്പം തന്നെ ചെയ്യണം. കാരണം എന്താ? അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടന്നാലോ, ആ ഫ്ലവറിൽ നിന്ന് തന്നെ എന്തുണ്ടായാലോ? പോളിനേഷൻ നടന്നാലോ. അതുകൊണ്ട് ഫ്ലവർ ബ്ലൂം ചെയ്ത് അപ്പം തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തണം. അതർവൈസ് പോളിനേറ്റേഴ്സ് മേ പോളിനേറ്റ് ദ ഫ്ലവർ ഫ്രം ഫ്ലവേഴ്സ് വി ഡോണ്ട് ഇന്റന്റ്. നമ്മുടെ ഇഷ്ടത്തിന് ചിന്തിക്കാത്ത ഫ്ലവേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ പോളൻ ഗ്രെയിൻസ് വല്ല പോളിനേറ്റേഴ്സ് വന്ന് ഇതിന് ഇട്ട് കൊടുക്കും. അവിടെ പോളിനേഷൻ നടക്കും. അതുകൊണ്ട് എന്താണ്? വേഗം തന്നെ ബ്ലൂം ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തണം. അല്ലാച്ചെങ്കിൽ വേറെ പോളിനേറ്റേഴ്സ് നമ്മളെ ഇന്റൻഷൻ ഇല്ലാത്ത ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻസ് ചിലപ്പോൾ ഇവിടെ കൊണ്ടുവന്നിടാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് എനി ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് ലേഡീസ് ഫിംഗർ. സൽകീർത്തി, പവിത്ര, ഉജ്വല, ജ്യോതിക. ഏതാണ് ലേഡീസ് ഫിംഗറിന്റെ? സൽകീർത്തി ആണല്ലേ? സൽകീർത്തി.
അടുത്തത് check the table given below, give appropriate heading to the columns, add more examples to each category. Yes, live ആണോ എന്ന് പിന്നെയും ചോദിക്കണ്ടില്ല. ലൈവ് ആണ്. Plants and plant parts where vegetative propagation take place. Plants in which sexual reproduction takes place. പിന്നെ ഒരു ഡാഷ്. ഓക്കെ, നാളത്തെ പരീക്ഷയ്ക്ക് വരാനുള്ള ചോദ്യമാണ് കേട്ടാ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്ന പ്ലാന്റ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന പ്ലാന്റ്, പിന്നെ ഇപ്പുറത്ത് എന്തായിരിക്കും? ബോത്ത്, രണ്ടുമില്ലേ? സെക്ഷുവൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും നടക്കുന്ന പ്ലാന്റുകൾ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചില പ്ലാന്റുകളിൽ രണ്ടും ഉണ്ട്. സീഡ് വഴിക്കും, രണ്ട് സീഡ് ഫോം ചെയ്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റും. ഇതേപോലെ കമ്പ് ഒടിച്ചിട്ട് ഇല കുഴിച്ചിട്ടിട്ട് റൂട്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും. എക്സ്പ്ലെയിൻ വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇതാരാണ് സാർ ഈ ഇരുന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാര്? നമ്മുടെ പിള്ളേരാ? ഒന്ന് നോക്കിയേ അസായയുടെ ഏറ്റവും തുടക്കം എവിടെ നിന്നാണെന്ന്. ഓക്കെ, എന്താണ്? ബ്രയോഫില്ലം ലീഫിൽ നിന്നാണ് അല്ലെ. ബ്രയോഫില്ലത്തിന്റെ ലീഫ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഇതേപോലെ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. റോസിന് സ്റ്റെമ്മ് കമ്പ് കുത്തിയിട്ടാണ് റോസ് ഉണ്ടാക്കാൻ പറ്റുക. ജിഞ്ചർ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ്. ജിഞ്ചർ എന്താണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് യൂസ് ചെയ്തിട്ടാണ്. അടുത്തത് മറ്റേ നമ്മുടെ വിത്ത് ഉപയോഗിച്ചിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി ഏതൊക്കെയാ? ലേഡീസ് ഫിംഗർ, പാഡി, പംകിൻ ഒക്കെ എന്താണ്? മറ്റേ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴിക്ക്, സീഡ് വഴിക്കാണ് അല്ലേ. ഇനി രണ്ടും പറ്റുന്നത് മുരിങ്ങ, ശീമക്കൊന്ന, കറി ലീഫ്, ഇതിലൊക്കെ എന്തും പറ്റും? രണ്ടും പറ്റും അല്ലെ. മുരിങ്ങ, ശീമക്കൊന്ന, കനകാംബരം, ഇതിലൊക്കെ എന്ത് പറ്റും? രണ്ടും. സെക്ഷുവൽ റീപ്രൊഡക്ഷനും പറ്റും, അതേപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും പറ്റും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും പറ്റും. അടുത്തത് എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിംഗ് ന്യൂ സീഡ്ലിംഗ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് പ്ലാന്റ് സച്ച് ആസ് റൂട്ട്, സ്റ്റെം, ലീവ്സ് ആൻഡ് റൈസോംസ്. This is a sexual reproduction. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്? പ്രൊഡ്യൂസിങ് ന്യൂ സീഡ്ലിംഗ്, പുതിയ തൈകൾ. സാർ പുതിയ സീഡ്ലിങ്സ് ഉണ്ടാക്കുന്ന സമയത്ത്, പുതിയ സീഡ്ലിംഗ് ഉണ്ടാക്കുകയാണ് വെജിറ്റേറ്റീവ് പാർട്സ് ഉപയോഗിച്ച്. പുതിയ സീഡ്ലിങ്സ് ഉണ്ടാക്കുക. ഏതൊക്കെയാണ് ആ വെജിറ്റേറ്റീവ് പാർട്ട്? റൂട്ടോ, സ്റ്റെമ്മോ, ലീവ്സോ, റൈസോമോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കാണ്? പുതിയ പ്ലാന്റുകൾ, പുതിയ സാപ്ലിങ്സുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. എന്താ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? അതെന്ന് പറയുന്ന സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സീഡ്ലിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സീഡ്സ്. അതിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നു? ആ ഉണ്ടായ സീഡിൽ നിന്ന് നമ്മൾ പുതിയ തൈനെ ഉണ്ടാക്കുന്നു. അപ്പൊ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും ക്ലിയർ ആയല്ലോ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ പറയുന്ന വേറെ പേരാണ് എന്ത്? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഒന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ മറ്റേത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? സാറ് ഹാപ്പി അല്ലേ? നിങ്ങൾ നാളെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ചാൽ ഞാൻ ഹാപ്പി ആവൂട്ടാ. അടുത്തത് Appu cultivated pulses. Bhagyalakshmi hybrid seed was used for planting. However, the yield decreased. Write any two things that could cause it. പാവ അപ്പു എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഭാഗ്യലക്ഷ്മി ഒക്കെ കൊണ്ട് കൃഷി ചെയ്യാന്ന് വിചാരിച്ചു ചെന്നു. ഭാഗ്യലക്ഷ്മി ഒരു ഹൈബ്രിഡ് സീഡാണല്ലോ, ഹൈബ്രിഡൈസേഷൻ വഴിക്ക് കിട്ടിയതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതായിരിക്കും. പക്ഷെ വലിയ മെച്ചൊന്നും ഉണ്ടായില്ല. കാരണം എന്തായിരിക്കും? റൈസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെ പറയുന്ന വേറെ പേരാണ് എന്ത്? റൈസോം ട്ടോ. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് പഠിച്ചിട്ടില്ലേ? അതിന്റെ വേറെ പേരാണ് റൈസോം. എന്തുകൊണ്ടായിരിക്കും വലിയ ഈൽഡ് ഒന്നും കിട്ടാഞ്ഞത്? എന്തുകൊണ്ടും ആയിക്കൂടെ കുറെ കാരണങ്ങൾ. നമുക്ക് ഈൽഡ് കിട്ടാനുള്ള കാരണങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഫേവറബിൾ ക്ലൈമറ്റ്, ഫെർട്ടൈൽ സോയില്. ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ? അത്ര തന്നെയുള്ളൂ. വൈൽ സെലക്ടിങ് സീഡ്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ദ പ്ലാന്റ്, ഫ്രൂട്ട് ആൻഡ് സീഡ് ടു ബി കൺസിഡർഡ്? സീഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നോക്കാം. സോയിൽ മേ ബി ലെസ് ഫെർട്ടൈൽ. എന്തുകൊണ്ട് വിളവ് കുറഞ്ഞു കിട്ടി? സോയിൽ ലെസ് ഫെർട്ടൈൽ ആയിരുന്നിരിക്കാം. സ്കേഴ്സിറ്റി ഓഫ് സൺലൈറ്റ്, സ്യൂട്ടബിൾ ക്ലൈമറ്റ് ഇല്ല, സൺലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നിരിക്കില്ല. നോ കൺട്രോളിംഗ് പെസ്റ്റ് ആൻഡ് വീഡ്സിൽ എന്താണ്? പെസ്റ്റിനെയും വീഡിനെയും ഒന്നും കൺട്രോൾ ചെയ്തിട്ടുണ്ടാവില്ല. നോ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. നോ പ്രോപ്പർ ഇറിഗേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ എഴുതി വെച്ചൂടെ? എഴുതി വെക്കാം. ഇനി സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്ലാന്റ് എങ്ങനെയായിരിക്കണം? ഹൈ yielding ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം.
നല്ല വിളവ് തരുന്ന ഹെൽത്തി പ്ലാന്റിൽ നിന്ന് വേണം എന്തെടുക്കാൻ, സീഡ് സെലക്ട് ചെയ്യാൻ. ഫ്രൂട്ട്സ് എന്തായിരിക്കണം? ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ ആൻഡ് ഫുള്ളി റൈപ്പൻഡ് അല്ലെ, പ്ലാന്റിന്റെ ലൈഫ് സ്പാനിന്റെ ഏതാണ്ട് നടുക്ക് എത്തിയിട്ടുണ്ടാവുന്ന ഫ്രൂട്ട്. അതും എങ്ങനത്തെ ഫ്രൂട്ട്? നല്ല പഴുത്ത റൈപ്പൻ ആയിട്ടുള്ള ഫ്രൂട്ട് വേണം സെലക്ട് ചെയ്യാൻ. സീഡ് എങ്ങനെയായിരിക്കണം? നോർമൽ സൈസും നോർമൽ വെയിറ്റ് ഉള്ള സീഡ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ. ഇത്രയും ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് കിട്ടും. നല്ല വിത്താണ് അത് അല്ലെ, നല്ല വിത്താണ്. ഹൈ ഈൽഡിങ് ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം. പിന്നെ ഫ്രൂട്ട് എങ്ങനെയായിരിക്കണം? ഫുള്ളി മെച്ചുവേർഡ്, ഫുള്ളി റൈപ്പൻഡ് ആയിട്ടുള്ള പ്ലാന്റിന്റെ ലൈഫ് സ്പാനിന്റെ മിഡിൽ ഉണ്ടായിട്ടുള്ള ഫ്രൂട്ട്സിൽ നിന്ന് വേണം എന്തെടുക്കാൻ, നമ്മൾ സീഡ് എടുക്കാൻ. പിന്നെ സീഡ് എങ്ങനെയുള്ളതായിരിക്കണം? നോർമൽ വെയിറ്റും നോർമൽ സൈസും ഒക്കെയുള്ള സീഡ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. Okay. The merits and demerits of organic and chemical fertilizers are tabulated below. Organic fertilizer-ന്റെയും chemical fertilizers-ന്റെയും എന്ത് മെറിറ്റും ഡീമെറിറ്റും തന്നിട്ടുണ്ട്. അൺഡാമേജ്ഡ് സീഡ് കോട്ട്. യെസ്, സീഡ് കോട്ട് ഡാമേജ് ആയിട്ടുള്ളത് എടുത്തിട്ട് കാര്യമില്ല, അൺഡാമേജ്ഡ് ആയിട്ടുള്ള സീഡ് കോട്ട് വേണം എടുക്കാൻ. ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ ഗുണങ്ങൾ ഒരു സ്ഥലത്ത്, കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് വേറെ സ്ഥലത്ത്. മെറിറ്റും ഡീമെറിറ്റും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. Analyze the information in the table and write what stand should we follow in the selection of fertilizer. ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് എന്ത്, നിങ്ങളാണെങ്കിൽ ഇതിൽ എങ്ങനെ സെലക്ട് ചെയ്യും, ഫെർട്ടിലൈസർ നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ബോത്ത് ഓർഗാനിക് ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസർ ഹാവ് ദെയർ ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്. ആ ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ്. എന്താണ്? ഓർഗാനിക് ഫെർട്ടിലൈസർ ആണെങ്കിലും കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഈ പറയുന്ന ഓർഗാനിക് ഫെർട്ടിലൈസറിന് ദോഷമല്ലേ? കാരണം ഒരുപാട് വേണത്, ഹയർ ക്വാണ്ടിറ്റിയിൽ ഇത് ഉണ്ടാവണ്ടേ, അതൊരു ദോഷമല്ലേ? നമ്മളെ സംബന്ധിച്ച് കുറച്ച് കിട്ടി കഴിഞ്ഞാലല്ലേ നമുക്ക് നല്ലത്, ഇത് കുറേ ഉണ്ടാക്കണം. പിന്നെ സിംഗിൾ കമ്പോണന്റ് ആയിട്ട് കിട്ടില്ല, അതൊക്കെ എന്താണ്? ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ ദോഷങ്ങളാണ്. അപ്പൊ രണ്ടിനും ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് സെലക്ട് ചെയ്യണം? സോ മിക്സഡ് ഫാമിംഗ് ഈസ് പ്രിഫേർഡ്. മിക്സഡ് ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും, which use more organic fertilizer and less chemical fertilizer. രണ്ടും യൂസ് ചെയ്യുക, ഓർഗാനിക് ഫെർട്ടിലൈസറും യൂസ് ചെയ്യുക, കെമിക്കൽ ഫെർട്ടിലൈസറും യൂസ് ചെയ്യുക. പക്ഷെ എങ്ങനെ? ഓർഗാനിക് ഫെർട്ടിലൈസർ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുക, കെമിക്കൽ ഫെർട്ടിലൈസർ കുറച്ച് കുറവ് യൂസ് ചെയ്യുക. അങ്ങനെ ഒരു രീതി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു മിക്സഡ് ഫാമിംഗ് ടെക്നിക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്തത്, വാട്ട് ഈസ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ? റൈറ്റ് ദ നെയിം ഓഫ് ആൻ ഇൻസെക്ട് ദാറ്റ് ഹെൽപ്പ് ഫോർ പെസ്റ്റ് കൺട്രോൾ. എന്താണ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ? എന്താണ് മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് പെസ്റ്റ് ബൈ റിമൂവിംഗ് ദം മാനുവലി ഓർ യൂസിങ് ട്രാപ്സ് ഈസ് കോൾഡ് മെക്കാനിക് കൺട്രോൾ. എന്താണ്? നമ്മൾ മാനുവലി പെസ്റ്റുകളെ റിമൂവ് ചെയ്യാണ് ട്രാപ്പ് ഉപയോഗിച്ച്. അതുപോലെ ഫെറമോൺ ട്രാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സാധനം, ഫെറമോൺ ട്രാപ്പിംഗ്, ഇതേപോലെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് പെസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ. അടുത്തത് ഏതെങ്കിലും ഒരു ഇൻസെക്റ്റിന്റെ പേര് പെസ്റ്റ് കൺട്രോളിന് സഹായിക്കുന്നത്. ലേഡി ബഗ് പഠിച്ചിട്ടുണ്ട്, ട്രൈക്കോഗ്രാമ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ചെടികൾ, ഈ പറയുന്ന ലേഡി ബഗിനെയും ട്രൈക്കോഗ്രാമ പോലുള്ള ജീവനുള്ള സാധനങ്ങളെ വെച്ചിട്ട് നമ്മൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യണതിന് പറയുന്ന പേരാണ് എന്ത്? ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ അല്ലേ? ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇവരുടെ നമ്മൾ ഫ്രണ്ട്ലി ഇൻസെക്റ്റ് ആണല്ലേ, നമുക്കൊരു ദ്രോഹവും ഇല്ല. അവർ തന്നെ എന്ത് ചെയ്തോളും? ആ പെസ്റ്റിനെ തിന്നിട്ട് അവർ പോയിക്കോളും. Okay, അടുത്ത question. The branch of high yielding Neelam mango tree is grafted to a Muvandan mango tree with roots to produce a new high yielding mango sapling. What are the characteristics of the mango tree produced through this method? ഒരു ഹൈ ഈൽഡ് നീലം മാംഗോയും മൂവാണ്ടൻ മാംഗോ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുന്നതിന് എന്തായിരിക്കും? നമ്മൾ പഠിച്ചതാ, നീല മാംഗോ ട്രീയുടെ ഫീച്ചർ ഒരു സ്ഥലത്ത്, നമ്മുടെ നാടൻ വെറൈറ്റി ആയിട്ടുള്ള മൂവാണ്ടന്റെ ഫീച്ചർ ഒരു സ്ഥലത്ത്. എന്തായിരിക്കും അവരുടെ ഫീച്ചേഴ്സ്? എന്തൊക്കെയായിരിക്കും? ബിഗ് സൈസ്ഡ് മാംഗോ, വെരി സ്വീറ്റ് മാംഗോ, നല്ല വലിപ്പമുള്ള മാങ്ങ, സ്വീറ്റ് ആയിട്ടുള്ള മാങ്ങ, നമ്മുടെ മണ്ണിൽ നന്നായി വളരും, ഗ്രോ വെൽ ഇൻ അവർ സോയിൽ, ഡസന്റ് നീഡ് എനി സ്പെഷ്യൽ കെയറിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. കാരണം എന്താ? റൂട്ട് സ്റ്റോക്ക് നമ്മുടെ മണ്ണിൽ വളരണ മൂവാണ്ടൻ മാവിനെയാണ് നമ്മൾ അവിടെ റൂട്ട് സ്റ്റോക്ക് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് അല്ലേ? നമ്മുടെ മണ്ണിൽ വളരണ മൂവാണ്ടൻ മാവിനെയാണ് നമ്മൾ അവിടെ റൂട്ട് സ്റ്റോക്ക് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മുടെ മണ്ണിൽ ആക്റ്റീവായിട്ട് അത് വളരില്ലേ? വേറെ പ്രശ്നങ്ങളില്ല. നമുക്ക് വേണ്ട മാങ്ങ എങ്ങനത്തെയാ? വലിപ്പമുള്ള മധുരമുള്ള മാങ്ങയാ, അത് നീലം മാങ്ങയാ. അതിന് നമ്മൾ എന്താക്കിയെടുത്തു? സിയോൺ ആക്കിയെടുത്തു. മൂവാണ്ടൻ മാങ്ങ അപ്പൊ അവിടെ മാവ്, അപ്പൊ അവിടെ എന്താണ്? റൂട്ട് സ്റ്റോക്ക് ആണ്. അതേപോലെ നീലം മാംഗോയോ? അവിടുത്തെ സിയോൺ നീലം മാംഗോയാണ്, നീലം മാംഗോ. A farmer did not get better yield even though he planted
sapling produced by hybridization. Write 3 suggestions for getting a better yield. നേരത്തെ നമ്മൾ ഭാഗ്യലക്ഷ്മിയുടെ വിത്ത് വിതച്ച അപ്പൂന്റെ അതേ കാര്യം തന്നെയല്ലേ. ഒരു ഫാമർ എന്ത് ചെയ്തു, ഹൈബ്രിഡൈസ്ഡ് സീഡൊക്കെയാണ് കൊണ്ട് പ്ലാന്റ് ചെയ്തത്. പക്ഷെ അയാൾക്ക് വലിയ ലാഭമൊന്നും വലിയ ഈൽഡ് ഒന്നും അതിന് കിട്ടിയില്ല. റൈറ്റ് 3 സജഷൻ, 3 സജഷൻ അയാൾക്ക് നല്ല ഈൽഡ് കിട്ടാൻ എന്തൊക്കെ ചെയ്യാം? നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ. എന്തൊക്കെ? ഹൈ ഈൽഡിങ് പ്ലാന്റ് ആയിരിക്കണം. പ്ലാന്റ്സ് എങ്ങനെ? മെച്യൂർ പ്ലാന്റ്, ഹെൽത്തി പ്ലാന്റ് സെലക്ട് ചെയ്യാം. മെച്യൂർ ഫ്രൂട്ട് സെലക്ട് ചെയ്യുക. റൈപ്പൻഡ് ഫ്രൂട്ട് നിന്ന് സീഡ് സെലക്ട് ചെയ്യുക. പിന്നെ മിഡിൽ ഓഫ് പ്ലാന്റ് ലൈഫ് സ്പാൻ അതൊന്ന് സെലക്ട് ചെയ്യണം. ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ള, നോർമൽ വെയിറ്റ് ഉള്ള, നോർമൽ സൈസ് ഉള്ള എന്ത് സീഡ് സെലക്ട് ചെയ്യണം. അതുപോലെ ഫെർട്ടൈൽ സോയിൽ ആയിരിക്കണം. പ്രോപ്പർ ഇറിഗേഷൻ, പെസ്റ്റ് കൺട്രോൾ, സ്യൂട്ടബിൾ ക്ലൈമറ്റ് ഒക്കെ എഴുതി വെക്കാം. അടുത്തത്, which method should be adopted to produce a new variety of pea plant with properties of both the pea plants shown in the figure? രണ്ടിന്റെയും പ്രോപ്പർട്ടി ഒരുമിച്ച് വേണം. പീ പ്ലാന്റ് ആണ്. പീ പ്ലാന്റ് എന്ന് കണ്ടാൽ തന്നെ അതെന്താണ്? എന്താണ്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. വെരി ഗുഡ്. ഹൈബ്രിഡൈസേഷൻ അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഹൈബ്രിഡൈസേഷൻ അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആർട്ടിഫിഷ്യൽ പോളിനേഷന് പകരം ഹൈബ്രിഡൈസേഷൻ തന്നാലും നിങ്ങൾക്ക് എന്ത് എഴുതാം? ഹൈബ്രിഡൈസേഷൻ എന്ന് എഴുതി വെക്കാട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. Given below are some of the characteristics of fertilizers used by a farmer to get better yield. Analyze the statement and complete the table. Require in large quantity. ഏതാ റിക്വയർ ഇൻ ലാർജ് ക്വാണ്ടിറ്റി? ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വേണ്ടത് ഏതാണ്? ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ് ഒരുപാട് വേണ്ടത്. ഓർഗാനിക് ഫെർട്ടിലൈസർ. എക്സസീവ് യൂസ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോയിൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നുവെങ്കിൽ അത് എന്താണ്? അത് കെമിക്കൽ ഫെർട്ടിലൈസർ. നോട്ട് ഹാംഫുൾ ടു സോയിൽ. സോയിലിന് ഹാംഫുൾ അല്ല. ഏതാ? ഓർഗാനിക് ഫെർട്ടിലൈസർ. നെസസറി കമ്പോണൻസ് ക്യാൻ ബി സപ്ലൈഡ് സെപ്പറേറ്റ്ലി. ഏതാണോ വേണ്ടത് അത് സെപ്പറേറ്റ്ലി നമുക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതേതാണ്? കെമിക്കൽ ഫെർട്ടിലൈസർ. റിക്വയർഡ് ഇൻ ലെസർ ക്വാണ്ടിറ്റി. അതും ഏതാണ്? കെമിക്കൽ ഫെർട്ടിലൈസർ. അപ്പൊ ഇതിന്റെ ഹെഡിങ് എന്താ? കെമിക്കൽ ഫെർട്ടിലൈസർ. ഹെഡിങ് ദേ കെമിക്കൽ ഫെർട്ടിലൈസർ. ബാക്കിയുള്ളത് നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്ത് വന്നേ? ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും ഒക്കെ. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായ? അപ്പൊ ഏത് വേണമെങ്കിലും പല രീതിക്ക് ചോദിക്കും. Mechanical pest control is a method of controlling pests using traps or removing them manually. Beside these, write to other methods practiced by farmer for pest control. Mechanical pest control അല്ലാതെ വേറെ ഏതൊക്കെ പെസ്റ്റ് കൺട്രോൾ ഉണ്ട്? ഏതൊക്കെയുണ്ട്? ബയോ പെസ്റ്റിസൈഡുകൾ യൂസ് ചെയ്യാം. ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട് അല്ലെ? പെസ്റ്റിസൈഡ് വെച്ച് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതുണ്ട്. പിന്നെ എന്തുണ്ട്? ബയോളജിക്കൽ കൺട്രോളും ഉണ്ട്. ബയോളജിക്കൽ കൺട്രോളിലാണ് ലേഡി ബഗിനെയും ട്രൈക്കോഗ്രാമേനെയും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. റിയറിംഗ് റാബിറ്റ് ക്യൂണി കൾച്ചർ ആണെങ്കിൽ ഗ്രോയിങ് ഫ്ലവർ ഏതാണ്? ഫ്ലോറി കൾച്ചർ ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ഷോട്ട് ആണ്. എപ്പി കൾച്ചർ ഏതാ? റിയറിംഗ് ഹണി ബീസ്. റിയറിംഗ് ഓഫ് ഹണി ബീസ് ആണ് ഇത്. എപ്പി കൾച്ചർ, റിയറിംഗ് ഓഫ് ഹണി ബീസ് അല്ലെ? ഹണി ബീസിനെ, തേനീച്ച വളർത്തലിനെ പറയുന്ന പേരാണ് എന്ത്? എപ്പി കൾച്ചർ. Following is a table related to vegetative propagation. Complete the table properly. Yes. കറി ലീഫ് പ്ലാന്റ് ഏതാ യൂസ് ചെയ്യാ? കറി ലീഫ് പ്ലാന്റിനെ ഏതാ? റൂട്ട് അല്ലെ? റൂട്ടിലാണ്. സ്റ്റെം ഉപയോഗിച്ചിട്ടുള്ളതിന്റെ എക്സാമ്പിൾ ഏതാ? റോസ്. അപ്പൊ ഹണി വന്നു. നേരത്തെ ഹണി ഉണ്ടാകുന്ന ഹണി ബീസ് ആണ് എപ്പി കൾച്ചർ. ഇവിടെ സ്റ്റെം വഴിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റോസ്. ഓക്കെ, ദെൻ ബ്രയോഫില്ലം ഏതാ? ബ്രയോഫില്ലം ഏതാ? ലീഫാണ് അല്ലെ? ലീഫാണ്. അടുത്തത് ജിഞ്ചർ, കൊളോക്കേഷ്യ. ജിഞ്ചർ ഏതാണ്? കൊളോക്കേഷ്യ എന്ന് പറഞ്ഞ ചേന. അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലെങ്കിൽ റൈസോം. എന്ത് വേണമെങ്കിലും എഴുതാം. അയ്യോ, എന്താണ് ഈ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കുറെ പേര് ചോദിക്കുന്നു ഇൻസ്റ്റ ഐ ഡി തരുമെന്ന്. അപ്പൊ തരില്ല എന്ന് വേറൊരാള്. അടുത്തത്,
Bud of different varieties of hibiscus plants are grafted onto a red hibiscus plant to produce flowers of different color. Write down other stages in the correct order. അപ്പോൾ നമ്മളിത് ബഡ്ഡിങ്ങിന്റെ ഡിഫറെന്റ് സ്റ്റേജുകൾ അല്ലേ, ബഡ്ഡിങ്ങിന്റെ ഡിഫറെന്റ് സ്റ്റേജുകളാണ് നമ്മളിവിടെ നോക്കുന്നത്. ബഡ്ഡിങ്ങിന്റെ ഡിഫറെന്റ് സ്റ്റേജുകൾ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരും സ്ലൈഡൊക്കെ വേഗം വേഗം എടുത്തു പോക്കും. ഇത് മാരത്തോൺ ആണ് കേട്ടോ, നിങ്ങളുടെ സൗകര്യത്തിന് ഇത് പോകാൻ പറ്റില്ല, നമുക്ക് 3 ചാപ്റ്റർ ആണ് എടുത്ത് തീർക്കേണ്ടത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ചിസൽഡ് ഓഫ് ദ ബഡ് വിത്ത് ദ ബ്രാർക്ക് ഫ്രം ഡിഫറെന്റ് കളേർഡ് ഹൈബിസ്കസ് പ്ലാന്റ് അല്ലേ. ഹൈബിസ്കസ് പ്ലാന്റ് എന്ത് ചെയ്യണം, ഡിഫറെന്റ് കളർ ഹൈബിസ്കസ് പ്ലാന്റ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബഡ് ബാർക്കിൽ നിന്ന് ഏതിൻ്റെയാണോ വേണ്ടത് അതിന്റെ ബഡ് നമ്മൾ സെലക്ട് ചെയ്യുക. ഒരു ഹൈബിസ്കസിൽ തന്നെ പല കളറിലുള്ള എന്താ പറയാ ചെമ്പരത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം, പല കളർ ചെമ്പരത്തികളിൽ നിന്ന് ബഡുകൾ ചിസൽ ചെയ്തെടുക്കുക. ബഡുകള് ചിസൽ ചെയ്തെടുത്തു. എന്നിട്ടാ പീൽ ഓഫ് ബാർക്ക് ഫ്രം ദ ഏരിയ വേർ ദ ബഡ് ഈസ് ടു ബി ഇൻസേർട്ടഡ് ആൻഡ് ദ റെഡ് ഹൈബിസ്കസ് പ്ലാന്റ് അല്ലെ. റെഡ് ഹൈബിസ്കസ് പ്ലാന്റിന്റെ ഏത് ഭാഗത്താണോ ഈ ബഡ് വെക്കേണ്ടത് അവിടുത്തെ ബാർക്ക് നമ്മൾ പീൽ ഓഫ് ചെയ്ത് കളയാം, പീൽ ചെയ്ത് കളയാ. അറ്റാച്ച് ദ സിയോൺ വിത്ത് എ പോളിത്തീൻ ടാപ്പ് ടു ദ ഏരിയ ഓഫ് ദ റൂട്ട് സൈഡ്. റൂട്ട് സൈഡിന്റെ ഏരിയ അവിടെ എന്ത് ചെയ്യുക, സിയോൺ വന്ന് അറ്റാച്ച് ചെയ്യുക. ആ ഭാഗം എവിടെയാണോ റൂട്ടായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ഏതാണോ റൂട്ട് സൈഡ് ഏതാണോ ആ ഭാഗത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബഡ് കൊണ്ടുപോയി, ബഡാണ് ഇവിടുത്തെ സിയോൺ, ഈ സിയോൺ ആണ് എന്ത് ബഡ്, ഒരു പോളിത്തീൻ ടാപ്പ് വെച്ച് അവിടെ കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യുക. വെൻ ബഡ് സ്റ്റാർട്സ് ടു ഗ്രോ വെൽ റിമൂവ് ദി അപ്പർ പോർഷൻ ഓഫ് ദ സ്റ്റോക്ക്. ബഡ് നന്നായി വളരാൻ തുടങ്ങുന്ന സാഹചര്യം ആവുമ്പോൾ എന്ത് ചെയ്യുക, അപ്പർ പോർഷൻ റിമൂവ് ചെയ്യുക. അതേ ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ബിലോ. ദ സ്റ്റാമൻ ഓഫ് എ ഫ്ലവർ ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ ആർ റിമൂവ്ഡ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എന്താണ്, ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നാളെ വരും കേട്ടോ. ട്രൂ സ്റ്റേറ്റ്മെന്റ് റീസണും തന്നിട്ട് സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണെങ്കിൽ എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പൊ ശ്രദ്ധിച്ചേ, സ്റ്റാമൻ ഓഫ് എ ഫ്ലവർ ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ ആർ റിമൂവ്ഡ് അല്ലേ. ദ സ്റ്റാമൻ ഓഫ് ദ ഫ്ലവർ ആർ റിമൂവ്ഡ് ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. രണ്ടും കറക്റ്റ് അല്ലേ. സ്റ്റേറ്റ്മെന്റ് 1ഉം കറക്റ്റ് ആണ്, 2ഉം കറക്റ്റ് ആണ്. 2 എന്ന് പറയുന്നത് 1ന്റെ കറക്റ്റ് റീസൺ അല്ലേ. 2 എന്ന് പറയുന്നത് 1ന്റെ കറക്റ്റ് റീസൺ ആണ്. സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് കട്ട് ചെയ്ത് കളയുന്നത്, സ്റ്റാമൻ അവിടെ കട്ട് ചെയ്ത് കളയുന്നത്. ഓക്കെ, then complete in the missing stages of artificial pollination. Artificial pollinationന്റെ സ്റ്റേജ് 1ഉം 3ഉം മിസ്സിംഗ് ആണ്. ഫ്ലവർ ഈസ് റാപ്ഡ് വെൽ ടു പ്രിവെന്റ് പോളൻ ഗ്രെയിൻ ഫ്രം അതർ ഫ്ലവേഴ്സ് ഫോളിംഗ് ഓൺ ഇറ്റ്. പോളൻ ഗ്രെയിൻ ദാറ്റ് ആർ കളക്ടഡ് ആർ ഡെപ്പോസിറ്റഡ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ. 2 എണ്ണം തന്നിട്ടുണ്ട്. എങ്ങനെയാ, സ്റ്റേജ് 1 ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ, പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ, റിമൂവ് സ്റ്റാമൻസ് ഫ്രം ദ ഫ്ലവർ ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ്, സ്റ്റാമൻ റിമൂവ് ചെയ്ത് കളയുക. എന്തിനു വേണ്ടിയിട്ടാ, സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ഫ്ലവർ റാപ്പ് ചെയ്യണം. എന്താ, വേറെ ഫ്ലവറിൽ നിന്നൊന്നും പോളൻ ഗ്രെയിൻ വരാതിരിക്കാൻ. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്താ, പോളൻ ഗ്രെയിൻ ഫ്രം ഫ്ലവേഴ്സ് ഓഫ് എ പ്ലാന്റ് ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷീസ് ബട്ട് ഹാവിംഗ് ഡിഫറെന്റ് ക്വാളിറ്റീസ് ആർ കളക്ടഡ് യൂസിങ് എ ബ്രഷ്. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഏത് പോളൻ ഗ്രെയിൻ ആണോ ഇവിടെ കൊണ്ടിടേണ്ടത് ആ സാധനം എന്ത് ചെയ്യുക, ബ്രഷ് ഉപയോഗിച്ച് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിടുക. എന്നിട്ട് എന്ത് ചെയ്യണം, അത് ഡെപ്പോസിറ്റ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ. ആ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവറിൽ അത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക. ഏത് പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്തു, അതിന്റെ ബ്രഷ് ഉപയോഗിച്ച് അത് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന സ്റ്റിഗ്മയിൽ എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, നിക്ഷേപിക്കുക. ഓക്കെ, then find the correct pair from the following. correct pair, apiculture rearing of fish ആണോ, അല്ല. ഹണി ബീ. ക്യൂണികൾച്ചർ ഏതാണ്, റാബിറ്റ്. കറക്റ്റ്. ഫ്ലോറികൾച്ചർ റിയറിംഗ് ഓഫ് ഹണി ബീ, തെറ്റ്. റിയറിംഗ് ഓഫ് ഫ്ലവേഴ്സ് ആണ്, പിസികൾച്ചർ ഗ്രോയിങ് ഫ്ലവേഴ്സ്, തെറ്റ്. റിയറിംഗ് ഫിഷസ് ആണ്. അപ്പൊ ഏതാണ്, ക്യൂണികൾച്ചർ റിയറിംഗ് റാബിറ്റ്. ഹൗ വെജിറ്റബിൾ പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ബൈ മെക്കാനിക്കൽ കൺട്രോൾ, എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് ഫ്രണ്ട്ലി ഇൻസെക്ടിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ, ലേഡി ബഗ്, ട്രൈക്കോഗ്രാമ, അത് നമ്മൾ പഠിച്ചതാണ്. ഇനി വെജിറ്റബിൾസ് എങ്ങനെയാണ് മെക്കാനിക്കൽ കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാ, വെജിറ്റബിൾ പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ബൈ മെക്കാനിക് കൺട്രോൾ ബൈ മാനുവലി റിമൂവിങ് പെസ്റ്റ് അല്ലെ. നമുക്ക് തന്നെ എന്ത് ചെയ്യാം, മാനുവലി നമുക്ക് പെസ്റ്റുകളെ റിമൂവ് ചെയ്യാം, കൈ കൊണ്ടെടുത്തിട്ട്. യൂസിങ് ഹാൻഡ് പിക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. റിമൂവ് കാറ്റർപില്ലർ ഫ്രം പ്ലാന്റ്. ഫെറമോൺ ട്രാപ്പ് യൂസ് ചെയ്യാം അല്ലെ. നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അവിടെ ഫെറമോൺ ട്രാപ്പ് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയാം. അങ്ങനെ നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാം, വെജിറ്റബിൾസിനെ പ്രൊട്ടക്ട് ചെയ്യാം. ബ്രേക്ക് വേണ
5 മിനിറ്റ് ബ്രേക്ക്, ഓടിപ്പോയിട്ട് വേഗം വന്നോ. ഓൺലി 5 മിനിറ്റ് കേട്ടാ, 5 മിനിറ്റിന്റെ അപ്പുറം ഇല്ല നമുക്ക്. 5 മിനിറ്റ് ബ്രേക്ക് ഉള്ളോ, ഓടി പോവാ ഓടി വരിക. ഓൺലി 5 മിനിറ്റ്, ഓൺലി 5 മിനിറ്റ്. ഓക്കെ.
വെൽക്കം ബാക്ക് ടു ദി സെഷൻ. യെസ്, അപ്പൊ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വെച്ചേ. ക്യാമറ ഓൺ ചെയ്തോളൂ. ക്യാമറ ഓഫ് ചെയ്ത് ഒരാളും ഇരിക്കണ്ട. സാർ ക്യാമറ ഓഫ് ചെയ്ത് പറഞ്ഞാൽ പ്രത്യേകം പിടിക്കണം. നമുക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഉണ്ട്. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽട്ടർ ഔട്ട് ചെയ്യാനുള്ള ടെക്നിക്കുകൾ ഇവിടെ ഉണ്ട്. ഞാൻ വിളിക്കും നിങ്ങളെ. സോ എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. യെസ്, ബേസൽ ട്രാപ്പ് മെക്കാനിക്കൽ കൺട്രോൾ ആണ്. ഫ്രോഗ് മെബുയോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെക്കാനിക്കൽ കൺട്രോൾ യൂസ് ചെയ്യാം. ക്യാമറ ഓഫ് ചെയ്ത് ഇത്ര അധികം ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തേ. വീട്ടിലേക്ക് വിളിക്കണോ ഇനി ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ? എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യാ, വിളിച്ചേ സാർ, വിളിച്ചേ, പേര് വിളിച്ചേ. ശരി, എല്ലാവരും വീട്ടിലേക്ക് വിളിക്കാം ഞാൻ ഇനി കേട്ടാ. ക്യാമറ ഓഫ് ചെയ്ത് ഒരാളും ഇവിടെ ഇരിക്കണ്ട, ഒരാളും ഇരിക്കണ്ട. ഓക്കെ, ദെൻ നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും ക്യാമറ ഓഫ് ചെയ്തിട്ടുള്ള എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന്. ആരും ക്യാമറ ഓഫ് ചെയ്യണ്ട. എന്ത് ചെയ്യുക, ക്യാമറ ഓൺ ചെയ്ത് നല്ല കുട്ടികളായിട്ടിരിക്കുക കേട്ടോ. അപ്പൊ ആസിഡ്സ് ആൻഡ് ബേസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ആർ കളക്ടഡ് ഇൻ ദ സയൻസ് കോർണർ. സയൻസ് കോർണറിന് കളക്ട് ചെയ്തിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ ലിസ്റ്റ് ആണ്. വിനാഗിരി, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോഡിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, വിനാഗിരി. വിച്ച് ബേസ് ഇൻ ദിസ് ലിസ്റ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോപ്പ്? സോപ്പ് ഉണ്ടാക്കാൻ ഏതാണ് യൂസ് ചെയ്യുക? ഈ തന്നിരിക്കുന്നതിൽ ഏത് ബേസ് ആണ് യൂസ് ചെയ്യുക? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അല്ലേ യൂസ് ചെയ്യുക. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കമന്റ് ചെയ്യട്ടാ. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല, കമന്റ് ചെയ്യണം. വിച്ച് ആർ ദ ഫോളോയിങ് കണ്ടെയ്നേഴ്സ് വുഡ് യു ചൂസ് ഫോർ മേക്കിംഗ് സോപ്പ്? സോപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ സ്റ്റീൽ ബക്കറ്റ് ആണോ പ്ലാസ്റ്റിക് ബക്കറ്റ് ആണോ യൂസ് ചെയ്യുക? അതൊരു കുഴക്കണ ക്വസ്റ്റ്യനാ. ഗിവ് റീസൺ ഫോർ ചൂസിങ് ദീസ് കണ്ടെയ്നർ. എന്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തു? ഏതാ, സ്റ്റീൽ ആണോ പ്ലാസ്റ്റിക് ആണോ യൂസ് ചെയ്യുക? നമ്മൾ സ്റ്റീൽ ബക്കറ്റ് ആണ് യൂസ് ചെയ്യുക. കാരണം എന്താണെന്നറിയോ? സോഡിയം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഹീറ്റ് ലിബറേറ്റ് ആവും അല്ലേ? എന്താണ് ഹീറ്റ് ജനറേറ്റഡ് ആവും അവിടെ. ഹീറ്റ് പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക് ഉരുകി പോവില്ലേ? സോഡിയം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ ബക്കറ്റ് യൂസ് ചെയ്യുന്നത്. വൈ ആർ സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ ആഡഡ് വൈൽ മേക്കിംഗ് സോപ്പ്? സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ആഡ് ചെയ്യുന്നത് എന്തിന്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരും. സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡർ ആഡ് ചെയ്യുന്നത് എന്തിനാ? ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സോപ്പ് അല്ലെ? സോപ്പിന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ, സോപ്പിന്റെ ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ആഡ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്തത്, ബാലു ട്രൈഡ് ടു മേക്ക് എ ഫയർ എക്സ്റ്റിംഗ്വിഷർ വിത്ത് വിനെഗർ ആൻഡ് മഗ്നീഷ്യം റിബൺ. He directed the gas coming from the extinguisher towards a lighted candle. The candle flame burns with a low noise instead of extinguishing the flame. Name the gas formed here. പറഞ്ഞോ, മഗ്നീഷ്യം റിബൺ അവിടേക്ക് വിനാഗിരി, മഗ്നീഷ്യം റിബൺ. വിനാഗർ എന്ന് പറയുന്നത് ആസിഡ് ആണ്, മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു മെറ്റൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്തത് ആരായിരിക്കും? none other than hydrogen. Write any two features of this gas. ഹൈഡ്രജന്റെ ഫീച്ചർ എന്തൊക്കെയാണ്? ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, ലൈറ്റസ്റ്റ് എലമെന്റ് ആണ്, പോപ്പ് സൗണ്ട് ഉണ്ടാവും അല്ലെ? പോപ്പ് സൗണ്ട് ഉണ്ടാക്കും. ഹൈലി ഇൻഫ്ലേമബിൾ, ലൈറ്റസ്റ്റ് എലമെന്റ് ആൻഡ് ക്രിയേറ്റ് പോപ്പ് സൗണ്ട് അല്ലെ? പോപ്പ് സൗണ്ട് ഉണ്ടാക്കും. ഏതാണ്? ഹൈഡ്രജൻ ഈസ് ഫോംഡ് അല്ലെ? Then what change should be made in this experiment to work the fire extinguisher properly? അപ്പോ ഇപ്പതേ ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ബാലു ഉണ്ടാക്കി കൊണ്ടുവന്നത് തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഒന്നും ആലോചിച്ച് നോക്കിയേ, ഇവൻ ഉണ്ടാക്കിയ പോലത്തെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് നല്ല തീ പിടിച്ചൊരു സ്ഥലത്തേക്ക് പോവാണെങ്കിൽ അവരുടെ ജീവിതമേ കഷ്ടത്തിലാവില്ലേ? ഇവൻ അവിടെ പോയിട്ട് ഉണ്ടാക്കി പിന്നെ ഉള്ള തീ ഒന്നുകൂടി കത്തിക്കാന്നല്ലാണ്ട്. അപ്പൊ ഇത് പ്രോപ്പർ ആവാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യണം? To make a fire extinguisher that work properly, Balu should use a chemical reaction that produce carbon dioxide gas instead of hydrogen. ഹൈഡ്രജന് പകരം കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്ന എന്ത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ വേണം അവിടെ. ഇവിടെ ഹൈഡ്രജൻ ആണ് ഉണ്ടായത്, പക്ഷേ കാർബൺ ഡയോക്സൈഡ് എന്താ ചെയ്യുക? തീ അണക്കിയാണ് ചെയ്യുക. Balu should use baking soda instead of magnesium ribbon to produce carbon dioxide. എന്താ പറയാ, മാഗ്നീഷ്യം റിബൺ എടുത്തതിന് പകരം എന്തെടുക്കാണ്? ബേക്കിംഗ് സോഡ എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. തീ നമുക്ക് ഊതിക്കെടുത്താനും പറ്റും. അടുത്തത്, റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺസ് ബ്ലൂ when it dipped in a solution.
റെഡ് ലിറ്റ്മസ് എന്തായി മാറി? ബ്ലൂ ആയി മാറി. റെഡ് ബ്ലൂ ആവണമെങ്കിൽ വാട്ട് ഈസ് ദ നേച്ചർ? റെഡ് ബ്ലൂ ആണ്. ബ്ലൂ ആണെങ്കിൽ അത് ഏതാണ്? റെഡ് ബ്ലൂ ആയി മാറിയെങ്കിൽ അത് ബേസിക് ആണ്. ദിസ് സൊല്യൂഷൻ ടേൺഡ് പിങ്ക് വെൻ ഇറ്റ് poured into another test tube. ഈ സാധനം വേറൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്തപ്പോൾ അത് പിങ്ക് കളറായി. വാട്ട് മേ ബി ദ റീസൺ ഫോർ ദിസ്? ബേസിക് സാധനം പിങ്ക് കളർ ആവണമെങ്കിൽ അവിടെ എന്തായിരിക്കണം? ഇറ്റ് കണ്ടെയ്ൻസ് ഫിനോൾഫ്തലീൻ. ആ ടെസ്റ്റ് ട്യൂബില് ഫിനോൾഫ്തലീൻ ഉണ്ടായിരുന്നിരിക്കും. ഫിനോൾഫ്തലീൻ ഇൻ ആൽക്കലി ഷോസ് പിങ്ക് കളർ. ആൽക്കലി മീൻസ് ബേസ്. ആൽക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നാണ്. അപ്പൊ എന്തുകൊണ്ട് വേറെ ടെസ്റ്റ് ട്യൂബിൽ എടുത്തപ്പോൾ പിങ്ക് കളറായി? കാരണം ആ ടെസ്റ്റ് ട്യൂബിൽ എന്തുണ്ടായിരുന്നു? ഫിനോൾഫ്തലീൻ ഉണ്ടായിരുന്നു. Can you prepare any indicator by using materials obtained from nature? നേച്ചറിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് നാച്ചുറൽ ഇൻഡിക്കേറ്റർ എന്നൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് നാച്ചുറൽ ഇൻഡിക്കേറ്റർ. നമുക്കറിയാലോ, rub thoroughly a hibiscus flower on both sides of piece of white paper. Remove all traces of flowers sticking on it after it is dried. Using scissors, cut the paper into long and narrow strips. This can be called hibiscus paper. എന്താണ് ഹിബിസ്കസ് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അപ്പൊ ഇതൊരു എന്താണ്? നാച്ചുറൽ ഇൻഡിക്കേറ്റർ അല്ലേ? അതേപോലെ ടർമറിക്, പതിമുഖം, എന്തും പറയാം അല്ലേ? അപ്പൊ ഒരു ഹൈബിസ്കസ് ഫ്ലവറിന്റെ എന്തുണ്ടാക്കാൻ പറയാണ്? പേപ്പർ ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്: റബ് ചെയ്യുക. തറോവിലി ഒരു വൈറ്റ് പേപ്പറിൽ റബ് ചെയ്യുക. ഷൂ ഫ്ലവർ, യെസ് യു ക്യാൻ യൂസ് ഷൂ ഫ്ലവർ. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ഡ്രൈ ആയതിനു ശേഷം ആ ഫ്ലവറിലെ എല്ലാ ട്രേസസും റിമൂവ് ചെയ്ത് കളയുക. അതിനെ ലോങ് ആൻഡ് നാരോ സ്ട്രൈപ്പുകളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? ഹൈബിസ്കസ് പേപ്പർ ആയി. ദി ഒബ്സർവേഷൻ ഓഫ് എ ക്ലാസ് റൂം ആക്ടിവിറ്റി ആർ ഇൻ ടേബിൾ ബിലോ. സബ്സ്റ്റൻസ് ടെസ്റ്റ് ചെയ്തു, കളർ ചേഞ്ച്. Lime juice turn blue litmus red. Lime water turn red litmus blue. Pure water no color change. Vinegar blue in a red ആക്കി. Solution of ash red in a blue ആക്കി. Salt water no color change. Classify the substance in the table appropriately. എങ്ങനെ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം? ആസിഡ്സ് ആക്കാം, അതേപോലെ ബേസസ് ആക്കാം, അതേപോലെയോ ന്യൂട്രൽ ആക്കാം. ഇതില് എക്സ്പെരിമെന്റ് മറ്റേ ഇൻഫറൻസ് എഴുതണ്ട കേട്ടോ. നമ്മളോട് ചോദിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയെന്നാണ്. എക്സ്പെരിമെന്റ് എഴുതുമ്പോൾ എന്താ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എഴുതണം, പിന്നെ പ്രൊസീജിയർ എഴുതണം, ഇൻഫറൻസും എഴുതണം, കൺക്ലൂഷൻ, ഒബ്സർവേഷൻ, ഇൻഫറൻസ്, അങ്ങനെ തന്നെ വേണം എഴുതി വെക്കാൻ. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ക്ലാസിഫൈ ദ സബ്സ്റ്റൻസ്. ആസിഡ്സ്, ബേസ്, ന്യൂട്രൽ. ഏതൊക്കെയാണ് ആസിഡ്? ലൈം ജ്യൂസ് ആസിഡ് ആണ്. ലൈം വാട്ടർ ബേസ് ആണ്. പ്യുവർ വാട്ടർ ന്യൂട്രൽ ആണ്. കാരണം എന്താ? അവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടായില്ല. ബ്ലൂവിനെ റെഡ് ആക്കിയെങ്കിൽ അത് ആസിഡ്, റെഡിനെ ബ്ലൂ ആക്കിയെങ്കിൽ അത് ബേസ്. കളർ ചേഞ്ച് ഒന്നുമില്ലെങ്കിൽ അതെന്താണ്? അത് ന്യൂട്രൽ. പിന്നെ പ്യുവർ വാട്ടറും സോൾട്ട് വാട്ടറും ന്യൂട്രൽ ആണ്. ലൈം വാട്ടറും ആഡ് സൊല്യൂഷനും ബേസ് ആണ്. ലൈം ജ്യൂസും വിനെഗറും ആസിഡ് ആണ്. What is the pH value of substance that do not show any color change? കളർ ചേഞ്ച് ഒന്നും കാണിക്കാത്ത സബ്സ്റ്റൻസിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 7. ഞാൻ പറഞ്ഞിട്ടുണ്ട് pH 7 ന്യൂട്രൽ സൊല്യൂഷന്റെ pH എന്ന് പറയുന്നത് വെറും 7. Give an example of neutralization. ന്യൂട്രലൈസേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. To adjust the pH of soil, farmers use lime if the soil is acidic. Doctors suggest antacid to treat acidity. എന്താണ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ന്യൂട്രലൈസേഷന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡ് കൂടി നിന്ന് കഴിഞ്ഞാൽ അതിനെ താഴ്ത്തി ന്യൂട്രൽ ആക്കുക. ബേസ് ആണ് കൂടിയെങ്കിൽ താഴ്ത്തിയിട്ട് ന്യൂട്രൽ ആക്കുക. എന്താണ്? സോയിലിന്റെ pH അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈം യൂസ് ചെയ്യാറുണ്ട് ചില ഫാമേഴ്സ്. കാരണം എന്താ? സോയിൽ അസിഡിക് ആണ്. സോയിൽ അസിഡിക് ആണെങ്കിൽ അത് അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? അവിടെ ലൈം യൂസ് ചെയ്യും. കാരണം ലൈം ബേസിക് ആണല്ലോ. അപ്പൊ അത് ന്യൂട്രൽ ആയി പോകും. അതേപോലെ നമുക്ക് അസിഡിറ്റി കൂടുകയാണെങ്കിൽ ഡോക്ടർമാർ നമുക്ക് ആന്റാസിഡ് തരും. ആന്റാസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ബേസ് സ്വഭാവമാണ്. അപ്പൊ ഈ ആസിഡിറ്റി കുറയും, നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി കുറയും, ന്യൂട്രലൈസേഷൻ സംഭവിക്കും. Classify the properties of acid and alkali from those given below. ആസിഡിന്റെ ടേസ്റ്റ്, ആൽക്കലിയുടെ ടേസ്റ്റ്, ആസിഡിന്റെ ഫീച്ചേഴ്സ്, ആൽക്കലിയുടെ പ്രോപ്പർട്ടി. വേഗം പറഞ്ഞോ, ഇമ്പോർട്ടന്റ് സാധനം. പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. ഫോംസ് കാർബൺ ഡൈ ഓക്സൈഡ് വെൻ റിയാക്ട് വിത്ത് കാർബണേറ്റ്. കാർബണേറ്റുകളുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു.
pH value is less than 7. 7നേക്കാൾ താഴെയാണ് pH value. ഷൂ ഫ്ലവർ പേപ്പർ ഈസ് ടേൺ ടു റെഡ് വെൻ ഡിപ്ഡ് ഇൻ സൊല്യൂഷനിൽ എന്താ പറയാ ഷൂ ഫ്ലവർ പേപ്പർ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? റെഡ് കളറായി മാറും. പ്രോപ്പർട്ടി ഓഫ് ബേസ് ബിറ്റർ ടേസ്റ്റ് ആണ്. pH വാല്യൂ 7നേക്കാൾ കൂടിയാൽ ബേസ് ആണ്. ദ സൊല്യൂഷൻ ടേൺ പിങ്ക് ഓൺ ആഡിങ് ഫിനോൾഫ്തലീൻ അല്ലേ? ഫിനോൾഫ്തലീൻ ഇട്ട് കഴിഞ്ഞാൽ പിങ്ക് ആവും. പിങ്ക് ആവണമെങ്കിൽ മെറ്റലും ആസിഡും റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ. കറക്റ്റ് ആണ്. മെറ്റലും ആസിഡും ആണെങ്കിൽ റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡും ആസിഡും റിയാക്ട് ചെയ്യുകയാണെങ്കിലോ അത് കാർബണേറ്റ് ആയി മാറും അല്ലേ? അല്ല, കാർബണേറ്റുകളുമായി നമ്മുടെ ആസിഡ്സ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡുകൾ ഫോം ചെയ്യും. പിന്നെ ആസിഡിന്റെ pH എന്ന് പറയുന്നത് 7നേക്കാൾ താഴെയായിരിക്കും. ഈസ് an earthen pot or an aluminum pot suitable to make a curry using buttermilk? ഇത് എന്തായാലും ചോദിക്കൂട്ടാ. എർത്തൻ പോട്ടാണോ അതോ അലുമിനിയം പോട്ടാണോ യൂസ് ചെയ്യുക? എർത്തൻ പോട്ടാണോ അലുമിനിയം പോട്ടാണോ? ബട്ടർ മിൽക്ക് ആണ് അല്ലേ? ബട്ടർ മിൽക്ക് ആണെങ്കിൽ ഏതാണ്? എർത്തൻ പോട്ടാണ്. കാരണം എന്താ? ലാക്റ്റിക് ആസിഡ് പ്രസന്റ് ഇൻ ദ ബട്ടർ മിൽക്ക് വിൽ റിയാക്ട് വിത്ത് അലുമിനിയം പോട്ട് ആസ് ഇറ്റ് ഈസ് എ മെറ്റൽ ആൻഡ് കോസ് ഡാമേജ് അല്ലെ? എന്താണ്? ബട്ടർ മിൽക്കിന്റെ ഉള്ളിൽ എന്തുണ്ട്? ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അത് അലുമിനിയം പോട്ടുമായി റിയാക്ട് ചെയ്ത് ഡാമേജ് ഉണ്ടാക്കും. മോർ ഓവർ ദ കുക്ക്ഡ് ഐറ്റം വിൽ കോസ് ഹെൽത്ത് പ്രോബ്ലം. അപ്പോ പാത്രവും നാശാകും. മാത്രമല്ല അവിടെ എന്താണ്? ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ? ഹെൽത്ത് പ്രോബ്ലം. അപ്പൊ ഏതാണ്? എർത്തൻ പോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. Which vessels are generally preferred to store pickle? അച്ചാറിട്ട് വെക്കാൻ ഏത് പാത്രങ്ങൾ ഉപയോഗിക്കുക? ചൈന ജാർ ആൻഡ് ഗ്ലാസ് ജാർസ് ആർ പ്രിഫേർഡ് അല്ലെ? എന്താണ്? ചൈന ജാർ അല്ലെങ്കിൽ ഗ്ലാസ് ജാറുകളാണ് അച്ചാറിട്ട് വെക്കാൻ ഉപയോഗിക്കുക. കാരണം എന്താ? ഗുഡ് പ്ലാസ്റ്റിക് ജാർസ് ആർ ഓൾസോ സേഫ്. നല്ല പ്ലാസ്റ്റിക് ജാറുകളും നല്ലതാണ്, നല്ല പ്ലാസ്റ്റിക് ആണെങ്കിൽ. The ingredients of pickle are vegetable items that are sour in taste. Salt and vinegar react with metal jars and cause damage to vessel. കാരണം എന്താ? അതിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്? വിനാഗിരി ഒഴിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ പുളിപ്പുണ്ട്. ഇതൊക്കെ ആസിഡ് കണ്ടന്റ് ആണ്. അത് ഈ വെസൽസ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോ അച്ചാറ് നാശാവും. ദ പിക്കിൾ മേ ഗെറ്റ് ഓൾസോ ഗെറ്റ് സ്പോയിൽഡ്. പാത്രം നാശാവും, അച്ചാറും നാശാവും. അതുകൊണ്ടാണ് നമ്മൾ വാട്ട് ഈസ് ചൈന ജാർ? അത് ഈ ഗ്ലാസ് ജാറിന്റെ തന്നെ വേറെ ഇതിനെ പറയുന്ന പേരാണ് കേട്ടോ ചൈന ജാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ്? മെറ്റൽ ജാറുകളിൽ എന്തായാലും ഇടാൻ പാടില്ല. ചൈന ജാറിലോ ഗ്ലാസ് ജാറിലോ ആണ് എന്ത് ചെയ്യുന്നത്? അച്ചാർ സ്റ്റോക്ക് ചെയ്യുന്നത്. കാരണം എന്താ? അച്ചാറിന്റെ ഉള്ളിലെ പിക്കിൾസിന്റെ ഉള്ളിലെ എന്തുണ്ട്? വിനാഗിരി ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആസിഡ് ആണ്. അത് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാറുകളിൽ ഇതേപോലെയുള്ള ഗ്ലാസ് ജാറിലും നല്ല ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ജാറിലൊക്കെ അച്ചാറിട്ട് വെക്കുന്നത്. അടുത്തത്, there are 3 glasses of colorless liquids. എന്താണ്? കാണാൻ ഒന്ന് സൂമിയോ? ഈ KL അർജുൻ PA എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിടിക്കൂട്ടാ, ഉറപ്പായിട്ടും ഞാൻ പിടിക്കും. സൈനബ നമ്മുടെ ക്ലാസ്സിലാണ്. സൈനബ ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടാ. There are 3 glasses of colorless liquids on a table. One of them is acidic, one is basic and one is water. Can you identify them by touch or taste? നമ്മുടെ മുമ്പിൽ കുറെ കളർലെസ് ലിക്വിഡ് വെച്ചിട്ട് ഒന്നിൽ ആസിഡ് ഉണ്ട്, ബേസ് ഉണ്ട്, വെള്ളം ഉണ്ട് നമ്മളോട് പറഞ്ഞേക്കാണ്. നമുക്ക് അറിയില്ല ഏതാന്ന്. നിങ്ങളോട് പറയാണ് ഏതെങ്കിലും ഒന്ന് പോയി ടേസ്റ്റ് ചെയ്ത്, എന്നിട്ട് ആസിഡ് ആണോ ബേസ് ആണോ വെള്ളാണോ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി നിങ്ങൾ ടേസ്റ്റ് ചെയ്യോ? ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ടേസ്റ്റ് ചെയ്യോ നിങ്ങൾ? പറ്റുമോ അങ്ങനെ? ടച്ചോ ടേസ്റ്റ് വഴിക്ക് നമുക്കത് ചെയ്യാൻ പാടുമോ? No, because acids and bases will cause burning. ഓടിപ്പോയിട്ട് കുടിച്ചത് തന്നെ ഓർമ്മയുണ്ടാവുള്ളൂ അല്ലെ? എന്താണ് അത്? ബേണിംഗ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ആസിഡ്സും ബേസും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അത് ചെയ്യരുത്. അടുത്തത്, ഹൗ ടു ഐഡന്റിഫൈ ദീസ് സേഫ്ലി. എങ്ങനെയാണ് ഒരു സാധനം ആസിഡ് ആണോ ബേസ് ആണോ വെള്ളമാണോ എന്ന് എങ്ങനെയാ അറിയാൻ പറ്റുക? അതിനാണ് നമ്മുടെ കയ്യിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത് അല്ലേ? ആസിഡ്സ് ആൻഡ് ബേസസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ഡിപ്പിംഗ് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ ടു ദ ലിക്വിഡ് ഇൻ ഓൾ 3 ഗ്ലാസ്. 3 ഗ്ലാസ്സിലും റെഡ് അല്ലെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ട് കൊടുക്കുക. When blue litmus paper dipped in acid, its color turns red. Base turned red litmus blue. Water does not discolor either. അല്ലേ? നമ്മൾ അത് ഇട്ട് കൊടുത്തു കഴിയുകയാണെങ്കിൽ കളർ ചേഞ്ച് സംഭവിച്ചു. റെഡ് ലിറ്റ്മസ് ബ്ലൂ ആണെങ്കിൽ അത് ബേസ്, ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവുകയാണെങ്കിൽ അത് ആസിഡ്. ഒന്നും സംഭവിച്ചില്ല, കളർ ചേഞ്ചുകൾ ഒന്നും അവിടെ ഇല്ല. എങ്കിൽ അത് ഏതാണ്? അത് വാട്ടർ ആണ്. അങ്ങനെ നമുക്ക് കരുതാം. Then അടുത്തത്, what color change will occur if vinegar is added to പതിമുഖം വാട്ടർ? പതിമുഖം വാട്ടറിലേക്ക് വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? പതിമുഖത്തിന്റെ കളർ എന്തായി മാറും? യെല്ലോ ആയി മാറും. കാരണം വിനാഗിരി എന്ന് പറയുന്നത് ആസിഡ് ആണ്. ബേസ് ആണെങ്കിലോ റെഡിലേക്ക് പോകും. ബേസ് ആണെങ്കിൽ ലൈറ്റ് റെഡ് കളർ ആയിട്ട് പോകും. വിനാഗിരി ആസിഡ് ആയതുകൊണ്ട് പതിമുഖത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പതിമുഖത്തിന്റെ കളർ യെല്ലോ ആയിട്ട് മാറും. When Anu took a yellow powder from the science kit and mixed it with a colorless liquid, its color turns red.
അനു എന്ത് ചെയ്തു? ഒരു യെല്ലോ പൗഡർ എടുത്തു. സയൻസ് കിറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു യെല്ലോ പൗഡർ എടുത്തു. എന്നിട്ടൊരു കളർലെസ് ലിക്വിഡിലേക്ക് ഇട്ടപ്പോ അത് റെഡ് കളറായി മാറി. വാട്ട് വുഡ് ബി ദ പൗഡർ ആൻഡ് ദ ലിക്വിഡ്? ഏത് പൗഡറാണ്? മഞ്ഞ കളറുള്ള പൗഡർ. മഞ്ഞ കളറുള്ള പൗഡർ ഏതാ? മഞ്ഞപ്പൊടി. ടർമറിക്. പൗഡർ ഏതാണ്? ടർമറിക് ആണ്. ടർമറിക് ഏതിലേക്ക് ഇട്ടാലാണ് റെഡ് കളറായിട്ട് മാറുക? റെഡ് കളറായിട്ട് മാറണമെങ്കിൽ ആ ലിക്വിഡ് ബേസ് ആയിരിക്കും. ലിക്വിഡ് എന്തായിരിക്കും? ബേസ് ആയിരിക്കും. നമ്മൾ അവിടെ എടുത്ത പൊടി എന്ന് പറയുന്നത് യെല്ലോ പൗഡർ എന്ന് പറയുന്നത് ടർമറിക് ആണ്. നമ്മൾ എടുത്ത ലിക്വിഡ് എന്ന് പറയുന്നതോ ബേസ് ആണ് അല്ലെ? ബേസ് ആണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ കളർ ചേഞ്ച്? കളർ ചേഞ്ചിന്റെ കാരണം എന്താ? ടർമറിക് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ബേസ്. ടർമറിക് എന്ന് പറയുന്നത് ബേസിന്റെ ഇൻഡിക്കേറ്റർ ആണ്. ഇറ്റ് ഷോസ് റെഡ് കളർ ഇൻ ബേസ് അല്ലെ? ബേസിൽ അത് എന്ത് കളർ കാണിക്കും? റെഡ് കളർ കാണിക്കും. അതുകൊണ്ടാണ് കളർ ചേഞ്ച് വന്നത്. ബിക്കോസ് ദി ബോട്ടിൽ കണ്ടെയ്നിങ് എന്ത്? ബേസ് കണ്ടെയ്ൻ ചെയ്തു. അതുകൊണ്ടാണ് അത് റെഡ് കളറായിട്ട് പിങ്ക് കളറായിട്ട് മാറിയത്. Name two natural and chemical indicators each that can be used to identify acid. ആസിഡ് ഐഡന്റിഫൈ ചെയ്യുന്ന നാച്ചുറൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ കെമിക്കൽ ഇൻഡിക്കേറ്റർ. നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഏതൊക്കെയാണ് നമുക്കറിയാം. പേപ്പർ റബ്ഡ് വിത്ത് റെഡ് ഹൈബിസ്കസ് പേപ്പർ, പതിമുഖം, ടർമറിക്, ഷൂ ഫ്ലവർ ഒക്കെ എന്താണ്? നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. കെമിക്കൽ ഇൻഡിക്കേറ്റർ ഏതാ? നമ്മുടെ മീതയിൽ ഓറഞ്ച്, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ കെമിക്കലി പ്രിപ്പയർ ചെയ്തതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫിനോൾഫ്തലീൻ എഴുതിക്കോ. ഫിനോൾഫ്തലീനും മീതയിൽ ഓറഞ്ചും ആണ് നമ്മൾ ലാബുകളിൽ യൂസ് ചെയ്യുന്നത് അല്ലെ? ലാബുകളിൽ യൂസ് ചെയ്യുന്നത് ഫിനോൾഫ്തലീനും ഏതുമാണ്? മീതയിൽ ഓറഞ്ചും ആണ്. അപ്പൊ നമുക്കത് കെമിക്കൽ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാം. Acids are not stored in metal bottles. What is the reason? മെറ്റൽ ബോട്ടിലുകളിൽ ആസിഡ് സ്റ്റോർ ചെയ്യുന്നില്ല. കാരണം നമ്മൾ പിന്നെയും പഠിച്ചതാണ്. When acid react with metal, it produce hydrogen. When the bottle will corrode as the acid react with the metal. കാരണം എന്താ? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് കൊറോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നശിച്ചു പോകും അല്ലേ? അത് തുരുമ്പെടുത്ത് നശിച്ചു പോവും. ഹൈഡ്രജൻ ഫോം ചെയ്യും. Then acetic acid and their use. കണ്ട? ആസിഡുകളും ബേസുകളും അതിന്റെ യൂസും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിലെ പഠിച്ചു വെച്ച് പോവാ. അസറ്റിക് ആസിഡിന്റെ യൂസ് എന്താ? ഫുഡ് പ്രിസർവേഷന് വേണ്ടി സഹായിക്കും. സിട്രിക് ആസിഡ് സാർ എനിക്കും കിട്ടും എവിടെന്നെങ്കിലും. സിട്രിക് ആസിഡ് to make drinks make ചെയ്യാൻ. sodium hydroxide for making soap, paper, rayon. magnesium hydroxide in medicine. ടാനിക് ആസിഡ് ടു മേക്ക് ലെതർ ആൻഡ് ഇങ്ക് അല്ലെ? ലെതറും ഇങ്കും ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി ടാനിക് ആസിഡ് യൂസ് ചെയ്യുന്നു. ഫോമിക് ആസിഡ് എന്തിനാണ്? ടു തിക്കൻ ദ റബ്ബർ സാപ്പ് ക്വിക്ക്ലി, ടു സോളിഡിഫൈഡ് ദ റബ്ബർ ലാറ്റക്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? ടു ഹാർഡൻ ദ റബ്ബർ ലാറ്റക്സ്. അപ്പോ ഫോമിക് ആസിഡിന്റെ യൂസ് എന്ന് പറയുന്നത് അതാണ്. തെറ്റിക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ആസിഡ്സും ബേസസും അതിന്റെ യൂസും എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഗേള് പറഞ്ഞു, Tamarind is kept in a copper vessel in my home. എൻ്റെ വീട്ടില് പുളി എന്ന് പറയുന്നത് ഒരു കോപ്പർ വെസലിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. ബോയ് പറയാണ് in my home tamarind is kept in an earthen pot. പക്ഷെ എൻ്റെ വീട്ടില് ഒരു എർത്തൻ ബോട്ടിലാണ് വെച്ചേക്കുന്നത്. ആരുടെ ഒപ്പീനിയൻ ആണ് കറക്റ്റ്? ഗേളിന്റെ ആണോ ബോയുടെ ഒപ്പീനിയൻ ആണോ കറക്റ്റ്? അഫ്കോഴ്സ് ആരുടെയാണ്? വെരി ഗുഡ് അൽസ, വെരി ഗുഡ്. മെർലിൻ, വെരി ഗുഡ്. രണ്ടുപേരും ബോയ് എന്നാണ് പറഞ്ഞത്. യെസ് നിരഞ്ജന, രബ, വെരി ഗുഡ്. യെസ് ബോയ്ഡ് ഒപ്പീനിയൻ ആണ് കറക്റ്റ്. കാരണം എന്താ? ടാമറിൻഡ് എന്ന് പറയുന്നത് പുളിയാണ്. അതിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ട്. The tartaric acid present in tamarind react with copper vessel and produce hydrogen gas. To prevent this chemical reaction, tamarind is kept in an earthen pot. എന്താണ്? ടാമറിൻഡിൽ ടാർട്ടാറിക് ആസിഡ് ഉണ്ട്. അത് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത്, കോപ്പർ എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. അപ്പോൾ കോപ്പർ വെസലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് നശിപ്പിക്കും, നാശമാവും. Then following are the use of some substance. Complete the table on the basis of their use. Used in batteries of motor vehicle, used in medicine, used to make chemical fertilizer, used in glass manufacturing, used to reduce the acidity of soil. ഓരോന്ന് എന്തൊക്കെയാ? ആസിഡിന്റെ ആണോ ബേസിന്റെ ആണോ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാ? ആസിഡ്, ബേസ്. Used to make chemical fertilizer. അതേപോലെ used in batteries and motor vehicles. നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ അങ്ങനെയല്ലേ? ബാറ്ററീസ് ആൻഡ് മോട്ടോർ വെഹിക്കിളിൽ സൾഫ്യൂരിക് ആസിഡ് ആണ്. യൂസ്ഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ, നൈട്രിക് ആസിഡ് ഒക്കെ അതിനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? പിന്നെ ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ പറഞ്ഞു. ഇൻ മെഡിസിൻ നമ്മൾ പഠിച്ചതാണ്. മെഡിസിനിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അത് ബേസ് ആണ്. ഇത് ആസിഡ് ആണ്.
ഗ്ലാസ് മാനുഫാക്ചറിങ്ങിന് ബേസ് ആണ് യൂസ് ചെയ്യുക. സോയിലിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് ആണ്. ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കേട്ടോ. ആസിഡുകളുടെയും ബേസിന്റെയും ഗുണങ്ങളെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ആസിഡിന്റെയും ബേസിന്റെയും ഗുണങ്ങൾ. ഓൾ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ, യെസ്. Then അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സോപ്പ് മേക്കിംഗ് ആർ കറക്റ്റ്? ഏതൊക്കെയാ? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ് ആണോ? അലുമിനിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യോ? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണോ യൂസ് ചെയ്യുക? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ യൂസ് ചെയ്യുക? അപ്പൊ അത് തെറ്റാണ്. പിന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ല. പിന്നെ sodium silicate and stone powder are used to increase the hardness. Correct അല്ലേ? Correct ആണ്. Potassium hydroxide used to make soft soap. Correct അല്ലേ? സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. തെറ്റിക്കരുത്. സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും യൂസ് ചെയ്യുന്നുണ്ട് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ. അപ്പൊ ഏതൊക്കെ? 3 and 4 ആർ കറക്റ്റ് അല്ലേ? 3ഉം 4ഉം കറക്റ്റ് ആണ്. അടുത്തത്, when പതിമുഖം വാട്ടർ ഈസ് ആഡഡ് ടു ലെമൺ ജ്യൂസ്, വിനാഗർ, ടാമറിൻ വാട്ടർ ആൻഡ് ബട്ടർ മിൽക്ക്, their color changed to yellow. നമ്മൾ പറഞ്ഞു ആസിഡ് ആണ്. റൈറ്റ് എനി 2 common characteristics of these type of solution. എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷൻ ഒക്കെ എന്താ? വിനാഗിരി, ലെമൺ ജ്യൂസ്, ടാമറിൻ വാട്ടർ, ബട്ടർ മിൽക്ക് എന്നൊക്കെ പറയുന്നത് ആസിഡ് ആണ്. ആസിഡിന്റെ 2 ഫീച്ചർ അറിയാലോ? ഹാസ് sour taste, turn blue litmus into red, react with metal, hydrogen gas is produced. നമ്മൾ പഠിച്ചിട്ടുള്ള 3 ഫീച്ചറും അവിടെ എഴുതി വെക്കുക. സോ ടേസ്റ്റ് ആണ്, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റും. അതേപോലെ എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും മെറ്റലുമായി റിയാക്ട് ചെയ്യുമ്പോൾ. ടാർട്ടറിക് ആസിഡ് എവിടെയാണ്? ടാമറിൻഡിലാണ് ടാർട്ടറിക് ആസിഡ് ഉള്ളത് അല്ലേ? ടാമറിൻഡ്. ടൊമാറ്റോയിലുള്ള ആസിഡിന്റെ പേര് ഓക്സാലിക് ആസിഡ്. വെരി ഗുഡ്, ഓക്സാലിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് എവിടെയാ? അസ്കോർബിക് ആസിഡ് ഗൂസ്ബെറി. വെരി ഗുഡ്. ആപ്പിളിലുള്ളത് മാലിക് ആസിഡ് ആണ്. എവിടെയുള്ളത്? ആപ്പിളിലുള്ളത് മാലിക് ആസിഡ് ആണ്. When a strong acid fills your body, it burns. Write any 4 precautions that should be taken to avoid accidents while handling chemical. Important question. Chemicals നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? Don't touch with hands, don't smell, don't taste. Use a dropper while taking out acid from a bottle. ആസിഡ് ബോട്ടിലിൽ നിന്ന് ആസിഡ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ചെരിച്ചെടുക്കാൻ ഒരു ഡ്രോപ്പർ യൂസ് ചെയ്തെടുക്കുക. യൂസ് എ ഹോൾഡർ വൈൽ യൂസിങ് ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഓടിച്ചെന്ന് പിടിക്കരുതെന്ന്. ഒരു ഹോൾഡർ യൂസ് ചെയ്തിട്ട് വേണം ടെസ്റ്റ് ട്യൂബ് ഹോൾഡ് ചെയ്യാൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തത്, സം മെറ്റീരിയൽസ് ഇൻ ദ സയൻസ് കിറ്റ് ഈസ് ഗിവൻ ബിലോ. ബേക്കിംഗ് സോഡ തന്നിട്ടുണ്ട്, ടെസ്റ്റ് ട്യൂബ് തന്നിട്ടുണ്ട്, മഗ്നീഷ്യം റിമൺ, വിനാഗിരി, ലൈം വാട്ടർ, മാച്ച് ബോക്സ് ഒക്കെ തന്നിട്ടുണ്ട്. A student conducted an experiment to achieve these objectives given below using suitable material from the science kit. The objective of the experiment is given. എന്താണ് ഒബ്ജക്റ്റീവ്? To identify the gas produced when acid react with metal. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത്? സ്റ്റുഡൻസിന്റെ എന്താണ് നിരഞ്ജന പറയുന്നത്? നിങ്ങളുടെ ആൻസേഴ്സ് നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ എല്ലാവരുടെയും ആൻസർ വായിച്ചു കഴിഞ്ഞത് നീങ്ങണ്ടേ? ക്വസ്റ്റ്യൻസ് കാണണ്ടേ? ഇതേ ക്വസ്റ്റ്യൻസ് നാളെ വരാൻ പോണത്. മനസ്സിലാവണ്ട? അപ്പൊ നമുക്ക് ഇവിടെ അറിയേണ്ടത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആസിഡ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം നമുക്ക്? ഇവിടെ ആരൊക്കെയുണ്ട്? വിനാഗിരി യൂസ് ചെയ്യാം, മഗ്നീഷ്യം റിബൺ, മാച്ച് ബോക്സ്, ടെസ്റ്റ് ട്യൂബ്. കാരണം ആസിഡ് കിട്ടണമെങ്കിൽ അവിടെ എന്ത് വേണം? മെറ്റൽ വേണം. മറ്റേ ഹൈഡ്രജൻ കിട്ടണമെങ്കിൽ മെറ്റലും വേണം, ആസിഡും വേണം. അതെടുത്തു, മാച്ച് ബോക്സ് എടുത്തു, ടെസ്റ്റ് ട്യൂബ് എടുത്തു. പ്രൊസീജിയർ എന്താ? ടേക്ക് വിനെഗർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. എന്ത് ചെയ്യാ? ഒരു വിനാഗിരി ടെസ്റ്റ് ട്യൂബിൽ ഇത്തിരി വിനാഗിരി എടുക്കുക. പുട്ട് ദ മഗ്നീഷ്യം റിബൺ ഇൻ ദ സെയിം ടെസ്റ്റ് ട്യൂബ്. അതേ ടെസ്റ്റ് ട്യൂബിലേക്ക് തന്നെ മഗ്നീഷ്യം റിബൺ ഇടുക. ആഫ്റ്റർ സം ടൈം ലൈറ്റ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് ഷോ ഇറ്റ് ഇൻ ടു ദ ടെസ്റ്റ് ട്യൂബ്. ഒരു തീപ്പെട്ടി കത്തിച്ചിട്ട് അതിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ബബിൾസ് വേർ ഫോംഡ് വെൻ മഗ്നീഷ്യം റിബൺ പുട്ട് ഇൻ ടു ദ ടെസ്റ്റ് ട്യൂബ്. അല്ലെ? എന്താണ്? അതിന്റെ ഉള്ളിലേക്ക് മഗ്നീഷ്യം റിബൺ ഇടുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യുന്നു? ബബിൾസ് ഫോം ചെയ്യും. ദ മാച്ച് സ്റ്റിക്ക് ബേൺഡ് വിത്ത് എ പോപ്പ് സൗണ്ട്. മാച്ച് സ്റ്റിക്ക് എന്താണ്?
കത്തും, നന്നായി ആളിക്കത്തും, ഒരു പോപ്പ് സൗണ്ട് ഉണ്ടാവും. വെൻ ഇറ്റ് ബ്രിങ് ടു ദ ടെസ്റ്റ് ട്യൂബ്, ടെസ്റ്റ് ട്യൂബിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് എന്താണ് ടെസ്റ്റ് ട്യൂബിന്റെ അവിടെ നിന്ന് ഈ സാധനം ആളിക്കത്താൻ തുടങ്ങും, പോപ്പ് സൗണ്ട് ഉണ്ടാവും. അതിന്റെ അർത്ഥം എന്താ? ഇൻഫറൻസ് എന്താ? ഹൈഡ്രജൻ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ്. അതിന്റെ കാരണം എന്താ? ഹൈഡ്രജൻ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. കാരണം ദി പോപ്പ് സൗണ്ട് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ആ പോപ്പ് സൗണ്ട്, ആ ഫ്ലെയിമബിൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ ഗ്യാസ് ഫ്ലെയിമബിൾ ആണെന്ന്. ആ പോപ്പ് സൗണ്ട് കാണിക്കുന്നത് എന്തിനെയാണ്? ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രസൻസിനെയാണ്. ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രസൻസിനെയാണ്. The gas produced when acid react with metal. ഏതാണ് ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്? ഹൈഡ്രജൻ. ഇനി ഇതിനൊരു മാറ്റില്ല, ഇനി ഇത് തെറ്റിക്കരുത്, ഹൈഡ്രജൻ. Some acids and their uses are listed below. Acetic acid, citric acid, nitric acid, tannic acid. പറഞ്ഞോളൂ. Acetic acidന്റെ ഗുണം എന്തൊക്കെയാ? Acetic acid used in vinegar and preservative. Citric acid manufacturing of chemical fertilizer. Nitric acid പെയിന്റുകളിലും ഡൈകളിലും യൂസ് ചെയ്യുന്നു. Tannic acid to make leather and ink. ലെതറും ഇങ്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് tannic acid യൂസ് ചെയ്യുന്നത്. You know that methyl orange is an indicator. How can you identify acids and bases using methyl orange? Methyl orange ഉപയോഗിച്ച് ആസിഡിനെയും ബേസിനെയും എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? Methyl orange turns pink in acid and yellow in bases. അല്ലേ? ആസിഡ് ആണെങ്കിൽ methyl orangeന്റെ കളർ പിങ്ക് ആയി മാറും, ബേസ് ആണെങ്കിൽ യെല്ലോ ആയി മാറും. ബേസ് ആണെങ്കിൽ യെല്ലോ ആയി മാറും. And can you identify it? തനീഷ ഡൗട്ടുകൾ കമന്റ് ചെയ്യുക. തനീഷ ഡൗട്ട് കമന്റ് ചെയ്യുക കേട്ടോ. മാഗ്നറ്റ് വിനാഗർ ഇട്ടാൽ ഹൈഡ്രജൻ. മാഗ്നറ്റ് അല്ലടാ, മഗ്നീഷ്യം ആണ് നമ്മൾ വിനാഗിരിയിൽ ഇട്ടത്. മഗ്നീഷ്യം ആണ് വിനാഗിരിയിൽ ഇട്ടത്. ഹോം മെയ്ഡ് ആയിട്ട് ഹൈഡ്രജൻ നോ ഹോം മെയ്ഡ് ആയിട്ട് പറ്റും, പക്ഷെ ഹോം മെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, അതിന് ഇത്തിരി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. The details of an experiment conducted in a class using 3 solutions. For solution 1, solution 2, solution 3. അതെ, ഓരോന്നിന്റെ സാധനം ഒരു എന്താ പറയാ ടെസ്റ്റ് റിസൾട്ട് തന്നിട്ടുണ്ട്. When red litmus paper was dipped in solution 1, it turned blue. Red litmus paper കൊണ്ടുവച്ചപ്പോൾ ബ്ലൂ ആയി മാറി. ടർമറിക് ആഡ് ചെയ്തപ്പോൾ സൊല്യൂഷൻ 2 റെഡ് ആയിട്ട് മാറി. ഫിനോൾഫ്തലീൻ ആഡ് ചെയ്തപ്പോൾ കളർ ചേഞ്ച്, കളർ ഓഫ് സൊല്യൂഷൻ 3 ടേൺഡ് പിങ്ക്. അപ്പൊ 3 സൊല്യൂഷനിലേക്ക് 3 സാധനങ്ങൾ ഇട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള കളർ ചേഞ്ച് ആണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോ ഏതാന്ന് പറഞ്ഞോ? റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയെങ്കിൽ ആ സൊല്യൂഷൻ 1 എന്താണ്? സൊല്യൂഷൻ 1 ബേസ് അല്ലേ? സൊല്യൂഷൻ 1 ബേസ് ആണ്. When turmeric was added, the color of solution turned red. നല്ല റെഡ് കളറായി മാറിയെങ്കിൽ അതും എന്ത് തന്നെയാണ്? അതെന്താണ്? റെഡ് കളറായി മാറി. ടർമറിക്കിന്റെ കളർ റെഡ് ആയാൽ അത് ബേസ് തന്നെ. When phenolphthalein was added, the color of solution 3 turned pink. പിങ്ക് കളറായി മാറി. സാർ തനീഷ ഡൗട്ട് ഒന്ന് വായിച്ചേ. പിങ്ക് കളറായി മാറിയാൽ സാർ ഇവിടെ പിങ്ക് കളറായി മാറിയാൽ അതും എന്ത് തന്നെയാ? അതും ബേസ് ആണ്. അപ്പൊ ഏതാണ് കറക്റ്റ്? 1ഉം ബേസ്, 2ഉം ബേസ്, 3ഉം ബേസ്. സി ആണ് കറക്റ്റ് അല്ലേ? സി ആണ് കറക്റ്റ് ആൻസർ. വിനാഗർ ആൻഡ് ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ആർ കെപ്റ്റ് ഇൻ സെപ്പറേറ്റ് ബീക്കർ. വിനാഗിരിയും ബേക്കിംഗ് സോഡയും സെപ്പറേറ്റ് ബീക്കറിലാണ് നമ്മൾ സൂക്ഷിക്കുക. റൈറ്റ് ആൻ എക്സ്പെരിമെന്റ് ടു ഐഡന്റിഫൈ ദ സൊല്യൂഷൻ യൂസിങ് ഫിനോൾഫ്തലീൻ. ഫിനോൾഫ്തലീൻ യൂസ് ചെയ്തിട്ട് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സുഖല്ലേ? വിനാഗിരിക്ക് ഫിനോൾഫ്തലീൻ ആഡ് ചെയ്തു, അതേപോലെ ബേക്കിംഗ് സോഡയിലേക്കും ഫിനോൾഫ്തലീൻ ആഡ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? 30 വാങ്ങും. നല്ല കാര്യം കേട്ടോ, വെരി ഗുഡ്. അപ്പോൾ എന്താണ് വിനാഗിരി ആൻഡ് ക്ലിയർ ബേക്കിംഗ് സോഡ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ വിനാഗിരി എടുക്കുന്നു, ഒരു ടെസ്റ്റ് ട്യൂബിൽ ക്ലിയർ ബേക്കിംഗ് സോഡ എടുക്കുന്നു, രണ്ടിലേക്കും ഫിനോൾഫ്തലീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കളർ ചേഞ്ച് ഇല്ലാത്തത് വിനാഗിരിയാണ്, ആസിഡ് ആണ്. ബേക്കിംഗ് സോഡ എന്തായി മാറും? പിങ്ക് കളറായിട്ട് മാറും. പിങ്ക് കളർ വന്നത് അപ്പോൾ ബേക്കിംഗ് സോഡയാണ്. കളർ ചേഞ്ച് ഇല്ലാത്തത് അവിടെ ആസിഡ് ആണ്. അങ്ങനെയാണ് ആ എക്സ്പെരിമെന്റ് നടത്തേണ്ടത്. അടുത്തത്, ഡിസൈൻ ആൻ എക്സ്പെരിമെന്റ് ടു ഡിറ്റർമൈൻ വെദർ ദ ഗിവൻ പാർട്ട് ഓഫ് എ പ്ലാൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. നമുക്കൊരു പ്ലാൻ പാർട്ട് തന്നിട്ട് അത് നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? പറ്റുമോ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ടു ടെസ്റ്റ് എ പ്ലാൻ പാർട്ട് ആസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ, ക്രഷ് ഇറ്റ് ആൻഡ് പ്രിപ്പയർ ഇറ്റ്സ് എക്സ്ട്രാക്ട്. അതിനെ ചതച്ച് അതിന്റെ സത്ത് പിഴിഞ്ഞെടുത്തു. ആഡ് ദി എക്സ്ട്രാക്ട് ടു ആസിഡ് ആൻഡ് ബേസ് സൊല്യൂഷൻ സെപ്പറേറ്റ്ലി. ഏതെങ്കിലും ഒരു ആസിഡ് എടുക്കുക, ഒരു വിനാഗിരിയോ ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുക, അതിലേക്ക് ഈ സൊല്യൂഷൻസ് ആഡ് ചെയ്യാം, നമ്മൾ ക്രഷ് ചെയ്ത് പൊടിച്ചത്. ഒബ്സർവ് കളർ ചേഞ്ചസ് ടു ഡിറ്റർമൈൻ ഇൻഡിക്കേറ്റർ പ്രോപ്പർട്ടി. എന്നിട്ട് ആ ഇൻഡിക്കേറ്റർ പ്രോപ്പർട്ടി ടേൺ റെഡ് ആണോ, ഏത് ആസിഡിൽ അത് എങ്ങനെ കളർ മാറി, ബേസിൽ അത് കളർ മാറുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഒരു ഇൻഡിക്കേറ്റർ ആണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോപ്പിന്റെ എക്സ്പെരിമെന്റ് വരും കേട്ടോ, ആ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും.
അടുത്തത് the observation of an experiment conducted using blue litmus paper and red litmus paper is given below. Analyze the table and write to conclusion. പറഞ്ഞോ ഇതിലെ കുക്കുംബർ, ഗ്രേപ്പ്, അതേപോലെ ലെമൺ, ആപ്പിൾ, ടൊമാറ്റോ എന്നൊക്കെ പറയുന്നത് ആസിഡ് ആണ്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ബേസ് ആണ് അല്ലേ. അപ്പൊ ഫ്രൂട്ട്സുകളിലൊക്കെ എന്തുണ്ട്? ആസിഡ് ഉണ്ട് അല്ലെ. ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ആസിഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ബേക്കിംഗ് സോഡ ഒരു ബേസ് ആണെന്നുള്ളതും മനസ്സിലായി. അതാണ് ഇതിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇതിലത്തെ കൺക്ലൂഷൻ ശരിക്കും എന്താണ്? അതാണ് ഇവിടുത്തെ കൺക്ലൂഷൻ. സബ്സ്റ്റൻസ് ലൈക്ക് കുക്കുംബർ, ഗ്രേപ്പ്, ലെമൺ, ആപ്പിൾ ആൻഡ് ടൊമാറ്റോ ടേൺ ബ്ലൂ, ലിറ്റ്മസ് പേപ്പർ റെഡ്, hence they are acidic. Baking soda turned red, litmus paper blue, hence it is basic. Write to common name of the substance that turned blue, litmus paper red. ബ്ലൂവിനെ റെഡ് ആക്കുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേര് ആസിഡ്. റൈറ്റ് വൺ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? ഹാസ് ഓർ ടേസ്റ്റ്, produce hydrogen when react with metal, പിന്നെ turn blue litmus paper into red. ഇതൊക്കെയാണ് പ്രോപ്പർട്ടി. Examine the statement given below and identify the correct answer. Curd contains a bacteria called lactobacillus. കറക്റ്റ് അല്ലേ? കേർഡിൽ എന്തുണ്ട്? ലാക്ടോബസില്ലസ് ഉണ്ട്. The acid found in lemon is lactic acid. No, ലെമണിലുള്ളത് സിട്രിക് ആസിഡ് ആണ്. Acid have sour taste. കറക്റ്റ് ആണ്. The acid found in apple is citric acid. No, it is malic acid. അപ്പൊ ഏതൊക്കെയാ കറക്റ്റ്? 3 to 1 and 3 is correct. 1 and 3 are correct. 1 and 3 are correct. 1 and 3 are correct. Yes. Then നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇതുവരെ ക്ലിയർ കട്ട് അല്ലേ? നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നാളെ വരാൻ പോണത്. നാളെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഇപ്പം മുഴുവൻ നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് യൂട്യൂബ് ലൈവ് ആയതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. സോ ഈ ക്ലാസ് കണ്ടിട്ട് നല്ല പ്രോപ്പറായിട്ട് വാച്ച് ചെയ്തിട്ട് വേണം നാളത്തെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ദി വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി ആക്ടിവിറ്റി 1. 3-volt LED bulb available from fancy shops are used in this circuit. As soon as the second circuit is turned on, the LED burns out. നോക്കിയേ 3 വോൾട്ട് എൽ ഇ ഡി ആണ് കൊണ്ടുവച്ചത്. രണ്ടാമത്തെ സർക്യൂട്ട് ഓൺ ആക്കിയപ്പോഴത്തേനും LED പണിക്കുറ്റം കഴിഞ്ഞു. LED കഴിഞ്ഞു. വൈ? വാട്ട് കുഡ് ബി ദ റീസൺ? ആകെ എത്രയുള്ളത്? ആകെ അത് 3 വോൾട്ട് ഉള്ളു. ഈ 3 വോൾട്ട് ബൾബ് കത്തിക്കാൻ വേണ്ടി എന്തോരം ബാറ്ററി അവിടെ ആ സെക്കൻഡ് സർക്യൂട്ടില്? ഒരു ലോഡ് ബാറ്ററി കൊണ്ടുവച്ചിട്ട് കത്തടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കപ്പാസിറ്റി ഇല്ലല്ലേ? അതെന്ത് ചെയ്യും? പൊട്ടിപ്പോവും. ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് എക്സസ് കറന്റ് ദാറ്റ് ബേൺഡ് ഓഫ് തിൻ ഫ്യൂസ് ഫയർ. അതിനാകൂടി ഇത്തിരി പോകുന്ന ഒരു ഫ്യൂസ് ഫയർ ഉള്ളോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇത്രയും ബാറ്ററി ഇത്രയധികം ഓവർഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ബേൺ ഔട്ട് ആവും അല്ലേ? അത് ബേൺ ഔട്ട് ആവും. What arrangement should be made in the circuit to prevent such damage while working? അപ്പൊ നമുക്ക് ആ സർക്യൂട്ടിൽ എന്തൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യാം? ഡബിൾ ചെക്ക് ദ പൊളാരിറ്റി ഓഫ് ദ LED. ആ LED പൊളാരിറ്റി ചെക്ക് ചെയ്യുക. ആൻഡ് ദ ബാറ്ററി ടു എൻഷുർ ദേ ആർ കണക്റ്റഡ് കറക്റ്റ്ലി. കറക്റ്റ് ആയിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കണക്ട് ചെയ്തത് കറക്റ്റ് ആണോ, കറക്റ്റ് നമ്പർ ഓഫ് ബാറ്ററി ആണോ ഉള്ളത് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. വോൾട്ട് അതല്ലാണ്ട് നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഇത്തിരി പോകുന്നൊരു മനുഷ്യൻ, നിങ്ങൾക്ക് കുഴിമന്തി ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 10 കുഴിമന്തി ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. എനിക്ക് പറ്റില്ലേ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അതെന്നത് കറണ്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുണ്ട് ഒരു കറണ്ട്. ഈ നിലയ്ക്ക് കറണ്ട് ആയി കഴിഞ്ഞ് പറ്റുമോ? പറ്റില്ല അല്ലെ? Then what safety precautions should be taken while using electric device? ഇലക്ട്രിക് ഡിവൈസുകൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. Do not operate the switch with wet hand. Use wire with insulation. അല്ലേ? ഇൻസുലേഷൻ യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ ഇൻസുലേഷൻസ് ഉള്ള വയറുകൾ വേണം യൂസ് ചെയ്യാൻ. വെറ്റ് ഹാൻഡ് കൊണ്ട് പിടിക്കാൻ നിൽക്കരുത്. ഓൺ ചെയ്തിട്ട് പരിപാടികൾ നടത്തരുത്. ഓഫ് ചെയ്തിട്ട് വേണം റിപ്പയറിംഗ് ആണെങ്കിലും വർക്കിംഗ് ആണെങ്കിലും നടത്താൻ വേണ്ടിയിട്ട്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following materials can be used to complete the circuit and light the bulb? ബൾബ് ലൈറ്റ് ചെയ്യണമെങ്കിൽ ആ ഏത് സബ്സ്റ്റൻസുകളാണ് താഴെ തന്നിരിക്കുന്നതിൽ യൂസ് ചെയ്യുന്നത്? പെൻസിൽ ഗ്രാഫൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? കറണ്ട് പോവില്ലേ? അത് കൂടെ പോവും. അപ്പൊ പെൻസിൽ ഗ്രാഫൈറ്റ് യൂസ് ചെയ്യാം. അത് കണ്ടക്ടറുകളാണ്. അപ്പോ കറണ്ട് കടത്തി വിടുന്നതിന് നമ്മൾ പറയുന്ന പേര് കണ്ടക്ടർ. പെൻസിൽ ഗ്രാഫൈറ്റ് കണ്ടക്ടർ ആണ്. അയേൺ നെയില് എന്ന് പറയുന്നത് മെറ്റൽ അല്ലേ? കറണ്ട് പോവില്ലേ? അയേൺ നെയിൽ കറക്റ്റ് ആണ്. ഗ്ലാസ് റോഡ് ഗ്ലാസ് ആണ്. പോവോ? കറണ്ട് പോവോ? ഇല്ല. അതെന്താ? അത് ഇൻസുലേറ്റർ ആണ്. ഗ്ലാസ് റോഡ് എന്ന് പറയുന്നത് ഇൻസുലേറ്റർ ആണ്. കറണ്ട് പോവില്ല. സ്റ്റീൽ സ്പൂൺ മെറ്റൽ ആണ്. കറണ്ട് പോവും.
സ്റ്റീൽ സ്പൂൺ മെറ്റൽ ആണ്, കറണ്ട് പോവും. പ്ലാസ്റ്റിക് സ്കെയിൽ പോവില്ല, ഇൻസുലേറ്റർ ആണ്. അടുത്തത് ഗോൾഡൻ ബാംഗിൾ, ഗോൾഡ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ആണ്, കണ്ടക്ടർ ആണ്, കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്ത് പോവും. റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിവൈസ് മാർക്ക്ഡ് 1, 2, 3 ഇൻ ദ ഫിഗർ ആൻഡ് ഡ്രോ ദ സിംബൽസ്. ഇതെന്താ? ഒന്നെന്ന് പറഞ്ഞത് എന്താണ്? ഒന്ന് ബൾബാണ്, ബൾബാണ്. രണ്ടാമത്തെ ബാറ്ററി. പഠിച്ചു വെച്ച് പൊക്കോട്ടാ. മൂന്നാമത്തെ സ്വിച്ച്. ചോദിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കും ഇതിന്റെ പടം വരയ്ക്കാൻ. ബൾബിന്റെ പടം അറിയാലോ? ബൾബിന്റെ പടം അറിയാൽ ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് എന്ത്? ബൾബ്. ബാറ്ററി എന്താ? ഇതാണ് ബാറ്ററി. ഓക്കെ, ഇതാണ് ബാറ്ററി. ഇത് ബാറ്ററി വേണമെങ്കിൽ രണ്ടെണ്ണം വരച്ചോ. ഇത് സെല്ലും ഇത് ബാറ്ററിയും. സ്വിച്ച് എന്താ? സ്വിച്ച് ഇതാണ് എന്ത്? സ്വിച്ച് എന്ന് പറയുന്നത്. ഓരോന്നിന്റെ സിമ്പിൾ ഇതേട്ടാ. LED സിമ്പിള്, മിനി മോട്ടറിന്റെ സിമ്പിള്, ബസറിന്റെ സിമ്പിള്, ബൾബ് കത്തിയത് കത്താത്തത്, ബാറ്ററി, സെല്ല്, സ്വിച്ച് ഓഫ് ആക്കിയത് ഓൺ ആക്കിയത്. ഓക്കെ, ഓൺ ആക്കിയത് ഓഫ് ആക്കിയത്, കണ്ടക്ടിങ് വയർ. ഓരോ സിമ്പിളും ഇമ്പോർട്ടന്റ് ആണ്. അത് വരയ്ക്കാനും പഠിക്കണം. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Which among the following can be used to light the bulb in the above arrangement? നമ്മൾ നേരത്തെ പറഞ്ഞു, കോപ്പർ വയർ യൂസ് ചെയ്യാം. മെറ്റൽ ആണ്, കണ്ടക്ടർ ആണ്. ഗ്ലാസ് പറ്റില്ല. അലുമിനിയം പറ്റും, കാരണം എന്താ? മെറ്റൽ ആണ്, കണ്ടക്ടർ ആണ്, പറ്റും. റീഫിൽ ഇല്ലില്ല. റീഫിൽ പ്ലാസ്റ്റിക് ആണ്, അത് പറ്റില്ല. അയൺ വയർ പറ്റും, മെറ്റൽ ആണ്, കണ്ടക്ടർ ആണ്. റോൾഡ് പേപ്പർ പറ്റില്ല, പേപ്പർ എന്തില്ല? കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. പെൻസിൽ ഗ്രാഫൈറ്റ് പറ്റും, കാരണം എന്താ? മെറ്റൽ ആണ്, കണ്ടക്ടർ ആണ്. ഡ്രോ ദ സിംബൽ ഓഫ് സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് പൊസിഷൻ. ഓണിന്റെയും ഓഫിന്റെയും. എന്താ? ഓൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതിയ, ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു വള്ളി, ഇങ്ങനെ. ഇത് ഓൺ. ഓഫ് ആണെങ്കിലോ അതെ മുകളിലേക്ക് കയറ്റി വരയ്ക്കുക. അതാണ് എന്ത്? ഓഫ് മോഡ്. അപ്പൊ ഓൺ മോഡും വരയ്ക്കാൻ അറിയണം, ഓഫ് മോഡും വരയ്ക്കാൻ അറിയണം. സിമ്പിൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസൈൻ ആൻഡ് പിക്ചറൈസ് എ ഡിവൈസ് ടു ഐഡന്റിഫൈ ഒബ്ജെക്ട്സ് that are conductors and non-conductors of electricity using the following materials. അപ്പൊ താഴെ കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മളോട് ഒരു പടം വരയ്ക്കാനാണ് പറഞ്ഞേക്കണേ. ആ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം എന്ത്? പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം ചിലത് കണ്ടക്ടർ ആണ്, ചിലത് ഇൻസുലേറ്റർ ആണെന്ന്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മൾ സാധനമൊക്കെ വെച്ചു, ബാറ്ററി വെച്ചു, ഇവിടെ ഒരു ബൾബ് വെച്ചു, ബാറ്ററി വെച്ചു, പിന്നെ നമ്മുടെ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വെച്ചു. ഇനി സ്ക്രൂ നെയിലും ഉണ്ട്, കാർഡ്ബോർഡും ഉണ്ട്. നമ്മളിവിടെ കാർഡ്ബോർഡ് കൊണ്ടുവച്ചു നിൽക്കുക. കാർഡ്ബോർഡ് കൊണ്ടുവച്ച ബൾബ് കത്തുവോ? കത്തില്ല. അപ്പൊ ഇത് കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ബിക്ക്. കാരണം എന്താ? ബൾബ് അവിടെ കത്തുന്നില്ല അല്ലെ. ഇനി സ്ക്രൂ നെയിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇതേ ബിക്ക് തന്നെ, പക്ഷേ ബൾബ് കത്തും. ഇവിടെ എന്താണ്? സ്ക്രൂ നെയിൽ ഉണ്ട്. ഇവിടെ സ്ക്രൂ നെയിൽ ഫിറ്റ് ചെയ്തു, ബൾബ് കത്തി. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? സ്ക്രൂ നെയിൽ വെച്ചതാണ്. കണ്ടാ സ്ക്രൂ നെയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇനി അടുത്തത് ഡ്രൈ ഈർക്കിലി വെച്ച് കഴിഞ്ഞാൽ, ഈർക്കിലി വുഡാണ്, ബൾബ് കത്തുവോ? ബൾബ് കത്താൻ പോണില്ല, ബൾബ് കത്തില്ല. റീഫില്ല് പ്ലാസ്റ്റിക് ആണ്, ബൾബ് കത്തില്ല. അലുമിനിയം ഫോയില്, ബൾബ് കത്തും, ബൾബ് ഗ്ലോ. കാരണം എന്താ? അലുമിനിയം കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഗ്ലാസ് റോഡ്, ബൾബ് ഡോൺ ഗ്ലോ. കാരണം എന്താ? പ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പ്ലാസ്റ്റിക് എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ക്ലാസിഫൈ ദ ഒബ്ജക്ട് ഗിവൻ ഇൻ ദ ടേബിൾ ബേസ്ഡ് ഓൺ ദീസ് ഫൈൻഡിങ്. എങ്ങനെയാ? കറണ്ട് കടത്തിവിടുന്നതിന് നമുക്ക് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. കറണ്ട് കടത്തിവിടാത്തതിനെ ഇൻസുലേറ്റർ എന്ന് പറയാം. അപ്പോ ഇത് നാളത്തെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. കണ്ടക്ടർ ഏതാണ്, ഇൻസുലേറ്റർ ഏതാണെന്നുള്ളത് പഠിച്ച് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? എന്റെ മക്കള് പോവാൻ വേണ്ടിയിട്ട്. അടുത്തത് രണ്ടുപേര്. ഒരാൾ പറഞ്ഞു, ഓൾദോ വി ഹാവ് TV, വാഷിംഗ് മെഷീൻ ആൻഡ് റെഫ്രിജറേറ്റർ ഇൻ അവർ ഹൗസ്, അവർ ഇലക്ട്രിസിറ്റി ബിൽ ഈസ് ബിലോ ₹1000. എൻ്റെ വീട്ടിൽ ഇതൊക്കെ ഉണ്ട്, TV ഉണ്ട്, വാഷിംഗ് മെഷീൻ, എല്ലാ സാധനങ്ങളും ഉണ്ട്, എന്നിട്ട് എൻ്റെ വീട്ടിൽ 1000 രൂപയെ വരണുള്ളൂ. മറ്റേ ചേട്ടൻ പറയാണ്, എൻ്റെ വീട്ടിൽ 1000-നേക്കാളും കൂടുതലുണ്ട്, പക്ഷെ എൻ്റെ വീട്ടിൽ ഇത്രയധികം അപ്ലയൻസസ് ഒന്നും ഇല്ല. ഇതൊന്നും ഇല്ലാണ്ട് പോലും എൻ്റെ വീട്ടിൽ 1000-നേക്കാട്ടിലും കൂടുതൽ എന്തുണ്ട്? സാധനം ഉണ്ട്. കാരണം എന്താ പാവല്ലേ? വാട്ട് ആർ ദ റീസൺ ഫോർ ഹൈ ഇലക്ട്രിസിറ്റി ബിൽ ഓഫ് B? എന്തുകൊണ്ടാണ്? Bulb and fan switched on even when there is no one in the room. TV switched on even when there is no one to watch. Bulb are switched on even during daytime. The refrigerator left open. ഇതൊക്കെ ആയിക്കൂടെ. തോന്നിയ പോലെ റെഫ്രിജറേറ്റർ തുറന്നിടുക, ആവശ്യമില്ലെങ്കിലും ബൾബ് ഓൺ ആക്കിയിടുക, ആവശ്യം കഴിഞ്ഞിട്ടും ഫാൻ ഓൺ ആക്കിയിടുക, ആരും വാച്ച് ചെയ്യാനില്ലാത്തപ്പോഴും TV ഓൺ ആക്കിയിടുക. ഇതൊക്കെ കാരണം കൊണ്ടാണ് എന്ത്? ബിയുടെ അവിടെ ഇത് കൂടാൻ കാരണം. പിന്നെ ഗുഡ് ക്വാളിറ്റി ഡിവൈസ് അല്ല യൂസ് ചെയ്യുന്നത്. ഡു നോട്ട് യൂസ് ഗുഡ് ക്വാളിറ്റി ഡിവൈസസ്. അങ്ങനെയൊക്കെ
കെയർലെസ് ഹാൻഡ്ലിംഗ് ഓഫ് ഇലക്ട്രിക് എക്യുപ്മെന്റ് മേ കോസ് ആക്സിഡന്റ്. റൈറ്റ് ഫോർ സിറ്റുവേഷൻ. എപ്പോഴൊക്കെ ആക്സിഡന്റുകൾ സംഭവിക്കാം? ഇലക്ട്രിക് ഷോക്കുകൾ കിട്ടാം. ഓപ്പറേറ്റിംഗ് എ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്, അല്ലേ? നനഞ്ഞ കൈ കൊണ്ട് പിടിക്കുന്ന സമയത്ത്. റിമൂവിംഗ് പ്ലഗ് പിൻസ് വെൻ ദ സ്വിച്ച് ഈസ് ഓൺ. യൂസിങ് വയേഴ്സ് വിത്തൗട്ട് ഇൻസുലേഷൻ. ചേഞ്ചിങ് ബൾബ് വെൻ ദ സ്വിച്ച് ഈസ് ഓൺ. ഈ സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ഷോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഷോക്ക് കിട്ടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. സജസ്റ്റ് ടു ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൻ ടു എ പേഴ്സൺ ഹു ഹാഡ് ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ ആൾക്ക് കൊടുക്കാൻ പറ്റിയ ഫസ്റ്റ് എയ്ഡ് എന്താണ്? ആദ്യം സ്വിച്ച് ഓഫ് ദി ഇലക്ട്രിക് സപ്ലൈ ഓർ റിമൂവ് ദ ഫ്യൂസ്. ആദ്യം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക, ഫ്യൂസ് റിമൂവ് ചെയ്യുക. എന്നിട്ടോ പുഷ് അവേ ദ അഫക്റ്റഡ് പേഴ്സൺ യൂസിങ് മെറ്റീരിയൽസ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത എക്യുപ്മെന്റ് കൊണ്ട് ആളെ അവിടെ നിന്ന് മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ചെസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക, CPR കൊടുക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് എയ്ഡുകളാണ്. പിന്നെ റബ്ബ് ചെയ്യുക, കാലിന്റെ അടിയിൽ മസാജ് ചെയ്യുന്നു, റബ്ബ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്? കൊടുക്കാൻ പറ്റിയ ഫസ്റ്റ് എയ്ഡുകളാണ്. Select the suitable material from the following and draw the electrical circuit for a fan to work. പറഞ്ഞോ ഡ്രോ ചെയ്യാൻ നമുക്ക്. ദേ വയർ പീസ് ഉണ്ട്, അതേപോലെ ദേ ബാറ്ററി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഞാൻ ഫിറ്റ് ചെയ്തു. പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ആവശ്യമുണ്ടാ? പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം. കാരണം എന്താ? ഇത് കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇവിടെ ദേ ഞാനൊരു മിനി മോട്ടർ ഫിറ്റ് ചെയ്തു. ഇവിടെ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചു. പ്ലാസ്റ്റിക് ബോട്ടറിന്റെ ഉള്ളിൽ ഞാനൊരു മിനി മോട്ടർ ഫിറ്റ് ചെയ്തു, അല്ലേ? മിനി മോട്ടർ ഒരു മിനി മോട്ടർ ഫിറ്റ് ചെയ്തു. ബൾബായി, ബാറ്ററി ആയി. ഇവിടെ ഒരു ഇവിടെ ഒരു ഫാനിന്റെ അറേഞ്ച്മെന്റ്, നമ്മുടെ മിനി ലീഫ് ഫാനും വെച്ചു. കണക്ട് ചെയ്തു, സാധനം റെഡി. ഇങ്ങനെയാണ് എന്ത്? ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭംഗിയിൽ വരയ്ക്കാം. ഈ സർക്യൂട്ട് കറക്റ്റ് ആയാൽ മതി. ആദ്യം ബാറ്ററി, പിന്നെ എന്ത് ചെയ്യുക? പ്ലാസ്റ്റിക് ബോട്ടില്, അതിൻ്റെ ഉള്ളിൽ മിനി മോട്ടർ, അതിന്റെ പുറത്ത് എന്ത്? ഈ ലീഫ്, കറങ്ങണ ലീഫ്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത്? ഫാനിന്റെ സർക്യൂട്ട് വരയ്ക്കുക. നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് എ സർക്യൂട്ട് ഫംഗ്ഷൻ ഓൺലി വെൻ നീഡഡ്. ആവശ്യമുള്ള സമയത്ത് മാത്രം സർക്യൂട്ടിനെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുന്ന ആ ആളിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? സ്വിച്ച് അല്ല ആള്. സർക്യൂട്ട് വർക്ക് ചെയ്യണോ വേണ്ടേ? ആവശ്യമുള്ള സമയത്ത് സർക്യൂട്ടിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് സ്വിച്ച് ആണ്. അടുത്തത്, ഒബ്സർവ് ദ സർക്യൂട്ട് ഇൻ ദ ഫിഗർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ് ടു കംപ്ലീറ്റ് ദി ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ലൈറ്റ് ദ ബൾബ്. ഇതൊരു ഓപ്പൺ സർക്യൂട്ടാ, കണ്ടാ? ഇവിടെ എന്തില്ല? യോജിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇതിനെ യോജിപ്പിക്കണമെങ്കിൽ ആര് വേണം? പേപ്പർ പറ്റില്ല, റബ്ബർ ബാൻഡ് പറ്റില്ല, റബ്ബറാണ്, കണ്ടക്ട് ചെയ്യില്ല. സ്റ്റീൽ സ്പൂൺ പറ്റും, സിൽക്ക് പറ്റില്ല, പ്ലാസ്റ്റിക് വയർ പറ്റില്ല, നെയിൽ പറ്റും, ബ്ലേഡും പറ്റും. നെയിലും സ്റ്റീൽ സ്പൂണും വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടക്ട് ചെയ്യാം. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന വാട്ട് ഡു ദ മെറ്റീരിയൽസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന അത്തരത്തിലുള്ള മെറ്റീരിയലിനെ പറയുന്ന പേര് കണ്ടക്ടേഴ്സ്. അടുത്തത്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്തത് വാട്ട് ഡു വി കോൾ മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ്. ഏതാണ്? ഇൻസുലേറ്റർ. തെറ്റിക്കരുത്. എത്ര വട്ടം വന്നു കണ്ടാ? ഇമ്പോർട്ടൻസ് കണ്ടാ? അടുത്തത്, even though I have AC and fridge, my electricity bill is less than 1000 rupees. My electricity bill is around 1500 rupees, but I have fan, bulb and pump set only. എന്തായിരിക്കും കാരണം അവന്റെ വീട്ടിൽ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാരണം കൊണ്ട് തന്നെയാണ്, അല്ലേ? ഫാൻ അവൻ ഓൺ ആക്കിയിട്ടിട്ട് പോകുന്നു, ബൾബിന്റെ സ്വിച്ച് ഓൺ ആക്കിയിടുന്നു. അതേ കാര്യങ്ങൾ നേരത്തെ അതേ ആൻസർ. റൈറ്റ് 3 സജഷൻ ഫോർ റെഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്വിച്ച് ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസ് ആഫ്റ്റർ യൂസ് ചെയ്തതിന് ശേഷം ഇലക്ട്രിക്കൽ ഡിവൈസ് സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അയൺ ഓൾ ദ ക്ലോത്ത്സ് അറ്റ് എ സ്ട്രെച്ച് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ഇറ്റ് അറ്റ് ഡിഫറെന്റ് ടൈംസ്. തോന്നിയ നേരത്ത് ഓരോ സമയത്ത് ചെയ്യാണ്ട് ഒരേ സമയത്ത് എന്ത് ചെയ്യുക? അയൺ ചെയ്യുക. എല്ലാ തുണികളും ഒരുമിച്ച് എന്ത് ചെയ്യുക? ഇസ്തിരി ഇടുക. യൂസ് ലൈറ്റ്സ് ആൻഡ് അതർ എക്യുപ്മെന്റ്സ് ഓൺലി വെൻ നീഡഡ്. ആവശ്യമുള്ള സമയത്ത് മാത്രം എന്ത് ചെയ്യുക? ലൈറ്റുകളാണെങ്കിലും വേറെ എക്യുപ്മെന്റ്സ് ആണെങ്കിലും യൂസ് ചെയ്യുക. അടുത്തത്, ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ പവർ പ്ലാന്റ്. These plants use different sources like coal, natural gas, water, wind or sunlight to produce electricity. The electricity is then sent through power lines to home, school and building. Where is electricity generated? Electricity generate ചെയ്യുന്നത് എവിടെയാണ്? Electricity is generated in power plantകളിലാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. How does electricity reach our home? എങ്ങനെയാണ് നമ്മുടെ പവർ പ്ലാന്റിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്? Electricity is sent through power lines വഴിക്ക്. പവർ പ്ലാന്റിൽ നിന്ന് പവർ ലൈൻസ് വഴിക്കാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. പവർ ലൈൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്
അലുമിനിയം കൊണ്ടാണ് ഈ കമ്പികൾ അല്ലേ, നമ്മുടെ ഈ ഇലക്ട്രിക് കമ്പികളൊക്കെ നമ്മൾ കാണുന്ന ഇലക്ട്രിക് കമ്പികൾ ഉണ്ടാക്കിയിട്ടുള്ളത് അലുമിനിയം കൊണ്ടാണ്. എന്തുകൊണ്ട് അലുമിനിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാ? അലുമിനിയം ഈസ് ചീപ്പർ. അലുമിനിയം എന്താണ്? വില കുറവാണ്. അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്തോളും. കോപ്പറിനെ വെച്ച് നോക്കുമ്പോൾ അലുമിനിയത്തിന് വില കുറവാണ്, അതുകൊണ്ടാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത്, പ്രിപ്പയർ എ പോസ്റ്റർ ഇൻഡിക്കേറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ് ഇലക്ട്രിസിറ്റി. ദേ ഇങ്ങനെ ഒരു പോസ്റ്റർ, അത് നിങ്ങളുടെ കലാവിരുദ്ധ അനുസരിച്ചിരിക്കും. നല്ല ഭംഗിയിൽ അങ്ങോട്ട് ഒരെണ്ണം പെട്ടക്കുക. എന്ത് നല്ല പടവും പൂവും കായൊന്നും ദയവ് ചെയ്ത് കൊണ്ടുവയ്ക്കരുത് കേട്ടാ. പൂവും കായും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റിയുടെ അവിടെ പൂവും വല്ല കാര്യം ഉണ്ടാ? പൂവും കായൊന്നും വേണ്ട, അതല്ലാണ്ട് ഒരു സാധനങ്ങൾ പടച്ച് വെക്കുക. എന്ത് ചെയ്യുക? പടം വരച്ച് വെക്കുക. പിന്നെ ഇതുപോലെ നമ്മുടെ വൈദ്യുതി, മറ്റേ പ്രകൃതി സ്നേഹം നേരത്തെ ഒഴുകിയ പോലെ വൈദ്യുതി സ്നേഹം ഒഴുകട്ടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്. എൻ്റെ വൈദ്യുതി എൻ്റെ അവകാശം, നമ്മൾ ആവശ്യമില്ലാണ്ട് വൈദ്യുതി യൂസ് ചെയ്യരുത് എന്നുള്ളതൊക്കെ അവിടെ എഴുതി വെക്കുക. പിന്നെ 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 എവിടേക്ക് ഇത് പോയി? ഇതിപ്പോ അടുത്തത്, വാട്ട് ഈസ് ജനറേറ്റർ? എന്താണ് ജനറേറ്റർ? ജനറേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് മേക്ക് ഇലക്ട്രിസിറ്റി ബൈ കൺവേർട്ടിങ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇല്ലടാ, പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ നന്ദഗോപൻ, നേരത്തെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. മാഗ്നീഷ്യം റിബണും വിനാഗിരിയും. മാഗ്നറ്റില് എന്തുണ്ട്? മെറ്റൽ ഉണ്ട്. മാഗ്നറ്റിൽ മെറ്റലുകൾ ഉണ്ട്. സോ അതും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ജനറേറ്റർ എന്ന് പറയാ. വൈ ആർ ജനറേറ്റർ ഇമ്പോർട്ടന്റ് ഇൻ പവർ സ്റ്റേഷൻ? പവർ സ്റ്റേഷൻ എന്തിനാണ് ജനറേറ്റർ? പവർ സ്റ്റേഷനിൽ പിന്നെ ജനറേറ്റർ വേണ്ടേ? ജനറേറ്റർ ഹെൽപ്പ് ഇൻ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ഇൻ power stations which can be transmitted to distant areas and it helps to power up various electric devices. എന്താണ്? അവിടെ ജനറേറ്റർ ഉണ്ടെങ്കിൽ അവിടെ ഒരു ലാർജ് എമൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ഇലക്ട്രിസിറ്റി ഡിസ്റ്റന്റ് ഏരിയകളിലേക്ക്, അകലെയുള്ള ഏരിയകളിലേക്ക് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു പവർ അപ്പ് വാരിയസ് ഇലക്ട്രിക് ഡിവൈസസ്. അല്ലേ, ഒരുപാട് ഇലക്ട്രിക് ഡിവൈസസുകൾ കറണ്ട് ഉപയോഗിച്ച് കത്തിക്കാൻ എന്ത് സഹായിക്കും? കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ ഈ പറഞ്ഞ ജനറേറ്ററുകൾ ആവശ്യമുണ്ട്. Look at the illustration of the circuit. Are there any defect? ഇതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് നോക്കിയേ. ഇതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കാണാണ്ടോ നിങ്ങൾക്ക്? ഒറ്റ നോട്ടത്തിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്വിച്ച് ഉണ്ട്, ബാറ്ററി ഉണ്ട്, കണക്റ്റിംഗ് വയർ ഉണ്ട്, ബൾബ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ? പറയാം. എന്താണ് ഡിഫക്റ്റ്? ഇവിടുത്തെ ഡിഫക്റ്റ് എന്താ? ബൾബ് നോക്കിയേ, സ്വിച്ച് ഓൺ ആണ്, സ്വിച്ച് ഇവിടെ ഓഫ് ആണ്. സ്വിച്ച് ഓഫ് ആയിട്ടും ബൾബ് കത്തിയിട്ടുണ്ട് അല്ലേ? സ്വിച്ച് അവിടെ ഓഫ്, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആണ്, പക്ഷെ അവിടെ ബൾബ് കത്തിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഡിഫക്റ്റ്. വാട്ട് ഡു 1 2 3 4 മാർക്കഡ് ഇൻ ദ സർക്യൂട്ട് ഇൻഡിക്കേറ്റ്സ്? അല്ലെ, എന്താണ് 1 2 3 4? എന്തൊക്കെയാ? 1 എന്ന് പറഞ്ഞാൽ സ്വിച്ച്, 2 ബാറ്ററി, 3 കണക്റ്റിംഗ് വയർ, 4 ബൾബ്. ഡ്രോ ദ സിംബൽ ഓഫ് ബസർ. ബസറിന്റെ സിംബൽ എങ്ങനെയാ? ദേ ഇതാണ് എന്ത്? ബസറിന്റെ സിംബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ സാധനമാണ് എന്ത്? ബസറിന്റെ സിംബൽ. അടുത്തത്, which tools are suitable for the following purposes? To remove the insulation of a wire. ഒരു വയറുടെ ഇൻസുലേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ഉപയോഗിക്കുക? To remove the insulation, കട്ടിംഗ് പ്ലയറുകൾ അല്ലേ? അതെ, ഈ കട്ടിംഗ് പ്ലയർ, ഇതിനെ നമ്മൾ പറയുന്നത് കട്ടിംഗ് പ്ലയർ എന്നാണ്. ഈ കട്ടിംഗ് പ്ലെയർ ആണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. ടു ടെസ്റ്റ് ഇലക്ട്രിക് കറന്റ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ടെസ്റ്റർ ഉപയോഗിക്കുന്നു. ടെസ്റ്റർ. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് ദ ഹാൻഡിൽ ഓഫ് ദ അബവ് ടൂൾ? ഇതിന്റെ ഒക്കെ ഹാൻഡിൽ നോക്കിയേ, പിടുത്തം നോക്കിയേ, എല്ലാതും ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? എല്ലാതും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇൻസുലേറ്റർ ഉപയോഗിച്ച് പൊതിഞ്ഞിട്ടുണ്ട് റബ്ബർ കൊണ്ട്. ദ ഹാൻഡിൽസ് ആർ മെയ്ഡ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, പ്ലാസ്റ്റിക് ഓർ റബ്ബർ. ദേ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. നമ്മൾ ഈ ഇലക്ട്രീഷ്യൻസ് ഒക്കെ ഇത് വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യില്ല? അവർക്ക് കറണ്ട് കിട്ടാതിരിക്കാൻ ആ കൈപ്പിടിയും എന്താണ്? കൈപ്പിടിയും ഉള്ളത് ഇൻസുലേറ്ററാണ്. കാരണം ഇൻസുലേറ്റർ കൂടെ കറണ്ട് പോവില്ലല്ലോ, അപ്പൊ നമുക്കത് കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിന്റെ ഒക്കെ പിടിയും എന്തുള്ളത്? ഈ പറഞ്ഞ ഇൻസുലേറ്റേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. റൈറ്റ് എനി 2 other example of such materials. ഇൻസുലേറ്ററിന്റെ വേറെ എക്സാമ്പിൾ ഏതൊക്കെയാ? വുഡ്, പ്ലാസ്റ്റിക്, അതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? റബ്ബർ, പേപ്പർ ഒക്കെ എന്താണ്? ഒക്കെ ഇൻസുലേറ്ററുകളാണ്. A circuit is made using torch cell, insulated copper wire, LED module. എല്ലാമായി. Copper wire is shorter than required. ഉള്ളതിനേക്കാളും ചെറുതാണ് എന്ത്? കോപ്പർ വയർ. Which of the following materials can be used to complete the circuit? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ഉപയോഗിക്കാം? കാരണം കോപ്പർ വയർ കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാവണം. പിൻ ഉപയോഗിക്കാം, കോയിൻ ഉപയോഗിക്കാം, വുഡൻ പീസ് പറ്റില്ല. വെറ്റ്
വെറ്റ് പേപ്പർ കണ്ട, വെറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. നാളത്തെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. പേപ്പർ വെച്ചപ്പോ കത്തിയില്ല, വെറ്റ് പേപ്പർ വെച്ചപ്പോ കത്തി. കാരണം എന്താ? വെറ്റ് പേപ്പറിൽ വെള്ളമുണ്ട്, വെള്ളം കണ്ടക്ടറാണ്. പെൻസിൽ ഗ്രാഫൈറ്റ് കണ്ടക്ടറാണ്. പ്ലാസ്റ്റിക് ബാങ്കിൾ പറ്റുമോ? പ്ലാസ്റ്റിക് ബാങ്കിൾ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? അത് ഇൻസുലേറ്റർ ആണ്, ഇൻസുലേറ്റർ ആണ്. വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ലൈൻ? ഞാൻ എന്താ പറഞ്ഞേ? അലുമിനിയം ആണ് ഇലക്ട്രിക് ലൈനിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വയറയുടെ ഉള്ളിലുള്ളത് എന്താ? അത് കോപ്പറാ. നമ്മുടെ വയറിലുള്ളിൽ, നമ്മുടെ വീട്ടിലുള്ള വയേഴ്സിന്റെ ഉള്ളിലുള്ളത് കോപ്പറാണ്. ഇലക്ട്രിക് ലൈൻ എന്ന് പറഞ്ഞാലോ അലുമിനിയം. കാരണം എന്താ? അതൊരു ലാർജ് ഡിസ്റ്റൻസിലേക്ക് വേണം. അതുകൊണ്ട് അതിന് വില കുറവായ കാരണം കൊണ്ട് അലുമിനിയം ആണ് എന്തിന് അതിനവിടെ ഉപയോഗിക്കുന്നത്. ഡിഡ് യു നോട്ടീസ് ദ പിക്ചേഴ്സ്? ഡ്രോ എ ക്ലോസ്ഡ് സർക്യൂട്ട് യൂസിംഗ് ദയർ സിംബൽ. ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾബ് കത്തണ്ടേ? ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ ബൾബ് അവിടെ കത്തണം. ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ ബൾബ് കത്തണം. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞോ. സ്വിച്ച്, ബാറ്ററി. സ്വിച്ച് എന്ത് ചെയ്യണം? സ്വിച്ച് ക്ലോസ് ചെയ്യണം. സ്വിച്ച് ക്ലോസ് ചെയ്യണം. ബൾബ് കത്തണം. ബൾബ് കത്തണം. കണ്ട സർക്യൂട്ട് കണ്ട? സർക്യൂട്ട് കണ്ട? ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? മനസ്സിലായല്ലോ? വാട്ട് ഡു ദ മാർക്സ് എ ബി സി ആൻഡ് ഡി ഇൻഡിക്കേറ്റ്? എ എന്താ? എ ബൾബ്. ബി എന്താ? ബി സെല്ല്. സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം, ഒരുപാട് സെല്ലുകൾ കൂടിയാലാണ് ബാറ്ററി ഉണ്ടാവുക. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഇത് സെല്ല്. സി എന്താണ്? സ്വിച്ച്. സ്വിച്ച് ഇൻ ഓൺ മോഡ്. ഓണല്ലേ? ഓണല്ലേ? സ്വിച്ച് ഓണാണ്, കാരണം പാലം താഴേക്കായി. ഡി എന്താ? ഡി കണക്റ്റിംഗ് വയർ. കണക്റ്റിംഗ് വയർ. ഈസ് ദി സർക്യൂട്ട് ഓപ്പൺ ഓർ ക്ലോസ്? ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ? നിസ്സംശയം പറയാം ക്ലോസ്ഡ് ആണ്. കാരണം ബൾബ് കത്തുന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ്, ബൾബ് കത്തുന്നില്ലെങ്കിൽ അത് ഓപ്പൺ ആണ്. റൈറ്റ് എ വേ ടു ഷോ ദാറ്റ് ദിസ് സർക്യൂട്ട് ഈസ് ഓപ്പൺ. സർക്യൂട്ട് ഓപ്പൺ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. ബൾബ് കത്താതിരുന്നോളും. ബൾബ് കത്താതിരുന്നോളും. ബൾബ് കത്താതിരുന്നോളും. അടുത്തത് ദേ LED സയൻസ് കിറ്റിൽ എന്തൊക്കെയുണ്ട്? LED സ്ട്രൈപ്പ് ഉണ്ട്, 9 വോൾട്ട് ബാറ്ററി, കണ്ടക്ടിംഗ് വയർ, സേഫ്റ്റി പിൻ, വുഡൻ ബ്ലോക്ക്, പെൻസിൽ ഗ്രാഫൈറ്റ്. ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ. ഡിസൈൻ എ സ്യൂട്ടബിൾ എക്സ്പെരിമെന്റ് യൂസിംഗ് മെറ്റീരിയൽ ഫ്രം സയൻസ് കിറ്റ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് മെറ്റൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഏത് മെറ്റലൊക്കെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് നടത്താം. പറഞ്ഞോ. കണക്ട് ദ 9 വോൾട്ട് ബാറ്ററി, LED സ്ട്രൈപ്പ് ആൻഡ് കണ്ടക്ടിംഗ് വയേഴ്സിന്റെ സർക്യൂട്ട്. ഇത്രയും സാധനങ്ങൾ എന്തായാലും വേണം. ബാറ്ററി, LED, വയറൊക്കെ കണക്ട് ചെയ്തു. എന്നിട്ട് ഓരോ മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യാം? മാറി മാറി വെച്ച് നോക്കുക. പ്ലേസ് ദ മെറ്റീരിയൽ ടു ബി ടെസ്റ്റഡ് ബിറ്റ്വീൻ 2 വയർ എൻഡ്. ഇഫ് LED ഗ്ലോ, LED കത്തുന്നുണ്ടെങ്കിൽ ദ മെറ്റീരിയൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇഫ് നോട്ട്, കത്തുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ. ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ. During the experiment, LED stripe did not light up when dry paper was placed on it. Dry paper വെച്ചപ്പോൾ കത്തിയില്ല. പക്ഷേ വെറ്റ് പേപ്പർ വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വാട്ട് ചേഞ്ച് occur when wet paper is placed? What is the reason? വെറ്റ് പേപ്പർ വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? വെറ്റ് പേപ്പർ വെച്ചപ്പോൾ എന്ത് ചെയ്തു? സാധനം കത്തി. ഡ്രൈ പേപ്പർ ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, സോ LED ഡസ് നോട്ട് ഗ്ലോ. വെറ്റ് പേപ്പർ കണ്ടക്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വാട്ടർ. അതിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. വെള്ളം കണ്ടക്ടർ ആണ്. അപ്പോൾ വെറ്റ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ LED ഗ്ലോ ചെയ്യും. LED ഗ്ലോ ചെയ്യും. നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ് ആർ കറക്റ്റ്? സേഫ്റ്റി പിൻ എന്താണ്? സേഫ്റ്റി പിൻ എന്താണ്? സേഫ്റ്റി പിൻ LED ലിറ്റപ്പ് ചെയ്തു, ഇലക്ട്രിസിറ്റി പാസ്. കറക്റ്റ് ആണ്. പ്ലാസ്റ്റിക് ബാങ്കിൾ വെച്ച് കഴിഞ്ഞാൽ LED കത്തുവോ? കത്തില്ല. LED കത്തില്ല, അതിൽ കത്തില്ല. പെൻസിൽ ഗ്രാഫൈറ്റ് വെച്ച് കഴിഞ്ഞാൽ LED ഡിഡ് നോട്ട് ലിറ്റ് അപ്പ്. നോ. പെൻസിൽ ഗ്രാഫൈറ്റ് വെച്ച് കഴിഞ്ഞാൽ LED കത്തും. അപ്പൊ ഇതും തെറ്റാണ്. മെറ്റൽ ബാങ്കിൾ LED കത്തും, ഇലക്ട്രിസിറ്റി പാസ്സായി. അപ്പൊ ഏതൊക്കെയാ കറക്റ്റ്? 1ഉം സേഫ്റ്റി പിന്നും മെറ്റൽ ബാങ്കിളും അല്ലെ? സേഫ്റ്റി പിൻ ആൻഡ് മെറ്റൽ ബാങ്കിൾ. ഇതാണ് എന്ത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. സേഫ്റ്റി പിന്നും മെറ്റൽ ബാങ്കിളും ആണ്. സേഫ്റ്റി പിന്നും മെറ്റൽ ബാങ്കിളും ആണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ചേഞ്ചിങ് ബൾബ് when the switch is on, using footwear while ironing cloth. Identify the situation that may cause electric shock. ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ. ചേഞ്ചിങ് ബൾബ് when switch is on, ഇലക്ട്രിക് ഷോക്ക് കിട്ടും. യൂസിങ് footwear while ironing cloth, no. നല്ല കാര്യമാണ്. ടേണിംഗ് ഓൺ ദ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്, കിട്ടും. നനഞ്ഞ കൈ ഉപയോഗിച്ചു. ചേഞ്ചിങ് ബൾബ് വെൻ സ്വിച്ച് ഈസ് ഓഫ്, കിട്ടില്ല. അപ്പൊ ഏതൊക്കെയാണ്? 1 and 3. 1 and 3. A broken electric line is lying on the mango tree by roadside. Write the safety measure that you would take in the situation and reason for it. ഒരു കറണ്ട് കമ്പി ഒടിഞ്ഞ് മാങ്ങയുടെ മുകളിലേക്ക്, മാവിന്റെ മുകളിലേക്ക് മാവ് വന്ന് വീണിട്ട് ഒടിഞ്ഞു നോക്കണു. എന്ത് ചെയ്യും നിങ്ങൾ ആ സമയത്ത്? സേഫ്റ്റി മെഷർ എന്തൊക്കെയാ?
ഡു നോട്ട് ടച്ച് ഓർ ഗോ നിയർ ദ ബ്രോക്കൺ ഇലക്ട്രിക് ലൈൻ. ആ വഴിക്കേ പോവാതിരിക്കുക, അതുമ്മ തൊടാതിരിക്കുക. ഇൻഫോം ദി ഇലക്ട്രിസിറ്റി ബോർഡ് ഇമ്മീഡിയറ്റ്ലി ആരും ഇൻഫോം ചെയ്യുക, ഇലക്ട്രിസിറ്റി ബോർഡിന് ഇൻഫോം ചെയ്യുക. കാരണം എന്താ, ബ്രോക്കൺ ലൈവ് വയേഴ്സ് മേ കോസ് ഫേറ്റൽ ഇലക്ട്രിക് ഷോക്ക്. അല്ലെ, എന്താണ് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാൻ കാരണം, അത് പൊട്ടി വീണത് ഇലക്ട്രിക് ഷോക്കിന് കാരണമാകും. റൈറ്റ് എനി ടു ഇനീഷ്യൽ സ്റ്റെപ്സ് ടു ബി ടേക്കൻ ടു റെസ്ക്യൂ എ പേഴ്സൺ എക്സ്പീരിയൻസിങ് ആൻ ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് കിട്ടുന്ന ഒരാളിനെ സഹായിക്കാൻ എന്തൊക്കെ ചെയ്യണം? സ്വിച്ച് ഓഫ് ദ മെയിൻ പവർ സപ്ലൈ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, പവർ സപ്ലൈ സ്വിച്ച് ഓഫ് ചെയ്യുക. യൂസ് എ ഡ്രൈ വുഡൻ സ്റ്റിക്ക് ഓർ ഇൻസുലേറ്റഡ് മെറ്റീരിയൽ ടു സെപ്പറേറ്റ് ദം ഫ്രം ദ എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ സോഴ്സ്. അല്ലെ, എന്താണ് ആ ഇലക്ട്രിക്കൽ സോഴ്സിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു വുഡൻ സ്റ്റിക്ക് ഉപയോഗിച്ച് അയാളെ സെപ്പറേറ്റ് ചെയ്യുക. Yes, then last question. In figure, which bulb will light up if switch C1 and C2 are in off position? C1 ഉം C2 ഉം ഓഫ് ആണെങ്കിൽ ഏതാണ് കത്തുക? ഏതെങ്കിലും കത്തുവോ? രണ്ടും ഓഫ് ആണ്. അപ്പൊ എന്ത് ചെയ്യില്ല? രണ്ടും കത്തില്ല. നോ ബൾബ്, നോ. Which bulb will light up if the switches C1 ഉം C2 ഉം ഓൺ ചെയ്തു? C1 ഉം C2 ഉം ഓൺ ചെയ്തെങ്കിൽ എന്താ? B1 ഉം കത്തും, B2 ഉം കത്തും. Draw a circuit that light two bulb using only one switch. സ്വിച്ച് ഉപയോഗിച്ചിട്ട് രണ്ടും കത്തണത് ദേ ഇങ്ങനെ. ഇവിടെ ബാറ്ററി ദേ കത്തിയില്ലേ, രണ്ടിൽ കൂടിയും പാസ് ചെയ്തില്ലേ, ദേ കത്തി. ദേ ഇങ്ങനെയാണ് ഒരു സ്വിച്ച്, രണ്ട് ബൾബ്. സെലക്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദി ഓപ്ഷൻസ് ബിലോ. കറക്റ്റ് പെയർ എന്താ? LED, ഇത് കറക്റ്റ് ആണ്. ബസർ ഇതല്ല, ബസറിൻ്റെത് ഇങ്ങനെയാണ്. ബാറ്ററി എന്താ? ബാറ്ററി ദേ ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിനി മോട്ടറാണ്. സോ യെസ്, പരിപാടി ക്ലോസ്. അപ്പോ നാളത്തെ ബേസിക് സയൻസ് ഇപ്പൊ കയ്യിലിരുന്നില്ലേ? ഇപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ നാളെ ചോദിക്കുള്ളൂ കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബ് ആയതുകൊണ്ട് യൂട്യൂബ് ലൈവ് ആണ്, ലിങ്ക് കിട്ടും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലിങ്ക് മേടിച്ച് കാണാം. ഓൾ സെറ്റ് ആണ്, ഓൾ ഡൺ ആണ്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നാളെ എക്സാം കഴിഞ്ഞ പ്രാവശ്യം സാറിന് മെസ്സേജ് അയക്കണം, ടീച്ചേഴ്സിന് മെസ്സേജ് അയച്ചിട്ട് സാറിനോട് അഭിപ്രായങ്ങൾ പറയണം. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പറയണം. മോശമാവാൻ വഴിയില്ല. ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്തത് തന്നെ വരുള്ളൂ, ഉറപ്പിച്ച് ഞാൻ പറയാണ്, ഇത് തന്നെ വരുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, നല്ല മക്കളായിട്ടിരുന്ന് പഠിക്കുക, അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടാ. സാർ എന്തായാലും പ്രാർത്ഥിക്കുക, ഇവിടെ ഇരുന്നിട്ട് അടിപൊളിയായിട്ട് എഴുതാൻ പ്രാർത്ഥിക്കുക. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഞാൻ തരികയാണ്. നല്ല മക്കളായിട്ട് പഠിക്കുക, നല്ല കുട്ടികളായിട്ടിരിക്കുക. 3 ചാപ്റ്ററേ ഉള്ളൂ, കിടിലനായിട്ട് പഠിച്ചു വെച്ച് പോവുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പൊ അത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഒരു പേടിയും പേടിക്കേണ്ട, ചക്കരകളാണ് പഞ്ചാരകളാണ്, ഓടിപ്പോയിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ, തന്നെ എല്ലാ ചക്കരകൾക്കും ഉമ്മ. By the by, all the very best. Bye.